ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, എന്റെ ശരീരത്തെയും എന്റെ മനസ്സിനെയും എന്റെ ആത്മാവിനെയും ആത്മാവിന്റെ രക്ഷയ്ക്കായി രൂപാന്തരപ്പെടുത്തണമേ, ക്രമപ്പെടുത്തണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, ഈശോ അനുഗ്രഹിക്കപ്പെടുന്നതാകുന്നു. എപ്പോഴും ചന്ദ്രനാട് അപേക്ഷണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ലൈൻ നടന്നിരിക്കാവോ? കരുതിക്കാം. നമുക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ ഈ 2 പേരെ വെച്ച് കെട്ടാനാണ്. അമ്മേ കരുതിക്കാവോ? ഓരോ ലൈനെ 4 പേര് വെച്ച് വൃത്തിയായിട്ടിരിക്കാനായിട്ട്. ഏതൊരു പ്രോഗ്രാം നടത്തുമ്പോഴും ആൾക്കാരെ, കുട്ടികളെ വൃത്തിയായിട്ടിരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഉള്ള സ്ഥലത്ത് അമ്മയും കൂടി കയറിയിരുന്നു. എന്തോ അതെപ്പോഴും പോക്കോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ ഒരാളോട് കയറിയിരിക്കാനുള്ള ഓക്കെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഇപ്പൊ നമ്മൾ ഇന്നലെ കുട്ടികളെ കുറിച്ച് പഠിച്ചത്. ഇനി നിങ്ങൾ ഇത് അപ്ലൈ ആണ്. ഒരു കുഞ്ഞു കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ഒരു വിഷയത്തിലേക്ക് നിങ്ങൾക്ക് സംശയം ചോദിക്കാം. ഇനി നമുക്ക് ശേഷം നമുക്ക് മുമ്പോട്ടുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് വിചിന്തനം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ. നിങ്ങൾ ഏതൊരു കാര്യം കുട്ടികളെ പ്രവർത്തിക്കുമ്പോൾ ഏതൊരു കാര്യം നിങ്ങൾ ഒരു ട്രിക്സോ എന്തെങ്കിലുമൊക്കെ കമ്പ്യൂട്ടറിലോ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ അതെങ്ങനെ കുട്ടികൾക്ക് മെസ്സേജ് ആയിട്ട് കൺവേ ചെയ്യാൻ പറ്റുമെന്നാണ് ചിന്തിക്കേണ്ടത്. ഹല്ലേലൂയ. നമ്മുടെ ഏതൊരു കാര്യം ഇപ്പൊ നിങ്ങൾ നെറ്റിലൊക്കെ തപ്പിയാൽ ഇഷ്ടംപോലെ ഗെയിംസ് ഒക്കെ ഉണ്ട്. ഒരു ഗെയിംസ് കാണുമ്പോൾ അതെങ്ങനെ കുട്ടികൾക്ക് ഉപകാരപ്പെടും. ഉദാഹരണമായിട്ട് നമുക്ക് അപ്പോഴെല്ലാം ബൈബിളുമായിട്ട് എന്ത് ചെയ്യണം, കണക്ട് ചെയ്യുമ്പോൾ എന്താ ആ കൂടെ അവർക്ക് നാളെ ഇതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ബൈബിളിനെ കുറിച്ചുള്ള ഓർമ്മ അവർ കടന്നു വരും. ഇപ്പൊ നമ്മളിപ്പോ നിങ്ങളെ കുറച്ചു മുമ്പ് ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്ത് അഭിനയമൊക്കെ, ഇതൊക്കെ ശരിക്കും എന്താ തിയേറ്റർ എക്സസൈസാണ്. തിയേറ്ററിൽ അവരുടെ വ്യക്തിത്വ വികസനത്തിന് പറ്റുന്ന പ്രോഗ്രാമുകൾ കേരളത്തിൽ ഇപ്പോഴുണ്ട്. ഭയങ്കര ചാർജാണ്. അവധിക്കാലങ്ങളുണ്ട്. 2000-3000 ഒക്കെയാണ് 2 ദിവസത്തെ പ്രോഗ്രാമിന്. ഇതുപോലെ എന്ത് ചെയ്യുന്നു, ഒരു സിനിമയിലുള്ള അസിസ്റ്റന്റ് പ്രൊഡ്യൂസർ ആരെങ്കിലും വരും, അയാൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യിക്കും. പിന്നെ അയാളുടെ ഒരു നേതാവ് ഇടയ്ക്കൊന്ന് വന്നിട്ട് എന്ത് ജസ്റ്റ് വിസിറ്റ് ചെയ്ത് പോകും. അത്രേ ഉള്ളൂ. ഒരു മിനിറ്റ് പോലെ സിവില കുട്ടികളെല്ലാം ആവേശത്തോടെ അതിനകത്ത് എന്ത് ചെയ്യുക, പങ്കെടുക്കുന്നു. 1000 രൂപയാണ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ അതേ സാധനം തന്നെയാണ് എന്ത് ചെയ്യുന്നത്, സ്പിരിച്വൽ ആയിട്ട് അങ്ങോട്ട് ചെയ്യണം. അപ്പൊ കുട്ടികളുടെ മനസ്സിൽ നാളെയാണെങ്കിൽ ഇതൊക്കെ ഏതെങ്കിലും പ്രോഗ്രാമൊക്കെ ചെല്ലുമ്പോൾ അവരുടെ മനസ്സിൽ വരും എന്ത് ചെയ്യുന്നു, ഇതൊക്കെ ഞങ്ങള് പ്രൈഗ്രൂപ്പിൽ പോലും ചെയ്യുന്നതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാ വിധത്തിലും നമ്മുടെ മക്കൾ എന്ത് ചെയ്യണം, മുന്നിട്ട് നിൽക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കണം. അത് വേറൊരു ഇതൊന്നുമില്ല, ഈശോയെ മഹത്വപ്പെടുത്താനാണ്. പിന്നെ ഇതുപോലെ കണക്കിൽ കുറെ കളികളുണ്ട്. 8 കൊണ്ട് 1000 ഉണ്ടാക്കി നോക്കി. 8 കൊണ്ട് കൂട്ടുക കുറയ്ക്കുക ഒക്കെ ചെയ്യാം. 8 ഉപയോഗിക്കാവുള്ളൂ. എഴുതി നോക്കിയേ. 8 കൊണ്ട് 1000 ഉണ്ടാക്കാൻ. 8 കൊണ്ട് നമുക്ക് എങ്ങനെ വേണേ എഴുതാം. കൂട്ടി വരുമ്പോൾ എന്ത് ചെയ്യണം, 1000 വരണം. എവിടെ 8 എടുക്ക് ഉപയോഗിക്കാവുള്ളൂ. 8 കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്ത് പിന്നെ 1000 ആക്കി തരണം. എങ്ങനെ വേണേ എഴുതാം. കുട്ടികൾക്ക് അറിയാത്. ഇങ്ങനത്തെ ഒരു ഉത്തരം കിട്ടണമെങ്കിൽ എന്താണ്, എങ്ങനെയെങ്കിലും 8 കൂടെ ഉപയോഗിക്കാൻ പാടില്ല. അതല്ല, 8 വേറെ 8 അക്കങ്ങള് അതെങ്ങനെ വേണ്ടി നിങ്ങൾക്ക് ചെയ്യാം. എഴുതുക കുറയ്ക്കുക ഒക്കെ ചെയ്താൽ 1000 കിട്ടണം കൃത്യമായിട്ട്. എന്നിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. അല്ല 1000 8 വേണ്ട. ഇവര് കണ്ട കിട്ടിയോ? ഇല്ലില്ല. ഇവിടെ കിട്ടി. ഒന്ന് എഴുതി കാണിച്ചു. ഇത് കണ്ടോ, ഇവിടെ കണ്ട 8 കൊണ്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് അറിയാം. ഉത്തരത്തിൽ നിന്നാണ് ചോദ്യത്തിലോട്ട് പോകണ്ട. അവിടെ കിട്ടും. വേണ്ട 8 അല്ല 8 ഒന്നിച്ചെഴുതിയാൽ മതിയല്ലോ. അപ്പൊ ശരിയായി. 8 ഒരു 8 കൂടെ എന്നിട്ട് 8 കൂട്ടി നോക്കിയേ. 2 5 40, 4 8 16 4 20 2 8 8 8 2 10 1000.
നിങ്ങളുടെ കൂടുതലും ബുദ്ധിമാനൊക്കെ ഉണ്ട്. പിടികിട്ടിയ ഇതുപോലെ കണക്കിൽ ഇഷ്ടംപോലെ കളികളുണ്ട്. അപ്പൊ നമുക്കത് കമ്പ്യൂട്ടറിലുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഇത് നമ്മൾ എന്ത് ചെയ്യണം? സ്പിരിച്വൽ ആക്കി മാറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഇതിനു വേണ്ടി ഈ ഭാഗം നമ്മൾ നടത്തുമ്പോൾ ബൈബിളില് ജ്ഞാനത്തിന്റെ പുസ്തകത്തിനകത്ത് ജ്ഞാനത്തെ കുറിച്ച് പറയുന്ന ഭാഗമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു? സ്പിരിച്വൽ ടോക്ക് കൊടുക്കുന്നു. ജ്ഞാനമാണ് എല്ലാത്തിനും ശ്രേഷ്ഠം, അതിരാവിലെ തേടുന്നവൻ ഭാഗ്യവാൻ. ഇഷ്ടംപോലെ വചനങ്ങളുണ്ട്. ഈ ജ്ഞാനമാണ് പഠിക്കാൻ സഹായിക്കുന്നത്. ഈ ജ്ഞാനം കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അസാധ്യങ്ങളെ സാധ്യമാക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബ്രെയിനിന് ഒരു വർക്ക് കൊടുക്കുക. 8 കൊണ്ട് എന്ത് ചെയ്യണം? അപ്പൊ അവര് തിരിച്ചു മറിച്ചുമൊക്കെ ചിന്തിക്കും. ചില കുട്ടികൾ എന്ത് ചെയ്യുന്നു? അത് തിരിച്ചു മറിച്ച് എഴുതി പെട്ടെന്ന് തന്നെ ബ്രദർ എഴുതി കൂട്ടാൻ തുടങ്ങി. കൂട്ടിയപ്പോ കാര്യപ്പിടി കിട്ടി. അപ്പൊ എന്ത് ചെയ്യുന്നു? അപ്പൊ ഈ കുട്ടിയെ കൊണ്ട് നമ്മൾ പറയിക്കുന്നു എന്തുകൊണ്ടാണ് ഉത്തരം പെട്ടെന്ന് കിട്ടിയത്. അപ്പൊ അവൻ എന്തെങ്കിലും മെത്തേഡ് അപ്ലൈ ചെയ്ത് കാണും. അല്ലെങ്കിൽ അവന്റെ ഉള്ളിൽ ഒരു കുഞ്ഞു പ്രാർത്ഥന വന്നു, ദൈവമേ ഇത് പരിഹരിക്കാനുള്ള ജ്ഞാനം എനിക്ക് തരണമേ. അത്രേ ഉള്ളൂ. പ്ലീസലോ സംഗതി എളുപ്പമായില്ലേ? എഴുതിട്ടോ 8 കൊണ്ടും 1000 ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? അസാധ്യങ്ങളെ സാധ്യമാക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. പ്ലീസലോ നിങ്ങളിത് ഇതിപ്പം ഇത്രയും പ്രായമുള്ളത് കൊണ്ടാണ് എളുപ്പം ചെയ്യുന്നത്. കുട്ടികളാകുമ്പോൾ 5-8 മിനിറ്റ് എന്ത് ചെയ്യുന്നു? എടുക്കും. ഉത്തരമുള്ളവർ ആരെയും കാണിക്കരുതെന്ന് പറയും. നമ്മൾ പോയി എന്ത് ചെയ്യുന്നു? നല്ല ശരി ഉത്തരം കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് എന്ത് ചെയ്യുന്നു? തലേന്ന് വർക്ക് ചെയ്യും. ഇപ്പൊ നമ്മൾ പെട്ടെന്ന് നമുക്ക് സമയം 4 മണിക്ക് മുമ്പ് എല്ലാം തീർക്കേണ്ടത് കൊണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇതേപോലെ നമുക്കെന്താ? നിങ്ങൾ ഏതൊരു കാര്യം കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ അതിങ്ങനെ ലോകത്തിന്റെ തള്ളിക്കളയാല അതിനെ മാംസം മുഖ്യ എന്ത് ചെയ്യണം? പിള്ളേർക്ക് വേണ്ടി വിനിയോഗിക്കണം. അവിടെയാണ് നമ്മൾ ക്രിസ്ത്യൻകാരെ വിജയിക്കുന്നത്. നമുക്ക് വേണ്ടി തള്ളിക്കളയാം. ഒരു സിനിമ പോലെ എന്ത് ചെയ്യണം? നേരെ നമ്മൾ അതെടുത്ത്. ഞാൻ ഒരിക്കലും ദുബായ് ചെന്നപ്പോൾ എന്ത് ചെയ്തു? അവിടെ ഒരു കുഞ്ഞു മീറ്റിംഗ് നടക്കുക. അപ്പൊ 5 മിനിറ്റ് പറയുന്നു പറഞ്ഞു. അപ്പൊ അവിടെ ധ്യാനം കൂടാത്ത പിള്ളേരൊക്കെ. അപ്പൊ പെട്ടെന്ന് എനിക്ക് തോന്നി അന്ന് ഇറങ്ങുന്ന സിനിമയുടെ കഥ. അപ്പൊ ഈ സിനിമ കണ്ടവരാൻ ചോദിച്ചു. അപ്പൊ കുട്ടികൾ പറഞ്ഞു കണ്ട, ഞങ്ങൾ എല്ലാവരും കണ്ടു, വലിയൊരു ഹിറ്റ് സിനിമയാണ്. എന്ത് ചെയ്യുന്നു? ഒരു കുടുംബനാഥൻ ഭാര്യയെ അവഗണിക്കുന്നു. ഭാര്യ എന്ത് ചെയ്യുന്നു? വേറെ ആളടുത്ത് പോയി സംബന്ധം കൂടുന്നു. അവിടുത്തെ ഒരു കുഞ്ഞുണ്ടാകുന്നു, ഗർഭിണിയാകുന്നു. അപ്പൊ അയാൾ പറയും കൊച്ചിനെ കളയാൻ പറയും. കാമുകൻ പറയും കൊച്ചിനെ കളയാൻ. അപ്പം ഈ ചേച്ചി എന്ത് ചെയ്യുന്നു? വീണ്ടും തിരിച്ച് ഇയാളുടെ അടുത്ത് വരിക. അപ്പൊ ഇയാൾ എന്ത് ചെയ്യുന്നു? അവരെ വീണ്ടും സ്വീകരിക്കുന്നു, കൊച്ചിനെ സ്വീകരിക്കുന്നു. എന്നിട്ട് ഇവള് വീണ്ടും എന്ത് ചെയ്യുന്നു? ആരോടെ പോകുന്നു? അയാളോടെ പോവാ. അതാണ് കഥ. അപ്പൊ പിള്ളേരെ ചോദിച്ചു, ഇതെല്ലാരും കണ്ടാന്ന് ചോദിച്ചു. അപ്പൊ സിനിമയെ കുറിച്ച് അഭിപ്രായം ചോദിച്ചു. പിള്ളേരെ നല്ല അഭിപ്രായം, നല്ലത്. എന്നാ പറയുമ്പോ എന്ത് ചെയ്യുന്നു? ആ കുട്ടിക്ക് ഒരു ജീവനമുള്ള പെൺകുട്ടിക്ക്, സ്ത്രീക്ക് ഭർത്താവ് വേണ്ട പരിഗണന കൊടുക്കുന്നില്ല. അവൻ കിട്ടേണ്ടടുത്തുനിന്ന് പോയി. അത് തെറ്റൊന്നുമില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് കുട്ടിയോട് ചോദിച്ചു. കുട്ടികൾ തന്നെ പറയും നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്നു? എല്ലാം ടീനേജ് പിള്ളേരാണ് ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു, ആ സ്ത്രീ എന്ന് പറയുന്നത് നിന്റെ അമ്മയാണെങ്കിൽ എന്തായിരിക്കും എന്ന് പറഞ്ഞു. നിന്റെ അമ്മയാണ്, നിന്റെ പപ്പ അവഗണിക്കുന്നത് കരുതി എന്ത് ചെയ്യുന്നു? പുറത്തു പോകുന്നു. നിന്റെ അഭിപ്രായം എന്തായിരിക്കും? പിള്ളേരുടെ അഭിപ്രായം? അംഗീകരിക്കാൻ പറ്റുക അല്ല? എന്തോ സിനിമയുടെ പേര് ഓക്കെ. അപ്പൊ കുട്ടിക്ക് എന്ത് ചെയ്തു? ആ കുട്ടിയുടെ ഉള്ളിൽ കിടക്കുന്ന കളയെ എന്താക്കി? ശരിയാണല്ലോ, ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മൾ 5 മിനിറ്റില് ഒരു ഭാര്യ ഭർത്ത ബന്ധത്തിലെ വിശ്വസ്തതയ്ക്കാണ് ഏറ്റവും പ്രധാനം. എന്ത് കിട്ടുന്നല്ല, എന്ത് കൊടുക്കാൻ സാധിക്കും. ശരിയാ, പപ്പ അവഗണിക്കുന്നു. അതിന്റെ പേര് മമ്മി എന്ത് ചെയ്യാം? അതിന് പറ്റുന്ന ഒരു ട്രീറ്റ്മെന്റിന് പോവാം, പപ്പായം കൊണ്ട് പോവാം, കൗൺസിലിങ്ങിന് പോവാം, അല്ലെങ്കിൽ ഇടപെടാൻ പ്രാർത്ഥിക്കാം. പക്ഷെ ഒന്നുമില്ലാതെ അപ്പോഴെന്താ? മമ്മി പുറത്തിറങ്ങുന്ന എന്തിനെ ബേസ് ചെയ്ത് മാത്രമാണ്? ശരീരത്തിന്റെ സുഖത്തിന് വേണ്ടി മാത്രമാണ് പുറത്ത് ഇറങ്ങുന്നത്. അതൊരിക്കലും ഒരു ജീവിതത്തിലും ശരിയായ കാര്യമല്ല. ബൈബിളിൽ ഒരു വാചനം പറയുന്നു, ആ പ്രോഗ്രാം തീർക്കുന്നു. അപ്പൊ എല്ലാവർക്കും എന്ത് ചെയ്തു? അവർക്ക് മനസ്സിലായി. കാരണം അവര് മനസ്സിലായ സിനിമ മുഴുവൻ വന്നു. എടാ ഇത് അതുവരെ നല്ല സിനിമയെന്ന് കരുതിയ കുട്ടി എന്ത് ചെയ്യുന്നു? സിനിമ ശരിയല്ല എന്ന തിരിച്ചറിവിലേക്ക് വരുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങൾ എന്ത് ഇപ്പൊ കുട്ടികളെ ചെല്ലുമ്പോ കുട്ടികളാകുന്ന നിലം നോക്കിയിട്ട് വേണം വിത്ത് വിതയ്ക്കാനായിട്ട്. പ്ലീസലോ
ഹല്ലേലൂയ, ഒരു ഹല്ലേലൂയ. അവിടെയാണ് ക്രിസ്ത്യനിൽ പ്രവർത്തിക്കുന്ന ഒരാളുടെ ജ്ഞാനത്തെ കുറിച്ച് പറയുന്നത്. എന്ത് മെസ്സേജ് ഇപ്പോൾ എങ്ങനെയാണ് ഇവർക്ക് കൊടുക്കേണ്ടതെന്നുള്ളത് നമ്മൾ ചിന്തിച്ച് പ്രാർത്ഥിച്ച് ആ മെസ്സേജ് അവിടെ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ഫലം എടുക്കാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇങ്ങനെ പരിശുദ്ധാത്മാവേ അങ്ങയുടെ ജ്ഞാനം നൽകണമേ. നിങ്ങള് ജസ്റ്റ് ട്രെയിനിങ്ങിൽ കൂടി ഇത് മെത്തേഡുകളെല്ലാം കിട്ടി ഓടിപ്പോയി ചെയ്യാന്നല്ല, ജ്ഞാനം ഉപയോഗിച്ച് അത് കൃത്യ സ്ഥലത്ത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നല്ല ഔട്ട്പുട്ട് നമുക്ക് ദൈവകൃപയാൽ ലഭിക്കുന്നത്. ഹല്ലേലൂയ, സർവ്വ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ദൈവമേ നന്ദി. അപ്പൊ ഇതാണ്, മരുഭൂമിയിൽ നമുക്ക് എന്തെങ്കിലും കൃഷി ചെയ്യാൻ പറ്റുമോ? കള്ളിമുൾച്ചെടി കൃഷി ചെയ്യാൻ പറ്റും അല്ലെ? ഈന്തപ്പന കൃഷി ചെയ്യാൻ പറ്റും. നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് പാവലും പടവലും ആയിട്ട് അവിടെ പോയിട്ടാലോ അത് വളരത്തില്ല. മരുഭൂമിയിൽ ഈന്തപ്പഴം എന്ത് ചെയ്യണോ, ഈന്തപ്പന കൃഷി ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അവിടെ പോകുന്ന ആൾ എന്ത് ചെയ്യണം, കൃഷി ഇറക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ പാരമ്പര്യമായിട്ട് എന്ത് ചെയ്യുന്നു, പടവലങ്ങ കൃഷി നടത്തുന്നതാണ്. എന്റെ അപ്പൻ എന്ന് പറഞ്ഞത് പോയി അവിടെ മത്തങ്ങ ഇട്ടാൽ എന്ത് ചെയ്യും, അത് ഉണങ്ങിപ്പോകും. ഇനി അവിടുത്തെ ഒരാള് നമ്മുടെ നാട്ടിൽ വരുമ്പോ പറയാണ്, ഞാൻ ഞങ്ങളുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നു, ഈന്തപ്പനയാണ് ഇവിടെ കുഴിച്ചിടാൻ പറഞ്ഞാൽ കേരളത്തിൽ കുഴിച്ചിട്ട് എന്ത് ചെയ്യും, കിളുത്ത് വരുമോ? ഒരിക്കലും വരത്തില്ല. ഇതുപോലെ തന്നെയാണ് ഞാൻ ചിലപ്പം ഈ ബദറിനോട് പറയുന്ന വചനം ഒരിക്കലും അതായിരിക്കുകയില്ല വേറെ ആൾക്ക് അത് വരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് കുട്ടികളെ നമ്മൾ വ്യക്തിപരമായി കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. എഴുതിയേക്കുക, ബുക്ക് എടുക്കുക. പേഴ്സണലായിട്ട് ഒരിക്കലും നമ്മള് കുട്ടികളെ കാടടിച്ച് വെടിവെക്കരുത്. ഓരോ കുട്ടിയും യുണീക്കാണ്. ആ കുട്ടിക്ക് വേണ്ട വിത്ത് എന്ത് ചെയ്യുന്നു, ഹൃദയത്തിൽ നമ്മള് ഇട്ടുകൊടുക്കണം ഓരോ കുട്ടിക്കും. മരുഭൂമിയിലാണെങ്കിൽ ഈന്തപ്പന കൃഷി ചെയ്യണം, കേരളത്തിലാണെങ്കിൽ പാവല പടവലങ്ങ കൃഷി ചെയ്യാം. നമ്മളിപ്പോൾ യൂറോപ്പിൽ ചെല്ലുവാണെങ്കിൽ അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃഷി എന്താ, ആപ്പിളും മുന്തിരിയൊക്കെ, അത് കൃഷി ചെയ്യണം. ആ മുന്തിരി കേരളത്തിൽ പിടിക്കത്തില്ല. അവിടെയാണ് നിങ്ങളുടെ കുഞ്ഞ്, എന്റെ കുഞ്ഞ് ആരാണെന്ന് ഞാൻ ഇന്നലെയൊക്കെ അതിനു വേണ്ടിയാണ് ടെസ്റ്റ് ചെയ്തത്. അപ്പം ഒരു മമ്മി ഇപ്രകാരം ചോദിച്ചു. ചോദ്യം എല്ലാവർക്കും കൂടെ പ്രസക്തമായിട്ട് ചോദിക്കാണ്. മമ്മി ചോദിച്ചാണ്, എന്റെ ഇന്ന സ്വഭാവമാണ് കുട്ടിക്ക് ലഭിച്ചിരിക്കുന്നത്, പക്ഷെ മമ്മി ആ സ്വഭാവത്തിന് റിക്കവർ ചെയ്തു. അപ്പൊ ഇപ്പൊ കുട്ടി ആ സ്വഭാവം പ്രകടമാക്കുന്നു. അത് കുട്ടിയോട് എങ്ങനെ പറയണം? അപ്പം മമ്മിയുടെ സ്വഭാവം കുട്ടിക്ക് കിട്ടിയതായിട്ട് മമ്മി ഒരിക്കലും പറയരുത്. മറിച്ചെന്താ, മമ്മിയുടെ ഈ ബുദ്ധിമുട്ട് മമ്മി പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്തു, ഈശോ സുഖപ്പെടുത്തി. അതുകൊണ്ട് നീ പ്രാർത്ഥിച്ചാൽ നിനക്കും എന്ത് ചെയ്യും, ഈശോ സുഖം തരുമെന്ന് പറയുള്ളൂ. മറ്റത് നമ്മൾ തിരിച്ചറിയുവാണ്. നമ്മളിൽ നിന്നാണ് ഇതെന്ത് ചെയ്യുന്നത്, മക്കളിലേക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നു എന്ന സത്യം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ ആരും ദൈവം ചെയ്ത് ഇന്നലെ നമ്മൾ കണ്ടെത്തിയതുപോലെ എന്റെ മോനെ എന്റെ എല്ലാ ദുസ്വഭാവം നിനക്ക് കിട്ടിയടാ ഒരിക്കലും പറയരുത്. മറിച്ച് നമ്മൾ തിരിച്ചറിയുന്നു നമ്മുടെ ഇന്ന സ്വഭാവം ആർക്ക് കിട്ടിയിട്ടുണ്ട്, മോനും മോൾക്കും. അതിന്റെ ഹീലിംഗിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എന്നിട്ട് നമുക്ക് പറയാം. അതുകൊണ്ട് നമ്മൾ ബൈബിളിൽ നിന്നിട്ട് രാവിലെയൊക്കെ വായിച്ചത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മക്കളോടും മക്കളുടെ മക്കളോടും പറയണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇനി ഒരു കുട്ടിയെ വ്യക്തിപരമായിട്ട് അറിയുമ്പോൾ അതിൽ രണ്ട് വ്യക്തികളാണ്. ഒന്നാമതാണ് കുട്ടിയെ അറിയുക. കുട്ടിയെ അറിയുക. ഒരു കുട്ടി നിങ്ങളോട് നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ സംസാരിക്കുമ്പോൾ വരുമ്പോൾ ഒന്നാമതാണ് കുട്ടിയെ നമ്മൾ അറിയുക. രണ്ട്, കുട്ടിയുടെ പ്രശ്നം മനസ്സിലാക്കുക. കുട്ടിയുടെ പ്രശ്നം മനസ്സിലാക്കുക. കുട്ടിയെ അറിയുക, കുട്ടിയുടെ പ്രശ്നം മനസ്സിലാക്കുക. മൂന്ന്, ഉത്തരമായ യേശുക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക. യേശുവിന്റെ വചനം അല്ലെങ്കിൽ യേശുവിനെ കാണിച്ചു കൊടുക്കുക ആൻസറായിട്ട്. 4, കുട്ടിക്ക് ആ പ്രശ്നത്തിൽ നിന്ന് വിടുതൽ കിട്ടാനായിട്ടുള്ള ആക്ഷൻ എടുക്കാൻ കുട്ടിയെ സഹായിക്കുക. ഒന്നെന്താണ് കുട്ടിയെ അറിയുക. രണ്ടാണ് കുട്ടിയുടെ പ്രശ്നം മനസ്സിലാക്കുക. 3, ഉത്തരമായിട്ടുള്ള വചനം അല്ലെങ്കിൽ യേശുവിനെ കാണിച്ചു കൊടുക്കുക. 4,
വിടുതലിന് ആവശ്യമായ പ്രവൃത്തിയിലേക്ക്, പ്രാർത്ഥന മാത്രമല്ല, പിന്നെ എന്താണ്, പ്രവൃത്തിയിലേക്ക് കുഞ്ഞിനെ നമ്മൾ കൂട്ടിക്കൊണ്ടുവരിക. പ്രേസലോ, ഹല്ലേലൂയ. പിടികിട്ടിയോ? ഒന്ന് കുട്ടിയെ അറിയുക. കുട്ടിയുടെ പ്രശ്നം അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? അറിവിന്റെ വരം ഉപയോഗിക്കുന്നത്. കുട്ടിയുടെ പ്രോബ്ലം എന്താണ്, ഈ പ്രോബ്ലത്തിലേക്ക് നയിക്കുന്ന കാരണം എന്താണെന്ന് കണ്ടെത്താനാണ് എന്തുപയോഗിക്കുന്നത്? അറിവിന്റെ വരം ഉപയോഗിക്കുന്നത്. അതിന് സഹായിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നു. എന്നിട്ട് അതിന്റെ ഉത്തരമായി യേശുക്രിസ്തുവിനെ എന്ത് ചെയ്യുന്നു? കാണിച്ചു കൊടുക്കുന്നു. പിന്നെ കുട്ടിക്ക് ഇപ്പൊ അന്തർമുഖനായ ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് മുമ്പോട്ട് വന്ന് ഹീലിംഗ് മാത്രം പോരാ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ കുട്ടിക്ക് ഹീലിംഗ് കിട്ടുന്നുണ്ട്. അത് മാത്രം പോരാ, കുട്ടിക്ക് വേണ്ട പ്രായോഗിക നടപടികൾ എടുക്കാൻ കുട്ടിയെ നമ്മൾ സഹായിക്കണം. പ്രൈസലോ, ഹല്ലേലൂയ. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് എന്ത് ചെയ്യുന്നു, ഇങ്ങനൊരു കുട്ടിയെ നമുക്ക് വ്യക്തിപരമായി സഹായിക്കണമെങ്കിൽ ഈ ഒരു ഇവാഞ്ചലിസ്റ്റ് എന്നല്ലേ നമുക്ക് ഒന്നാമത്തേതാണ് ക്രമീകരിക്കാൻ സാധിക്കുന്ന വ്യക്തിത്വം. എഴുതുക, ക്രമീകരിക്കാൻ സാധിക്കുന്ന വ്യക്തിത്വം. 2, ഞാൻ ആരാണെന്ന് ബോധ്യം. ഒന്ന്, ക്രമീകരിക്കാൻ സാധിക്കുന്ന വ്യക്തിത്വം, കുട്ടിയെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യാൻ സഹായിക്കുന്ന വ്യക്തിത്വം. 2, ഞാൻ ആരാണെന്ന ബോധ്യം. 3, ഇങ്ങനെ കുട്ടികളെ വ്യക്തിപരമായി സഹായിക്കുക. 3ാമതാണ് സത്യസന്ധത. നമ്മൾ ഇന്ന് രാവിലെയൊക്കെ പറഞ്ഞത്, കുട്ടി ഒരു ചോദ്യം ചോദിച്ചാൽ അറിയാൻ മേലെങ്കിൽ പറയുന്ന ഒരു ഫ്രീഡം, ഒരു സത്യസന്ധത. ഒക്കെ എനിക്ക് അറിയാൻ മേല, ഈ വിഷയം എനിക്ക് അറിഞ്ഞുകൂടാ. ഉള്ളതുപോലെ ഒരു തുറന്ന പുസ്തകമാണ് ഒരു നല്ലൊരു ഇവാഞ്ചലിസ്റ്റ്. 4ാമത്തെ കാര്യമാണ് കുട്ടിയെ വ്യക്തിപരമായി യുണീക്കായിട്ട് ബഹുമാനിക്കണം, ആദരിക്കണം. കുട്ടികളെ വ്യക്തിപരമായി അറിയണം എന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുന്നത്, നിങ്ങൾ 25 പേരുണ്ട്. 25 പേരും 25 വ്യക്തികളാണ്. ഞാൻ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. എന്റെ വീട്ടിൽ 4 പിള്ളേരുണ്ട്. 4 വ്യക്തിത്വങ്ങളെ ഓർമ്മയാണ്. അല്ല, സന്തോഷിന്റെ മക്കളെല്ലാം ഒരുപോലെയാണെന്ന് ഒരിക്കലും അല്ല. ഞാൻ തിരിച്ചറിയാം. 5ാമത്തെ ആള് എന്ത് ചെയ്യുന്നു? ഉറച്ച വിശ്വാസം. നമ്മുടെ അടുത്തൊരു കുട്ടി പ്രശ്നമായിട്ട് വരുമ്പോൾ ഈ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള പവർ ദൈവം നമുക്ക് തന്നിട്ടുള്ളത് കൊണ്ടാണ് ദൈവം ഈ കൊച്ചിനെ എന്ത് ചെയ്യുന്നു? നമ്മുടെ അടുക്കലേക്ക് കൊണ്ടുവന്നിരിക്കുന്നുള്ളത്. ഉറച്ച വിശ്വാസം വേണം. ഒരുപക്ഷെ വലിയൊരു കേസായിരിക്കാം, ചെറിയ കേസായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, എന്റെ അടുക്കലേക്ക് കൊച്ചു വരാൻ കാരണം എന്താ? എന്നിൽ ദൈവം ഈ കുട്ടിയുടെ ഉള്ളിൽ എന്ത് തോന്നിപ്പിച്ചു? ഈ ആന്റിയോട് പറഞ്ഞാൽ എന്റെ പ്രശ്നം സോൾവ്. അപ്പൊ ഈ ആന്റിക്ക് എന്തുകൊണ്ടായിരിക്കണം? ഈ കുഞ്ഞിനെ സഹായിക്കാനുള്ള സ്ട്രെങ്ത് ആർക്കുണ്ട്? ആന്റിക്കുണ്ട്. ആന്റിക്ക് ബോധമുണ്ടാണ്. പ്രൈസലോ, ഹല്ലേലൂയ. അടുത്തതാണ് എന്ത് ചെയ്യുന്നത്? സഹതാപം ഒഴിവാക്കി സഹായിക്കുക. പലപ്പോഴും നമ്മൾ കുട്ടികളുടെ സങ്കടങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സഹതപിക്കുക ചെയ്യുന്നത്. സഹതപിക്കുകയല്ല ചെയ്യുന്നത്. പിന്നെന്താണ്? കുട്ടിയെ സഹായിക്കുക. അടുത്തത് കുറ്റപ്പെടുത്തരുത്. കുട്ടിയെ കുറ്റപ്പെടുത്തരുത്. കുട്ടി എന്ത് തെറ്റ് കാണിച്ചാലും നമ്മുടെ അടുത്തൊരു വിഷമം വരുമ്പോൾ ഒരിക്കലും കുട്ടിയെ നമ്മൾ ആരും കുറ്റപ്പെടുത്തരുത്. അടുത്തതാണ് എന്ത് ചെയ്യുന്നു? തീരുമാനം നമ്മൾ എടുക്കുകയല്ല വേണ്ടത്, കുട്ടിയെ കൊണ്ട് എന്ത് ചെയ്യണം? തീരുമാനം എടുക്കാൻ സഹായിക്കണം, എടുപ്പിക്കണം. കുട്ടിയെ കൊണ്ട് നമ്മൾ ഡിസിഷൻ എടുപ്പിക്കണം. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു പ്രാർത്ഥന ചെയ്തതിന് ബാലൻസിങ് ആയിട്ടൊരു സ്റ്റൈൽ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ഇപ്രകാരം കുഞ്ഞുങ്ങളെ സഹായിക്കുവാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ ക്രമീകരിക്കാൻ സാധിക്കുന്ന വ്യക്തിത്വം എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എന്റെ അമ്മ മരിച്ചതിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് വെച്ചാൽ, എനിക്കിതുവരെ ഹീലിങ്ങോ ഒരു ഡെലിവറൻസ് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്റെ ഒരു അടുത്തൊരു കുട്ടി എന്ന് പറയാണ്, എന്റെ അമ്മ മരിച്ചുപോയി. ഉടനെ നമ്മൾ കൊച്ചും കരയും, ഞാനും കരയും. ഞാനും അതൊക്കെ കരയാൻ തോന്നും. ഞാൻ എന്തിനാ ഓർത്താ കരയുന്നത്? എന്റെ അമ്മ മരിച്ചതിനെ ഓർത്ത. അപ്പൊ നമ്മൾ കൊച്ചിനോട് പറയും, നിന്റെ അമ്മ മരിച്ചു, എന്റെ അമ്മ മരിച്ചു. അപ്പൊ ഈ നമ്മൾ തുല്യ ദുഃഖിതരാണ്. അപ്പൊ കുട്ടിക്ക് എന്ത് ചെയ്യുന്നു? ആകെപ്പാടെ പറഞ്ഞത് കൺഫ്യൂഷൻ, അബദ്ധം. അതല്ല, നമുക്ക് എന്തെല്ലാം വലിയ മല പോലെ പ്രശ്നമുണ്ടെങ്കിലും ശരി, നമ്മളൊരു സ്ഥലത്ത് ഇപ്പൊ ഒരു കുട്ടി, ഇപ്പൊ ഈ ആന്റിയുടെ അടുത്ത് വന്ന്
ഒരു കുട്ടിയുടെ സഹായം ചോദിച്ചാൽ നമ്മൾ മനസ്സിലാക്കുക, ഈ കുട്ടിയെ സഹായിക്കാനുള്ള കൃപ ദൈവം നമ്മളിൽ ഈ കുഞ്ഞുവിന് ചോദിക്കുന്നതിന് മുമ്പ് ദൈവം എന്ത് ചെയ്യുന്നു, നമ്മളിവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ 25 പേരുണ്ടായിരിക്കെ തന്നെ എന്നോട് തന്നെ വന്ന് ഈ കുഞ്ഞു കാര്യങ്ങൾ പറയാൻ ഇടവരുത്തിയത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഈശോയെ സഹായിക്കാം. ഹല്ലേലൂയ. ഇനിയിപ്പോ നിങ്ങളുടെ അടുത്തൊരു കുട്ടി വന്നു, ആ കുട്ടി എല്ലാവിധ തെറ്റുകൾക്കും 10 പ്രമാണങ്ങൾ ലംഘിച്ച ജീവിക്കുന്നതെങ്കിൽ പോലും കുട്ടിയെ ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്തരുത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ടാണ് കുട്ടികളോട് സംസാരിക്കുന്നത് ഒരു സെന്റൻസ് ഉപയോഗിക്കുന്നത്. എഴുതിയിടാം, കുട്ടിയോട് സംസാരിക്കണം, കുട്ടിയോട് സംസാരിക്കണം, കുട്ടിയെ കുറിച്ച് സംസാരിക്കരുത്. കുട്ടിയോട് സംസാരിക്കണം, കുട്ടിയെ കുറിച്ച് സംസാരിക്കരുത്. പിടികിട്ടിയോ? കുട്ടിയോട് നമ്മൾ സംസാരിക്കണം, കുറവെന്നല്ല, കുട്ടിയെ കുറിച്ച് നമ്മൾ സംസാരിക്കരുത്. എപ്പം നമ്മൾ കുട്ടിയെ കുറിച്ച് സംസാരിക്കുന്നു അതോടെ സംസാരം എന്ത് ചെയ്യും? ബ്രേക്കായിപ്പോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഞാനും ഈ ബദറിനെ സംസാരം, പക്ഷെ ഞാൻ ബദറിനെ കുറിച്ച് സംസാരിച്ചാലും സംഭവിക്കും, ആ സംസാരം കട്ടായി. ഇപ്പൊ ഞങ്ങൾ ഭയങ്കര സംസാരിക്കുകയാണ്. എന്ത് നല്ല ചോറായിരുന്നോ, ഞാനുണ്ട്, നീയുണ്ട്, എല്ലാം ഇവിടെ. നിന്റെ മുഖം കണ്ടിട്ട് എന്താണ് ഷേവ് ചെയ്യാൻ സമയമൊന്നും. ഇദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കും എന്ത് ചെയ്യുന്നത്, അവിടെ എന്തായി തീരും? എന്ത് സംഭവിക്കും? സംഭാഷണം അവിടെ കട്ട് ചെയ്യപ്പെടും. ഞങ്ങളുടെ വീട്ടിൽ പലപ്പോഴും, നമ്മുടെയൊക്കെ വീട്ടിൽ സംഭാഷണം കട്ട് ചെയ്യുന്ന എപ്പോഴാ? പിള്ളേർ മിണ്ടാത്തതിന്റെ കാരണം എന്താ? അവരെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട്. ഒരിക്കലും ആർക്കും ഇഷ്ടമില്ല, എനിക്ക് തോന്നുന്നില്ല, ആർക്കും ഇഷ്ടമില്ല അല്ലേ? ഒരു കുഞ്ഞുഭാവിക്കും ഇഷ്ടമില്ല, വലിയ ഭാവിക്കും ഇഷ്ടമില്ല. എന്തോ തൊഴിലാളി പറഞ്ഞിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? അല്ല, അവരെ കുറിച്ചെന്ന് പറഞ്ഞാൽ ഉദാഹരണമായിട്ട് ഇപ്പൊ ഞങ്ങളത് സംസാരിക്കുക, സംസാരിച്ച വഴിക്ക് എന്റെ മുഖിൽ പറയാ ഈ മുടി ശരിയല്ലല്ലോ, എന്നെ കുറിച്ചൊരു വാക്ക് പറഞ്ഞാൽ ഞങ്ങൾ സംഭാഷണം എന്ത് ചെയ്യും? ഇപ്പൊ ഞങ്ങൾ സംസാരിച്ച് കുറച്ചു മുമ്പ് കുട്ടികൾക്ക് എങ്ങനെ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കാം, ആ വിഷയം ഞങ്ങൾ വേണേ വൈകുന്നേരം വരെ എന്ത് ചെയ്യും? സംസാരിച്ചുകൊണ്ടിരിക്കാം, പല കാര്യം സംസാരിക്കാം. അതിന് സംസാര ഇടയിൽ ഞാൻ പറയാണ്, ചേട്ടൻ എന്ത് ചെയ്യുന്നു, ചില മീശ ഇങ്ങനെ തൂക്കി അങ്ങനെ ഞാൻ ഒരു കമന്റ് ഇദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞാൽ അതോടുകൂടി എന്ത് ചെയ്യുന്നു, ആ സബ്ജക്ട് കട്ടായി പോകും. അപ്പൊ എന്നിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഓട്ടോമാറ്റിക്കായിട്ട് ഈ വ്യക്തി എന്നിൽ നിന്ന് അകന്നു പോകും. ഞാൻ പറഞ്ഞത്, നിങ്ങളുടെ അടുക്ക് വരുന്ന കുഞ്ഞിനെ കുറിച്ച് ഒരിക്കലും സംസാരിക്കരുത്, പക്ഷെ കുഞ്ഞിനോട് എന്ത് ചെയ്യണം? ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ സംഭാഷണം വരുമല്ലോ, ഒരു ഫ്രീ ടോക്ക് വരുമല്ലോ, ആ അവരെ മാക്സിമം അവരുടെ സംഭാഷണം കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങളെ നമ്മൾ ഉദാഹരണമായിട്ട്, അത് വേറെ ഇത് ഞാൻ ഉദ്ദേശിച്ചത്. ഇപ്പൊ ഞാനും ഇപ്പൊ ഇവിടെയില്ല, ഞാൻ ചുമ്മാ എന്റെ കൊച്ചിനോട് സംസാരിക്കുമ്പോ എന്റെ അടുത്തൊരു കൊച്ചു വരുമ്പോഴും ആ കൊച്ചിനോട് ഞാൻ എന്ത് ചെയ്യണം? ഫ്രീ ആയിട്ട് ടോക്ക് ചെയ്യണം. ഞാൻ ടോക്ക് ചെയ്യുന്നിടത്ത് നീ എന്താ ലോ ജീൻസ് അല്ലല്ലോ, ലോ വേസ്റ്റ് ഇടുന്ന അങ്ങനെ ചോദിച്ചാൽ എന്ത് ചെയ്തോ? കട്ട്. പിന്നെ ഞാൻ വിട്ടത്തില്ല. ആരും ഇവിടെ എടുത്തോ? അല്ലെങ്കിൽ ഒരു ചേച്ചി വന്നിട്ട് വേണ്ടിക്കൊണ്ടിരിക്കുന്നു, ഇതന്നെ ചേച്ചി വെച്ച് നെറ്റിയാണല്ലോ, ഇതന്നെ എന്നെ പറ്റി ഇത്രയും പറഞ്ഞാൽ മതി. അതോടുകൂടി ഇന്നത്തെ ധ്യാനം പോയി, എല്ലാം പോയി. അല്ല, നമ്മുടെ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് മാക്സിമം അവളുടെ ഔട്ട്പുട്ട് കൈ കിട്ടണമെങ്കിൽ മമ്മി എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കണം. ദൈവമേ, നമുക്ക് സംഭവിക്കാൻ അറിയാവാ. ഇപ്പൊ ഉദാഹരണമായിട്ട് നമ്മുടെ മോൾ എന്നെ അടുത്ത് വന്ന് പറഞ്ഞു, മമ്മി അല്ല പപ്പ എന്നോട് പറയാണ്, എന്റെ ഒരു ആൺകുട്ടി ഐ ലവ് യു എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഓക്കെ, പിന്നെ എന്തുകൊണ്ട് മോളെ, വേറെ അതിനോട് പിന്നെ വല്ലതും പറഞ്ഞോ? ഇല്ല. നീ എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല. ഓക്കെ, അപ്പൊ അവള് പിന്നെ പറഞ്ഞോണ്ടിരിക്കും.
അതിനുശേഷം അന്നേരം ഞാൻ പറയാം, ഞാൻ ഓർത്തത് എപ്പോഴാ ഇങ്ങനത്തെ ഒരു വാക്ക് അത്രയും പറഞ്ഞോ. അതുകൊണ്ട് അവളുടെ സംഭാഷണം എന്ത് ചെയ്യും കണ്ട. അതുകൊണ്ടാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, പ്രേമിച്ച് കെട്ടിയിട്ടുണ്ടെങ്കിൽ കെട്ടുന്നതിന് മുമ്പ് വരെ സംസാരിച്ചാലും തീരെയല്ല. ശ്രദ്ധിച്ചു, ആരെ വേണേൽ ശ്രദ്ധിച്ചോ, ഒരു ഫോണിനോട് കൊടുത്ത് രണ്ടുപേരും SMS വിടുന്നു, തിരിച്ചു വിടുന്നു, വിടുന്നു, ഇങ്ങനെ വെട്ടിക്കൊണ്ട് കെട്ടിക്കഴിഞ്ഞോ 2 ദിവസം കൊണ്ട് സംഭാഷണം കട്ടായി പോകും. കാരണം എന്താ, അതുവരെയും ഞാനിപ്പോ ലിഷയെ പ്രേമിച്ച് കല്യാണം കഴിച്ചാണെങ്കിൽ ഞാൻ ചായ കുടിക്കുമ്പോൾ ഒന്നും പ്രേമിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, ഒരിക്കൽ പോലും അവളുടെ ഒരു കുറവും ഒന്നും പറയത്തില്ല. അവള് സ്വർഗത്തിൽ പോകാന്ന് പറഞ്ഞ് ഞാനും എന്ത് ചെയ്യുന്നു, യൂറോപ്പിൽ പോകണം, കല്യാണം കഴിച്ചൊക്കെ പോയൊക്കെ മനസ്സിലാ. അപ്പോ പക്ഷെ കെട്ടിക്കഴിഞ്ഞ അവള് പറയാണ്, പറഞ്ഞില്ലേ സ്വർഗം നമുക്ക് സിംഗപ്പൂര് പറയാം, നീ വീട്ടിൽ തന്നെ കൊണ്ടുവന്നത് എന്തോ നമ്മൾ അറിയാതെ നമുക്ക് ആരോട് വേണമെങ്കിൽ സംസാരിച്ചോ, ഇങ്ങനത്തെ വിഷയത്തെ കുറിച്ച് നിങ്ങൾ അയാളെ കുറിച്ച് സംസാരിച്ചോ അന്നേരം കട്ടായി പോകുന്ന കാണാം. ഫോണിൽ കൂടെ സംസാരിച്ചോ. അപ്പൊ നമ്മൾ ഉദ്ദേശിക്കാം, നമുക്ക് എന്താ കുഴപ്പമെന്നറിയാം, ഈ കുട്ടിയുടെ ഉള്ളിലിരിക്കുന്ന സാധനങ്ങളൊന്നും ഇവിടെ കിട്ടത്തില്ല. മമ്മിക്കും പപ്പായ്ക്കും മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പറയാം, രണ്ടാമത്തെ മോള് തൃശ്ശൂർ കെട്ടിക്കരുതെന്ന് പറഞ്ഞു, അല്ലെ കൈവസം പറഞ്ഞു. അവള് പറഞ്ഞു ഓക്കെ നമുക്ക് ശ്രദ്ധിക്കാന്ന് പറഞ്ഞു. അതിന് പോലെ എന്ത് ചെയ്യുന്നു, വേറെ അവളെ കട്ട് ചെയ്യുന്നൊരു കാര്യം പറയുവാണെങ്കിൽ പിന്നെ ചെയ്യുന്നു, നാളെ അവള് പറയുന്നില്ല, ഇപ്പൊ എന്ത് ചെയ്യുന്നു, തൃശ്ശൂർക്ക് തന്നെ വിടാൻ പറ്റുമെങ്കിൽ വിടണമെന്നായിരിക്കാം പറയുന്നത്. അപ്പൊ ഇതേപോലെയുള്ള ഇൻപുട്ട് നമുക്ക് പുറത്തോട്ട് വരണമെങ്കിൽ എന്ത് ചെയ്യണം, കുട്ടികളോട് സംസാരിക്കണം. പക്ഷെ കുട്ടിയെ കുറിച്ച് സംസാരിക്കാൻ പാടില്ല. അത് പറയാം നമുക്ക്. പക്ഷെ നമുക്ക് എപ്പോഴും സംഭവിക്കുന്ന അറിയാവോ, നമ്മളിങ്ങനെ അറിയാതെ എന്ത് ചെയ്യും, ഒരൊറ്റ കുത്തു കുത്തും. ആ കുത്തലിൽ എന്ത് ചെയ്യുന്നു, കുട്ടി നമ്മളിൽ നിന്ന് അത്. ഇപ്പൊ ഞാൻ പറയും, ഇത് നിങ്ങളൊരു ശൈലിയായിട്ട് എടുക്കുമ്പോൾ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ എന്ത് ചെയ്യുന്നു മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പൊ കാറിൽ പോകുമ്പോൾ ഓരോ വിഷയത്തെ കുറിച്ച് എന്ത് ചെയ്യുന്നു, ആ കുട്ടിക്ക് അറിയാവുന്ന കാര്യങ്ങളെ ഒരു പൊട്ട ചോദിക്കുന്നത്, പൊട്ട ചോദ്യം ചോദിക്കും, നീ എന്താണ് പൊട്ട ചോദ്യം, നിനക്ക് 8ാം ക്ലാസ്സിലായിട്ട് നിനക്ക് ഇതൊന്നും മനസ്സിലായില്ല, ഒരിക്കലും പറയരുത്. മറിച്ച് കുട്ടിയെ മനസ്സിലാക്കി, കുട്ടിക്ക് ഇതൊന്നും അറിയത്തില്ലെന്ന്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, അതിന് പറ്റുന്ന കാര്യം കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം. അല്ലെ, പലയിടത്തും ഭാര്യമാരെന്ത് ചെയ്യും, ചേട്ടന്മാർ സംസാരിക്കാൻ തന്നെ ചേട്ടാ ഇത് ബാങ്കിൽ എന്താ ചെയ്യേണ്ടത് നിനക്കറിയാമേ, പിന്നെ നീ എന്നെ എത്രയും പഠിച്ചത്, ഇത്രയും ചോദിച്ചാൽ പിന്നെ എന്ത് ചെയ്യുന്നു, പിന്നെ ചേച്ചി എന്തെങ്കിലും ചോദിക്കുവോ ഇല്ല. പിന്നെ ആര് സഹായം തേടും, ചേട്ടൻ സഹായിക്കേണ്ടടുത്ത് മൂത്ത മകൻ അല്ലെ സഹായിക്കാൻ വരുന്നു. അവൻ ചിലപ്പോ മമ്മിയെ പറ്റിച്ചോണ്ട് കാശം കൊണ്ട് പോകും. അല്ലേ ലുയാ? ഇപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ അറിയാൻ പറയപ്പെട്ടവരെ, നിങ്ങളിപ്പോ പ്രേ ഗ്രൂപ്പിലാണെങ്കിൽ എല്ലായിടത്തും ഇപ്പൊ നമുക്ക് ഈ രണ്ടുപേരും നമ്മൾ സംഭാഷണം വർദ്ധിക്കും തോറും എന്താ പുതിയ ആശയങ്ങൾ കയറി വരുക. ഇപ്പൊ ഞങ്ങൾ നമ്മൾ സംസാരിച്ചു, ബുക്കുണ്ട് കാര്യങ്ങൾ ചോദിച്ചു. അപ്പൊ സംസാരിക്കും തോറും എന്താ എന്റെ ഉള്ളിൽ കിടക്കുന്ന ഇൻപുട്ട് അങ്ങോട്ട് പോകുന്നു, അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള ഇൻപുട്ട് ഇങ്ങോട്ട് വരുന്നു. ചിലപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോഴായിരിക്കും പുതിയൊരു ആശയം എന്ത് ചെയ്യുന്നു ഉരുത്തിരിഞ്ഞ് വരാനായിട്ട് സഹായിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ പ്രേ ഗ്രൂപ്പില് ഏതൊരു കുട്ടി വരുമ്പോഴും കുട്ടിയോട് എന്ത് ചെയ്യണം, തുറന്ന്. ഇപ്പൊ മേൽക്കുടി ചേച്ചി വരുമ്പോൾ നിങ്ങളുടെ കുഞ്ഞു മക്കൾ പോലും 1 മണിക്കൂറൊക്കെ കൗൺസിലിംഗ് നടത്തുന്നുണ്ട്. അവരെന്നെ ഈ മാത്രം പറയുന്നത് എന്തായിരിക്കാം പറയുന്നത്, നിങ്ങളോട് പറയേണ്ട കാര്യമാണ് ആരോട് പറയുന്നത്, ചേച്ചിയോട് പറയുന്നത്. ചേച്ചി എന്ത് ചെയ്യുന്നു, എല്ലാം കേൾക്കുന്നു. എന്താ ചോദിക്കുന്നു, എന്തെങ്കിലും വേറെ വിഷമമുണ്ട്, ഇതുമായിട്ട് എന്താ അങ്ങനെ ചോദിക്കുന്നു. നമ്മളെന്ത് ചെയ്യുന്നു, നീ ഇത് പറഞ്ഞുകൊണ്ട് വരല്ല, നീ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്കിപ്പോഴേ മനസ്സിലായി. നമ്മൾ അറിയാതെ പറയുന്ന മനസ്സിലായി, ഈ പണി കൊണ്ട് ഇവിടെയൊന്നും നടക്കുകയില്ല. കുട്ടി ചിലപ്പോൾ വേറൊരു കാര്യം പറയാനായിട്ട് വന്നത്, പക്ഷെ മമ്മി എന്ത് ചെയ്യുന്നു, മുൻവിധിയോടുകൂടി അതിനെ കട്ട് ചെയ്യുന്നു. ഒരു ആരോഗ്യപരമായിട്ട് രീതിയിൽ കുഞ്ഞുങ്ങളോടൊത്ത്. അതിലാണ് നമ്മൾ ഈ ഇംഗ്ലീഷ് പീപ്പിളൊക്കെ ഉണ്ട്, അവരെ കണ്ടാൽ അവർ കുട്ടികളോട് എന്ത് ചെയ്യുന്നു, വളരെ ഫ്രീ ആയിട്ട് ടോക്ക് ചെയ്യുന്നു. അവരൊരിക്കലും അങ്ങനെ കട്ട് ചെയ്ത് സംസാരിക്കത്തില്ല. എന്ത് വേണമെങ്കിലും അവർക്ക് പറയാം. അപ്പനും പറയുന്നു, കൊച്ചും പറയുന്നു, എല്ലാം പറയുന്നു.
അവർ ഫ്രീ ആണ് ആ കാര്യത്തിൽ. പക്ഷെ അവസാനം ഡിസിഷൻ ഉണ്ട്. അവർ പല ഓരോ വീടിന്റെ സാഹചര്യം വ്യത്യസ്തമാണ്. പക്ഷെ നമുക്ക്, ഞാൻ പറഞ്ഞത്, നമ്മുടെ ഫാമിലി എന്ത് ചെയ്യുന്ന, നമ്മുടെ കുഞ്ഞുങ്ങളെ വയ്ക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, ദൈവമേ നന്ദി. ഓക്കെ, നമുക്ക് വേറെ എന്തെങ്കിലും പൊതുവായിട്ട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത കാര്യത്തിൽ പ്രാർത്ഥനയിലേക്ക് നമുക്ക് 4 മണിയാകുമ്പോൾ നമ്മുടെ സെക്ഷൻ തീരും. പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ട് പ്രാർത്ഥിച്ച് പുതിയൊരു കോർ ടീമിനെയൊക്കെ നമുക്ക് എടുക്കണം. ഓക്കെ, കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങളെ പഠിപ്പിച്ചു. ഇതൊന്നും നിങ്ങൾ അതേപടി പോയി അപ്ലൈ ചെയ്യരുത്. ഒരു സിലബസ് ഉണ്ടാക്കി ഒരു വിഷയം, ആ വിഷയത്തോട് ചേരുന്ന, അല്ലെങ്കിൽ അടുത്ത പ്രയർ ഗ്രൂപ്പിൽ എന്ത് ഈ കളി ഒരാളെ കളി കേട്ടിട്ട് 1000 വാക്ക് ഓ സ്വത്രം മറ്റൊക്കെ അടുത്ത് എന്ത് ചെയ്യുന്നു, ഇന്ന കളി കളിക്കുന്നു. ഓക്കെ, വെരി ഗുഡ്. അങ്ങനെ ഒരു ദിവസം കൊണ്ട് എന്ത് ചെയ്യുന്നു മൊത്തം. അപ്പോഴായിരിക്കും വേറെ ചേട്ടൻ എന്ത് ചെയ്യുന്നു, ഒരു ബൈബിൾ ഗെയിം ഒക്കെ ആയിട്ട് വലിയ തിയറി ഒക്കെ ആയിട്ട് സ്പിരിച്വൽ ടോക്ക് 20 മിനിറ്റ് എല്ലാം ഒരുങ്ങി വരുന്നു. അപ്പൊ പിള്ളേർ പറയും, ചേട്ടാ ഈ കളി, അതുകൊണ്ട് ചേട്ടന്റെ ഗ്യാസ് അത് വരരുത്. അപ്പൊ നിങ്ങൾ ഇതേപോലെ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം, തനിയെ കണ്ടുപിടിക്കണം. ഇഷ്ടംപോലെ സാധനങ്ങൾ ഈ നമ്പർ വെച്ചുള്ളതുകൊണ്ട്. അപ്പൊ നമ്മുടെ എന്തിനേയും നിങ്ങൾ എന്ത് ചെയ്യണം, മാമോദിസ മുഖ്യം എന്ത് ചെയ്യണം, യേശുക്രിസ്തുവിലേക്ക് കുട്ടികളെ നയിക്കണം. ജസ്റ്റ് മാമോദിസ മുഖ്യം അത് തന്നെ. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ കുറച്ചു പേരെങ്കിലും 2-3 പേരെങ്കിലും സിംഗപ്പൂരിനായിട്ടുകൊണ്ട് മാറിയാൽ, പ്രാർത്ഥിച്ചാൽ, നിങ്ങൾക്ക് ഓരോന്ന് എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ കുട്ടികൾക്ക് പറ്റുന്ന രീതിയിൽ ദൈവം വെളിപ്പെടുത്തി തരും. വിശ്വസിക്കുന്നുവോ? ഒപ്പിവിടെ ഇതൊന്നും നമ്മളെ ആരെയും പഠിപ്പിച്ചതല്ല. നമ്മൾ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ വഴി കൂടെ പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, കണ്ടും കേട്ടും പഠിപ്പിച്ചാണ്. ഇപ്പൊ നിങ്ങൾ ആത്മാവ് വന്നു, ആത്മാക്കളെ നേടാൻ എന്ത് ചെയ്യുന്നു, അൽഫോൺസാമ എടുത്ത് പോയവരെല്ലാം മാറാൻ പറയും. നമ്മൾ ഈ കഴിഞ്ഞ ആളെ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ അവിടുത്തെ ഒരു ക്യാമ്പ് ലീഡർ പറഞ്ഞാണ്, കാറ്റ് വന്നു, കൊടുങ്കാറ്റടിച്ചു, എന്ത് ചെയ്യുന്നു, വെള്ളമുടിയുള്ളവരെല്ലാം മാറട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴേന്ന് ഓർത്തേടാ ഇത് കൊള്ളാമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിച്ചു, ഈശോ ഇത് എന്ത് ചെയ്യാൻ പറ്റും, കാറ്റ് വന്ന് കൊടുങ്കാറ്റ് അടിച്ചു. കുട്ടികൾക്ക് ഇതിന്റെ ആവശ്യമൊന്നും അല്ലാതെ തന്നെ കൊടുങ്കാറ്റ് പിള്ളേർക്ക് അടിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഗ്രൂപ്പിൽ അങ്ങനെ ചെയ്യാം. അപ്പോഴാണ് ആത്മാവ് വന്നു, ആത്മാക്കളെ നേടാൻ വിശുദ്ധരുടെ അടുത്ത് പോയിട്ടുള്ളവർ പ്രാർത്ഥിച്ചവർ സ്ഥലം മാറട്ടെ, എഴുന്നേൽക്കട്ടെ, ചേഞ്ച് ചെയ്യട്ടെ. അപ്പോഴെന്ത് ചെയ്യുന്നു, അത് ആ ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ വാക്കിങ്ങനെ വരില്ല. ആത്മാവ് വരുന്നത് ആരെ നേടാനാ? ആത്മാവ് നേടാൻ. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. എന്തൊക്കെ ചോദിക്കാം. നമുക്ക് പൊതുവായിട്ട് നമ്മൾ സാറിന് 10 ദിവസമാണ് ട്രെയിനിങ് പ്രോഗ്രാം ഒക്കെ നടത്തുന്നത്. അത് നമ്മുടെ പ്രീച്ചിങ് പ്രാക്ടീസ് ഒന്നും പോകാത്തത്. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ പ്രീച്ചിങ് പ്രാക്ടീസ് നടത്തിയായിരുന്നു. അതിന് പങ്കെടുത്തവർ കൈവർത്തിക്കുക. സമയം കിട്ടിയില്ല നിങ്ങളെ കാണാനും. നിങ്ങളുടെ നോട്ട്സ് അല്ല, നോട്ടൊക്കെ തയ്യാറാക്കിയ 10 രീതിയിലൊക്കെ. അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാതിരുന്നത്. അന്ന് പറഞ്ഞായിരുന്നു ഇതിന്റെ ക്ലാസ് എടുക്കുന്ന രീതിയെ. ഓക്കെ, 12 തയ്യാറാക്കിയായിരുന്നോ? നോട്ട്സ് വാങ്ങിച്ചായിരുന്നു. ചെയ്യായിരുന്നോ? പ്രാക്ടീസ് ചെയ്യുവാണെങ്കിൽ നല്ല ഗിഫ്റ്റ് ഓഫ് പ്രീച്ചിങ് എന്ന് പറഞ്ഞ വരങ്ങൾ ജ്വലിച്ചു വരും. അത് ഒത്തിരി നിങ്ങളെ എന്ത് ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ വലിയവരെ നമ്മൾ ആ വിഷയം തൊട്ടില്ല, മറ്റൊന്നുകൊണ്ടല്ല, നമ്മൾ അന്ന് 3 ദിവസം എടുത്തുകൊണ്ടാണ്. ഇപ്പൊ കുട്ടികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ചിലപ്പോഴൊക്കെ ഇവർ തമ്മിൽ ചിലപ്പോഴൊക്കെ തമ്മിൽ ഫൈറ്റ്. അപ്പോ പലപ്പോഴും ഈ ഇളയാണ് കുറച്ചുള്ള ഒരു ആക്ടിവിറ്റി വശമായിട്ട് ഞാൻ പലപ്പോഴും അയാളെ ഫേവർ ചെയ്യുന്നൊന്നുമില്ല. അല്ല, എനിക്കെല്ലാവരും ഒരുപോലെ. പക്ഷെ ഈ എന്തെങ്കിലും ഫിസിക്കലൊക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇളയാൾ എപ്പോഴും ഐസൊലേറ്റഡ് ആവും. മൂത്തവര് കുറച്ചുകൂടി ഫിസിക്കലി സ്ട്രോങ് ആണ്. അപ്പോഴത്തേക്ക് ഞാൻ ഇയാളെ പ്രത്യേക രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മൂത്തവർക്ക് സഹിക്കാൻ പറ്റും. അവരോടനെ പറയും, ചാച്ച എപ്പോഴും അവളെ അവളുടെ ഫേവർ ചെയ്യും, അവൾ പറയാനാണ്. അപ്പൊ ചിലപ്പോഴൊക്കെ നമ്മൾ ഒരു ഹെൽപ്ലെസ് കണ്ടീഷൻ, അതായത് ശരിയല്ല, മൂത്തയാളെന്ന രീതിയിൽ ശരിയല്ല, അല്ലെ എന്റെ മോനെന്ന രീതിയിൽ ശരിയല്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ നമ്മൾ അങ്ങനെ ഹാൻഡിൽ ചെയ്യും. നമ്മൾ ഇന്നലെ അത് പറഞ്ഞായിരുന്നു അല്ലെ. നമ്മള് എപ്പോഴും നമ്മുടെ വീട്ടില് മൂത്ത കുട്ടിയുടെ സ്ഥാനം ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. മൂത്ത കുട്ടിയുടെ സംരക്ഷണയിൽ വേണം ഇളയ കുട്ടികള്
വളരാനായിട്ടുള്ള ട്രെയിനിങ് ജനിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കുന്നതിന്റെ ഭാഗമാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. എന്ത് ചെയ്യണം, കാറിൽ യാത്ര ചെയ്യുമ്പോൾ മൂത്ത കുട്ടി എപ്പോഴും മുൻ സീറ്റിൽ തന്നെ ഇരുത്തണം. ബാക്ക് സീറ്റിൽ അമ്മയില്ലെങ്കിൽ ഓക്കെ, അമ്മയില്ലെങ്കിൽ മൂത്ത കുട്ടിയെ മാത്രമേ ഇരുത്താവുള്ളൂ. ഇളയ മൂന്നാമത്തെ കുട്ടിയുണ്ടെങ്കിൽ 2 ചേച്ചിമാരെ നടുക്കേ ആ കൊച്ചിനെ ഇരുത്താവുള്ളൂ. കാരണം കുട്ടി ചെറുപ്പത്തിൽ എന്ത് ചെയ്യണം, സംരക്ഷണത വേണം. അങ്ങനെ പഠിപ്പിച്ചാല് അവര് ഇനി ചെറിയ വഴക്കൊക്കെ ഉണ്ടാകുന്ന സ്വാഭാവികം, അത് കുട്ടിത്വത്തിന്റെ ഭാഗം. നമുക്കൊരിക്കലും അത് ഒന്നുമില്ലെന്നല്ല. അപ്പൊ അവർക്ക് എന്ത് ചെയ്യുന്നു, അങ്ങനെയാണ് അവർ തോൽക്കാനും ജയിക്കാനും പഠിക്കുന്നത്. ചില കുട്ടികൾ തോൽക്കാനും പഠിക്കണം, ജയിക്കാനും പഠിക്കണം. അപ്പൊ നമുക്ക് അവർക്ക് എപ്പോഴും മനസ്സിലാകും, ചേട്ടായെ ബഹുമാനിക്കാതിരിക്കുക ചെയ്താലേ ഉള്ളൂ അവരുടെ ആവശ്യങ്ങൾക്ക്. അതുകൊണ്ട് ഏതെങ്കിലും ഗിഫ്റ്റ് വാങ്ങിച്ചോ ഭക്ഷണം വാങ്ങിച്ചാലും ഇളയ കുട്ടിക്കാണ് വാങ്ങിച്ചെങ്കിൽ പോലും കൊടുക്കേണ്ട ആരുടെ കയ്യില, മൂത്ത കുട്ടിയുടെ കയ്യില. മൂത്ത കുട്ടി വേണം എന്ത് ചെയ്യുന്നു, അവനുള്ള ഭാഗം കൊടുക്കാം. അപ്പൊ നമ്മള് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും, ചെറുപ്പത്തിൽ തന്നെ ചേട്ടാ ചേച്ചിന്ന് എത്തുക, അവിടെ അവർ വിളിക്കും ഓട്ടോമാറ്റിക്കായിട്ട്. നമ്മുടെ പണ്ട് അങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നു. പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ആഹാരം വിളമ്പും പോലും എന്ത് ചെയ്യുന്ന, ആദ്യം വിളമ്പുന്ന ആരുടെ പ്ലേറ്റില്ല, മൂത്ത കുട്ടിയുടെ അല്ലെങ്കിൽ അപ്പന്റെ പ്ലേറ്റില്. അതിനുശേഷം വല്യപ്പച്ചനുണ്ട്, വല്യപ്പച്ചൻ ഏറ്റവും അവസാനമുള്ള ഇളയ കുട്ടിയുടെ പ്ലേറ്റിൽ വിളമ്പുമ്പോൾ ഒരു കോഴിയെ കൊന്നാലും മൂത്ത കുട്ടിക്കാണ് ഫസ്റ്റ് പ്രിഫറൻസ്. അപ്പനുണ്ടെങ്കിൽ അപ്പനാണ് കോഴിക്കാല് കൊടുക്കുന്നത്. എന്നിട്ട് അപ്പൻ എന്ത് ചെയ്യുന്നു, വേറെ എല്ലാം കൊടുക്കണേ കൊടുക്കും, അങ്ങനെ ചെയ്യുന്നത്. പക്ഷെ ഇന്നിപ്പോ ചന്തും കരളും കഴുത്തും ആർക്കാ, മക്കൾക്കല്ല, അപ്പനെ കൊടുക്കുന്നു. നല്ല ഭാഗം എല്ലാവരും കൊണ്ടുവന്നു. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അങ്ങനെ ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്നറിയാം. നിങ്ങൾ ചോദിക്കുക എന്താ കുഴപ്പമെന്ന്, മറ്റൊന്നുമല്ല, കുട്ടിക്ക് ആ സിസ്റ്റം എന്ത് ചെയ്യുന്നു. അപ്പൊ പ്രായമുള്ളവരൊക്കെ ബഹുമാനിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കുട്ടികളോടൊക്കെ പ്രായമുള്ളവരൊക്കെ വരുമ്പോൾ എഴുന്നേക്കെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ക്യാമ്പസിലെ കുട്ടികൾ ചോദിക്കുന്നത്, അതിന് ദേശീയഗാനമാണ് എഴുന്നേക്കാനാണ്. കാരണം അവര് എന്തിനാ, ദേശീയഗാനം മാത്രമേ എഴുന്നേക്കാൻ പാടുള്ളൂ, ബാക്കിയൊക്കെ എന്റെ നമ്മുടെ ഈ സാധനം ഉണ്ട്, അത് കൃത്യതയോടെ പോവാമെങ്കിൽ ശകുട്ടി. പിന്നെ അതിപ്പോ നമുക്ക് ഇപ്പം കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം നമ്മളിപ്പോ ഒരു മൊബൈൽ ഫോൺ വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞാലും എല്ലാ ടെക്നോളജി അതിനകത്ത് നെറ്റും മറ്റും അതെല്ലാം വേണം. പിന്നെ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാല് നമ്മളിപ്പോ നാട്ടിലൊക്കെ ആണെങ്കിൽ ഔദ്യോഗികമായിട്ട് നിരോധിച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് കൂടെ അത് പറഞ്ഞു നിർക്കാം. ഇവിടെ ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിരോധനമൊന്നുമില്ലല്ലോ. എന്തോ NS വരെ. അപ്പൊ നമ്മുടെ കുട്ടി ഈ ലോകത്ത്, പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അത് വിവേകത്തോടെ ഉപയോഗിക്കാൻ കുട്ടിയെ പരിശീലിപ്പിക്കാണ്. എത്ര ഇവനെ മാറ്റി നിർത്തിയാലും ഇവന്റെ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഇവൻ എന്ത് ചെയ്യുന്നു, ആ കൂട്ടുകാരനെ വാങ്ങിച്ച് ഉപയോഗിക്കും. അത് പരിധി നമുക്കൊന്നുമില്ല. പഴയ പിള്ളേർക്കെല്ലാം ഉണ്ട്, ഏറ്റവും ലേറ്റസ്റ്റ്, ഏറ്റവും ക്യാമറ. ഒരു ഉപകാരവും ഇല്ല ക്യാമറ എടുത്ത്. അടുത്ത ഫോൺ ഇത് വരുമ്പോ ഇവരെന്ത് ചെയ്ത് വിട്ടിട്ട് ഇതൊക്കെ സാധ്യതകളാണ്. ഇത് വിവേകത്തോടെ ഉപയോഗിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, പഠിപ്പിക്കാന്നുള്ളു, വേറെ ഒന്നും ചെയ്യാനില്ല. കാരണം ലോകം അത്രമാത്രം. ഇപ്പൊ നമ്മുടെ നാട്ടിലാണെങ്കിലും കുട്ടികളോട് ഇത് ഉപയോഗിക്കാൻ ഇതിന്റെ പേരിൽ കുറച്ചാളൊക്കെ എന്ത് ചെയ്യാണ്, കുട്ടികളെ സംബന്ധിച്ചോളം അവർ ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ നമുക്ക് ഇന്നലെയൊക്കെ പറഞ്ഞതുപോലെ ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു ജീവിത ഒരു വ്യക്തത ഉണ്ടെങ്കിൽ കുട്ടി എപ്പോഴും മൂവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്ന ഒരു പ്രത്യേകത കാണും. എന്തൊക്കെ ഉപയോഗിക്കുമ്പോൾ കാണുമ്പോൾ ഇത് മതി. അതുകൊണ്ടാണ് നമ്മുടെ കുടുംബത്തിലൊക്കെ ചെറുപ്പത്തിൽ തന്നെ എന്ത് ചെയ്യുന്നു, കുടുംബത്തിൽ നമ്മൾ അനുഭവിക്കുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ആരോട് പറയണം, മക്കളോട് പറയണമെന്ന് പറയുന്നത്. മക്കൾക്കൊന്നും ചെയ്യാനില്ല, മക്കൾ ഇന്നൊരു ആവശ്യമുണ്ട്, അല്ലെ പ്രാർത്ഥിക്കണം. ഇപ്പൊ നമ്മുടെ കുഞ്ഞുങ്ങള്, നമുക്ക് 4ാമത്തെ കുട്ടിക്ക് ഒരു സർജറി ഉണ്ടായിരുന്നു, അതുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പത്തിക ആവശ്യമുണ്ട്. ഇപ്പൊ എല്ലാവരും പറയും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ പൈസ കിട്ടുന്നതൊക്കെ മാറ്റി വെക്കണം. അപ്പൊ അവരെന്ത് ചെയ്തു, വലിയൊരു കുട വാങ്ങിക്കുന്നതിന് പകരം അവർ തന്നെ ഈ 50 രൂപ മിച്ചം കേട്ടു 50 രൂപ കൊടുത്തു വെച്ചു, കുടയ്ക്കകത്ത് ഇടുന്നു. വലിയ പൈസയൊന്നുമില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവരെ കൊണ്ട് അത് പരിശീലിപ്പിക്കുകയാണ്. ഒരാവശ്യം വരുന്നു, നമുക്ക് നമ്മള്
നമുക്ക് ഇന്ന പോലെ പപ്പായ്ക്ക് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ മമ്മിക്ക് ബുദ്ധിമുട്ടുണ്ട്, അതെന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ അവര് പലതും വേണ്ട എന്ന് വെച്ച് അവർക്ക് ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മുടെ ഓരോ വീട്ടിന്റെയും ഞാൻ ചെയ്ത പോലെ ഒരിക്കലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയില്ല. നിങ്ങളുടെ വീട്ടിൽ പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് ചില ഗ്രൂപ്പൊക്കെ ചെയ്യുന്നത്. ദുബായിലൊക്കെ ഒരു ഗ്രൂപ്പുണ്ട്. അവരെന്ത് ചെയ്തു, അവരുടെ കുട്ടികളെല്ലാം ഇതുപോലെ ആഫ്രിക്കൻ മിഷന് വേണ്ടി എന്ത് ചെയ്യുന്നു പൈസ, അപ്പൊ അവർക്കിടുന്ന പോക്കറ്റ് മണി എല്ലാം ഒരു ഭാഗം എന്ത് ചെയ്യുന്നു കൊടുക്ക വെച്ചിരിക്കുകയാണ്. കൊടുക്ക വെക്കും. അവരാണ് 2 പ്രാവശ്യം മേൽക്കുടി ചേച്ചിക്ക് ആഫ്രിക്കയിൽ പോകാൻ ടിക്കറ്റ് ഒക്കെ കുട്ടികള് സ്പോൺസർ ചെയ്തു. അപ്പൊ അവർ KFC പോകുന്നതിന് പകരം ആ പൈസ എന്ത് ചെയ്യുന്നു അതിനകത്ത് ഇടുന്നു. അപ്പൊ ആ കുട്ടികൾക്ക് വലിയൊരിതാണ്. ഞങ്ങൾ 10 പേര് കൂടി എന്ത് ചെയ്തു, ആരെ മേൽക്കുടി ചേച്ചി ആഫ്രിക്കയ്ക്ക് വിട്ടുന്നത് ഒന്നുമില്ല, അവര് മമ്മി പപ്പയാണ് ബാക്കി ചെയ്തത്. പക്ഷെ ഇവരെന്ത് ചെയ്യുന്നു, മമ്മിക്ക് പപ്പയൊക്കെ സ്വന്തമാണ്. കിട്ടുന്ന പോക്കറ്റ് മണിയിൽ ഒരു ഭാഗം എപ്പോഴും എന്ത് ചെയ്യും ഈ കുടിക്കകത്ത് വീഴും. അപ്പൊ ഒത്തിരി ദൂർത്ത് എന്ത് ചെയ്യുന്നു ഒഴിവാക്കാൻ സാധിക്കും. ഇവിടുന്നൊക്കെ ചിലർ വരുന്നവരുണ്ട്. നാട്ടിൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു, ചില കുട്ടികൾ ഓഫനേജുകളൊക്കെ സന്ദർശിക്കും. ഗൾഫിലൊക്കെ വരുന്നവരുണ്ട്. അവരെന്ത് ചെയ്യുന്നു, തിരിച്ചു ചെന്നിട്ട് ഈ കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യുന്നു ഡ്രസ്സുകളൊക്കെ കളക്ട് ചെയ്യിക്കും. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു ആരെങ്കിലും ഒക്കെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു കയറ്റി വീടും. അവിടെ എല്ലാവർക്കും കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട് പല രീതിയിൽ. അത് കുട്ടികളെ എന്ത് ചെയ്യുന്നു ചില കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അതിനുശേഷം അത് പ്രായോഗികമാക്കാൻ വേണ്ടി നമുക്കറിയാം. തൃശ്ശൂരൊക്കെ ഉണ്ട് ചില കുട്ടികൾ തന്നെയാണ് സ്കൂൾ യൂണിഫോം എന്ത് ചെയ്യുന്നു ഒരുമിച്ച് കളക്ട് ചെയ്യും, ഉപയോഗിക്കാത്തല്ല. ഇതെല്ലാം വൃത്തിയായിട്ട് അടുക്കി വെച്ചിട്ട് ഈ നോർത്ത് ഇന്ത്യയിൽ ഏതെങ്കിലും എന്ത് ചെയ്യുന്നു ഓഫനേജുകൾക്ക് അത് അയച്ചു കൊടുക്കും ആളുവഴി. അപ്പോഴെന്താ ഓഫനേജിലെല്ലാം ഒറ്റ യൂണിഫോം വരും. അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും പിള്ളേരൊക്കെ ഉണ്ട്. ഇത് ഏതൊരു കാര്യവും ഞാൻ പറയില്ല, സ്പിരിച്വൽ വ്യൂ പറയുന്നു, അതിന്റെ മാനസിക തലം പറഞ്ഞിട്ട് പ്രാക്ടിക്കൽ വ്യൂ പറഞ്ഞു കൊടുത്താൽ കുറെ കുട്ടികൾ, എല്ലാ കുട്ടികളല്ല കുറെ കുട്ടികളെങ്കിലും കയറി വരും. ഓക്കെ, വേറെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്ന, നിങ്ങൾ പ്രേ ഗ്രൂപ്പ് നടത്തുന്ന വേറെ ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ ചെയ്യാൻ, അല്ലെങ്കിൽ പ്രാർത്ഥിപ്പിക്കാൻ നിങ്ങൾ ബുദ്ധിമുട്ട് അങ്ങനെ വല്ലതും ഉണ്ടോ? അത് നിങ്ങൾ ഇതൊക്കെ വെച്ച് ആഡ് ചെയ്ത് നിങ്ങളുടെ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ട രീതിയിലോട്ട് ഈ സാധനം എന്ത് ചെയ്യാം. ഉദാഹരണമായിട്ട് നമ്മളൊക്കെ ചെറുപ്പത്തിൽ അവിയൽ കഴിച്ചു, പച്ചക്കറി എല്ലാം കൂടെ കൂട്ടി വേവിച്ച് കഴിച്ചു. അത് തന്നെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ ബർഗറായിട്ട് കഴിക്കുന്നത്. സത്യമല്ലേ? അല്ല, പച്ചക്കറി എല്ലാം കൂടെ അടുക്കി അതിന് മുകളിൽ താഴെ എന്ത് ചെയ്തോ അല്ലേ? ശരിക്കും എനിക്ക് ശരിയല്ലേ? വെജിറ്റബിൾ ആണെങ്കിൽ കംപ്ലീറ്റ് വിലയാണ്. പച്ച കളറ് നമ്മൾ വേവിച്ച് കഴിച്ചു. ഇവരങ്ങൾ എന്ത് ചെയ്തു, പച്ചയോട് കൂടി ക്യാരറ്റ് എല്ലാം കൂടെ കടുവറ മൃഗങ്ങൾ കഴിക്കുന്ന പോലെ കഴിക്കുന്നത്. നമ്മൾ അവിയൽ കഴിച്ചതിന് അതേ എഫക്റ്റ് ആണ് എന്ത് ബർഗർ അല്ലെങ്കിൽ ആ സാധനം കഴിക്കുമ്പോ. എന്തോ ഞാൻ പറഞ്ഞത് അല്ല, പച്ചയോടുകൂടി കഴിക്കാനല്ല ഞാൻ പറഞ്ഞത്. വെജിറ്റബിൾ അല്ല അല്ല, ഒരു സാധനം ചേർത്ത് ഒരു ഭംഗിയാക്കി നമ്മളെല്ലാം കൂടെ കൂടി ഇപ്പൊ എന്ത് ചെയ്യുന്ന വീട്ടിൽ ചെന്നാല് എല്ലാം കൂടെ ഇങ്ങനെ വെജിറ്റബിൾ എല്ലാം ഭംഗിയാക്കി വെക്കുന്നു. പണ്ട് എല്ലാം കൂടെ കൂടി കമത്തിയിട്ട് എല്ലാം കൂടെ സംഗതി അകത്തോട്ട് പോകുന്നതല്ല, ഒന്നു തന്നെയാണ്. അപ്പൊ നമ്മൾ ഇതിനെയൊക്കെ ഒന്ന് പിള്ളേർക്ക് പറ്റുന്ന രീതിയിലാക്കി അതെന്ത് ചെയ്യണം ആക്കാനാണ്. ഓക്കെ, എന്ത് ചോദിക്കാണ്? എനിക്ക് തോന്നുന്നു ചെറിയ പിള്ളേരാണെങ്കിൽ പ്രയർ മീറ്റിംഗ് പ്രയറിലൊക്കെ വരുമ്പോൾ സ്വന്തയുടെ 2 രഹസ്യമൊക്കെ ചൊല്ലുകയാണെങ്കിൽ അവർ ഒരുമിച്ച് നന്നായിട്ട് ചൊല്ലുന്നത്. ഇച്ചിരിയുടെ വലിയ പിള്ളേരാകുമ്പം അവരിങ്ങനെ, ചെറിയ പിള്ളേർ ഇച്ചിരി ഡിസോർഡർ ആയിട്ട് ചൊല്ലി കഴിഞ്ഞാൽ എന്റെ മൂത്ത കൊച്ചിന് ഇഷ്ടം ഇങ്ങനെ തിരിഞ്ഞ് എല്ലാവരെയും നോക്കും. കാരണം ഇവരെന്താ മെസ്സായിട്ടാണ് ചൊല്ലുന്നതാണ്. അതിനെക്കുറിച്ച് അവനെ എങ്ങനെ വേണമെങ്കിൽ ചൊല്ലിക്കൂടെ, നീ കൂടെ പറഞ്ഞു. അപ്പൊ ഒരു ഏജിന്റെ ഗ്യാപ്പ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ധ്യാനമൊക്കെ നടത്തുമ്പോൾ 3 ഏജിനെ 3ആയിട്ട് തിരിച്ച്, കാരണം ഓരോ കുട്ടിയെയും റിസീവ് ചെയ്യുന്ന കപ്പാസിറ്റിക്ക് വ്യത്യാസമുണ്ട്. ഇളയ കുട്ടികൾക്ക് അതിൻ്റെതുണ്ട്, മൂത്ത കുട്ടികൾക്കുണ്ട്. അതനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം. അതൊരു വേറെ പ്രശ്നം. അതായത് ഒരു പ്രയർ ഗ്രൂപ്പില് സെയിം ഏജ് റേഞ്ചിലുള്ള കുറച്ച് അധികം കുട്ടികൾ കാണും. സോണൽ അറേഞ്ച്മെന്റ് അല്ല, അത്രയ്ക്ക് കുട്ടികള് ഒന്നിച്ച് വന്നാലല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട് നിങ്ങളുടെ ഇവിടെയുള്ള ഏഞ്ചൽസ് ഗ്രൂപ്പ് ഇല്ലേ,
ഏഞ്ചൽസ് ഗ്രൂപ്പ് ഒന്നിച്ചു വന്ന കംപ്ലീറ്റ് ആ ഏഞ്ചൽ ശൈലിയിൽ എന്ത് ചെയ്യാം ആ പ്രോഗ്രാം അത് പക്ഷേ മോള് സിംഗപ്പൂര് ആണ് ഒരു വർഷം ഒരു വർഷം വരെ. അപ്പം ഒരു ഇൻഡിവിജ്വൽ പ്രയർ ഗ്രൂപ്പ് എടുത്തു കഴിഞ്ഞാൽ ചിലത് ചെറിയ പ്രയർ ഗ്രൂപ്പ് പിള്ളേരുടെ അക്കൗണ്ട് പല രീതിയിൽ അപ്പം സോണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ ഈ നമ്മൾ പ്രയർ ചെയ്യുമ്പോൾ ഇതിൽ ബൈബിൾ ഷെയറിംഗ് സമയത്ത് പിള്ളേരെ വേറെ റൂമിലേക്ക് കൊണ്ടുപോയി ക്ലാസ്സിൽ അവർക്ക് കണ്ടുകൊടുക്കും. ചില പ്രയർ ഗ്രൂപ്പുകളിൽ പ്രൈസ് ആവശ്യത്തിന് അപ്പൊ നമുക്ക് ആ സമയം പിള്ളേർക്ക് മിസ്സാവും. നമ്മുടെ മെയിൻ സ്ക്രീനിൽ നിന്ന് മാറ്റിയില്ല വലിയവരുടെ പ്രാർത്ഥനയുടെ സമയത്ത് പിള്ളേർക്ക് വേണ്ടിട്ട് വേറെ അത് പ്രൈസ് ആവശ്യമൊന്നും ആയിരിക്കില്ലല്ലോ, എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഒക്കെ ചെറിയ പ്രാർത്ഥനയൊക്കെ ഉണ്ടാവും. പിള്ളേർക്ക് പ്രൈസ് വർഷിപ്പ് ചെയ്യാൻ മനസ്സിലാവും. പിന്നെ അല്ല നമുക്ക് കുട്ടികൾക്ക് ചെയ്യേണ്ടത് നിങ്ങൾ ഇപ്പൊ കുട്ടികളുണ്ടെങ്കിൽ ഇവിടെ തുറന്ന സമയത്ത് തന്നെ അപ്പുറം പിള്ളേർക്ക് കൊടുക്കണം. സമയം മുഴുവൻ സമയം അപ്പൊ പിള്ളേർ പാട്ടൊക്കെ പാടി ഒരു പുതിയ പാട്ട് പഠിച്ചു, എന്നിട്ട് അവരുടെ ശൈലിയിൽ എന്ത് ചെയ്യുന്നു കുറച്ച് സമയം വർത്തമാനമൊക്കെ അത് പറ്റിയല്ല, അത് ഡെഡിക്കേറ്റ് ചെയ്യാനാണ്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരെങ്കിലും പേരൻസ് ഡെഡിക്കേറ്റ് ചെയ്ത് മൂവ് ചെയ്യണം. എനിക്ക് തോന്നിയത് അവരെ വേറെ കൊണ്ടുപോകുക തന്നെ വേണം. കാരണം ഈ കൊണ്ട കഴിഞ്ഞ് പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ സമയത്ത് ഞങ്ങൾക്കാണെങ്കിൽ 2 hours 2.5 hours ഉണ്ടാവും. ആ ഒരു സമയത്ത് പിള്ളേർ 10 മിനിറ്റ് കഴിയുമ്പോൾ അവർ ഭയങ്കര ഡിസ്ട്രസ്. അല്ല നമ്മൾ സാധാരണ ചെയ്യുന്നത് എവിടെയെങ്കിലും ഒക്കെ ആണെങ്കിൽ പ്രയർ ഗ്രൂപ്പിന്റെ കൂടെയാണ് കുട്ടികളുടെ ഗ്രൂപ്പെങ്കിൽ ആദ്യത്തെ പാട്ടിന് എല്ലാവരും ഒന്നിച്ചൊക്കെ പാട്ടൊക്കെ പാടി സ്തുതിച്ചു. അതിനുശേഷം എന്ത് ചെയ്യുന്നു പിള്ളേരെ കൊണ്ടുപോകും. പിള്ളേരെ കൊണ്ടുപോയില്ലെങ്കിൽ വലിയൊരു ഗ്രൂപ്പ് കുഴപ്പം. കാരണം ഇതുങ്ങൾ മടി കടന്ന് ചവിട്ടുമെന്ന് ഒഴിക്കും. ശരി, മമ്മിക്കും പ്രാർത്ഥിക്കാൻ മേല, മക്കൾക്കും അതുകൊണ്ട് അപ്പറെ കൊണ്ടുപോയിട്ട് മുറിയിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുന്നു അവരുടെ രീതിയിൽ ഒരു ആക്ഷൻ സോങ് ഒക്കെ പാടി കുറച്ച് ശ്രദ്ധിച്ചു. ആ മോനെ ഉണ്ട്, പേരൊക്കെ ചോദിച്ചു. നമ്മൾ വലിയവരെ തന്നെ പോലെയല്ല, കുറച്ചൊക്കെ പാട്ട് പാടി ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഒരു സ്റ്റോറി പറഞ്ഞു. ആ എന്തുണ്ട് അനുഭവം മോനെ, കഴിഞ്ഞ പ്രാവശ്യം കൂടിയാണ്, നിനക്ക് എന്തെങ്കിലും എന്തുണ്ടോ അവന്റെ സ്റ്റോറി പറഞ്ഞു, സ്കൂളിൽ അനുഭവം പറഞ്ഞു. കുറെ അവനെ എല്ലാവരും കൂടി എന്ത് ചെയ്യുന്നു കൈയടിക്കുന്നു. അങ്ങനെ ഒരു ഫെലോഷിപ്പായിട്ട് കൊണ്ടുപോകണം. നമ്മളൊരിക്കലും വലിയവരുടെ പോലെ തന്നെ കുട്ടികളെ കൊണ്ടുപോയാൽ കുട്ടികൾക്ക് ഒരിക്കലും കയറി വരാൻ പറ്റിയത്. പക്ഷെ കുട്ടികൾക്ക് അവരെ രീതിയിൽ കൊടുത്താൽ എന്ത് ചെയ്യുന്നു അവർ എൻജോയ് ചെയ്യും. ഇത് കുട്ടികൾക്ക് എന്ത് ചെയ്യും നമുക്ക് വരങ്ങളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാം. ഈ വരങ്ങളൊക്കെ അവരെന്ത് ചെയ്യുന്നു ഉപയോഗിക്കാൻ തുടങ്ങും. ഉദാഹരണമായിട്ട് ദർശനപരം പ്രവചനപരമുണ്ട് മക്കളെ, നിങ്ങൾ ചോദിച്ചാൽ കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിപ്പിക്കുന്നു, ഒരു മനസ്സിൽ തോന്നുന്നതൊക്കെ പറയാൻ പറയുന്നു, അതുപോലെയൊക്കെ പറയുന്നു. അപ്പൊ ചോദിക്കുന്നു ആ ഇതായിട്ട് എന്തെങ്കിലും ബന്ധം നിനക്കുണ്ടോ? അപ്പൊ എന്ത് ചെയ്യുന്നു ചിലപ്പോൾ അതെന്ത് ചെയ്യുന്നു ഓപ്പൺ ചെയ്യപ്പെടുന്നു. ശരിയാണല്ലോ, ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നു പറയുന്ന കുട്ടിക്ക് വിശ്വാസം വർദ്ധിക്കുന്നു, കേൾക്കുന്ന കുട്ടികൾക്കും വിശ്വാസം വർദ്ധിക്കുന്നു. ധാരാളം സംഭവമുണ്ട് കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട്. കാരണം കുട്ടികളിലൂടെ ദൈവം സംസാരിക്കും. ഒന്നുകിൽ അത് രണ്ടായിട്ട് തിരിക്കണം, അല്ലെങ്കിൽ വലിയ സീനിയർ കുട്ടികളെ ഇല്ല. അതൊരു പ്രശ്നമാണ്. ചിലർ പാരന്റ്സ് പിള്ളേരെ കൊണ്ടുവരേണ്ടി വരും. നമ്മൾ ആരൊക്കെ വരും എന്നുള്ളത് മെസ്സേജിനകത്ത് ആൻസർ ചെയ്യും. എല്ലാരെയും വിളിക്കും, അതൊരു വലിയ പണിയാണ്. എല്ലാരെയും വിളിക്കും, ആരൊക്കെ വരും എന്നുള്ളത് നേരത്തെ എനിക്ക് ചോദിച്ചു. അവർക്ക് ബുദ്ധിമുട്ടാണ്. ഇല്ല, അത് നിങ്ങളുടെ പ്രത്യേക ഒരു സിറ്റുവേഷൻ ആണ്. അത് എന്ത് ചെയ്യാൻ പറ്റുമോ നിങ്ങൾ ടീമിരുന്ന് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രയർ ഗ്രൂപ്പ് എല്ലാം ഏകദേശം ഒരേ സമയത്താണെങ്കിൽ ഒരു 3rd പ്ലേസിൽ എന്ത് ചെയ്യാം പിള്ളേരെ ഒരുമിച്ച്. ഉദാഹരണമായിട്ട് നമ്മൾ ഇവിടെയാണ് വലിയൊരു പ്രയർ ഗ്രൂപ്പ്, അപ്പൊ ഈ വേറൊരു ഫ്ലാറ്റിൽ എന്ത് ചെയ്യാം കുട്ടികളുടെ പ്രയർ ഗ്രൂപ്പ് വെക്കാം. അപ്പൊ കുട്ടികളെ അവിടെ ആക്കിയിട്ട് എന്ത് ചെയ്യുന്നു മാനവരാക്കി ഇവിടെ വരുന്നു. അപ്പൊ എല്ലാവർക്കും അപ്പൊ 2-3 പ്രയർ ഗ്രൂപ്പുകാർ ഒന്നിച്ച് അല്ലെങ്കിൽ കുറച്ച് പേര് വരും. അവർക്ക് എന്ത് ചെയ്യുന്നു പ്രോഗ്രാം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു അവിടെ വന്ന് പിള്ളേരെ കൊണ്ട് കളക്ട് ചെയ്തുകൊണ്ട് പോകും. ഉദാഹരണത്തിന് ഫ്ലാറ്റിലാണെങ്കിൽ നമ്മുടെ പ്രയർ ഗ്രൂപ്പ് എങ്കിൽ കുട്ടികളുടെ ഗ്രൂപ്പ് വേറെ സ്ഥലത്താണ്, മാതാപിതാക്കള് ഇങ്ങനെ സൈഡില് വേറൊരു ഫ്ലാറ്റിൽ കൂടുന്നു. അതൊക്കെ നിങ്ങളുടെ ആ ഈ സിറ്റുവേഷൻ ഇല്ല, അത് വെച്ച് ചെയ്യാതെ അല്ല. ശ്രമിച്ചാൽ ദൈവം നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു അവസരങ്ങള് തരും. നമ്മളിപ്പോ ഇത്രയും കാലം അനുഭവത്തിനെ വെളിച്ചത്തില് എല്ലായിടത്തും എല്ലാ സൗകര്യവും കിട്ടിയിട്ടല്ല. പക്ഷെ ആരെങ്കിലുമൊക്കെ മുന്നോട്ട് അങ്ങ് ഇറങ്ങി കഴിയുമ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു വഴികൾ
തുറന്നു തരികയാണ്. അപ്പൊ അപ്രതീക്ഷിതമായിട്ട് ദൈവം എന്ത് ചെയ്യുന്നത്, പുതിയ പുതിയ മേഖലകൾ ദൈവം നമുക്ക് തുറന്നു തരും. പ്രൈസലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. ഇപ്പൊ നിങ്ങളൊന്ന്, ഇപ്പൊ ഞാൻ ഗെയിമൊക്കെ പറഞ്ഞു, ഇപ്പൊ ഇത്രയും ഇഷ്ടംപോലെ ഗെയിമുണ്ട്. പക്ഷെ നിങ്ങൾ അതിനകത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇഷ്ടംപോലെ കിട്ടും. ഇപ്പൊ ബൈബിൾ ഗെയിം എന്ന് പറഞ്ഞ പുസ്തകമുണ്ട്, ചിലതുണ്ട്, ചിലതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ബൈബിൾ ഓരോ പേര് പഠിപ്പിക്കാൻ 10-20 പിള്ളേരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഓരോ പ്രാവശ്യം ചെല്ലുമ്പോഴും ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ പോലെ ഒരു സാധനം എന്ത് ചെയ്യാം, ബിൽഡപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും അല്ലെ. നിങ്ങൾ വിശുദ്ധരുടെ 20 പേര് എഴുതിക്കൊണ്ട് പോകുന്നു, ഒരേ കാറ്റഗറിപ്പെട്ട വിശുദ്ധര് അല്ലെ, 5 പേരുള്ള ഗ്രൂപ്പായിട്ട് തിരിക്കുന്നു. അതിന് പറ്റുന്ന ചൈൽഡ് വിശുദ്ധര്, എന്ത് ചെയ്യുന്നു, സ്ത്രീകള്, പുരുഷന്മാര്, അച്ഛന്മാര്, ഇങ്ങനെ. അപ്പൊ എന്ത് ചെയ്യുന്നു, അവരവരോരോ ഒരു പേര് കിട്ടുന്നു. ആ വിശുദ്ധന്റെ പേരുമായിട്ട് ഞാൻ പോകും, ഞാൻ ഡൊമിസാവിയാണ്, ഞാൻ പോയി മരുപുരത്തെ കണ്ടുപിടിക്കണം, ലോറയെ കണ്ടുപിടിക്കണം. അപ്പൊ എന്താ, അവർക്ക് ആ അത്രയും നേരം എന്ത് ചെയ്യുന്നു, ആ വിശുദ്ധനെ കുറിച്ചുള്ള അറിവ് കിട്ടുക. അപ്പൊ അങ്ങനെ ഓരോ രീതി. അപ്പൊ എന്താണ്, ഒരു 2 മണിക്കൂർ പ്രേ ഗ്രൂപ്പിൽ 10-20 മിനിറ്റ് അതിനുവേണ്ടി തന്നെ പോയി. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവരോട് ചോദിക്കുകയാണ് ലോറയെ കുറിച്ച് എന്താ പറയാം. അപ്പൊ ഒരാൾ എഴുന്നിട്ട് പറയാം, എനിക്ക് ലോറയെ കുറിച്ച് ഇന്ന കാര്യങ്ങൾ അറിയാം, വേറെ എന്തെങ്കിലും ആർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ ലോറ ഇന്ന വായിച്ചിട്ടുണ്ട്, ഇന്ന പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ട്. അപ്പോഴെന്ത് ചെയ്യുന്നു, ലോറ തീർന്നു. ഡോമിനിക് സാവിയെ കുറിച്ച് എന്താ അറിയാം. അങ്ങനെ 20 പേരും എല്ലാവരോട് കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു, 1 മണിക്കൂർ. അപ്പൊ അത്രയും വിശുദ്ധരെ അവരെന്ത് ചെയ്യുന്നു, ഇൻഡയറക്റ്റ് ആയിട്ട് പരിചയപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. നിങ്ങൾ ജപമാല ഇല്ലെന്ന് വേണേ എന്ത് ചെയ്യുന്നു, അത് ഡിസ്പ്ലേ ആയിട്ട് എന്ത് ചെയ്യാം, ജപമാല ചൊല്ലാം. 1-ാമത്തെ രഹസ്യം, പരിശുദ്ധ മാലാവിന്റെ അടുത്ത് ഗബ്രിയേൽ മാലാവ് നിൽക്കുന്നു. അപ്പൊ ഒരു കൊച്ചെന്ത് ചെയ്യുന്നു, മാലാഖയായിട്ട് നിൽക്കുന്നു, ഒരു വേറെ പെൺകുട്ടി നിൽക്കുന്നു. അത് കണ്ടുകൊണ്ട് എന്ത് ചെയ്യണം, അവരാ 10 പ്രാവശ്യം ചൊല്ലുന്നിടം വരെ അനങ്ങാതിരിക്കുകയാണെങ്കിൽ അന്നേരം അവർക്ക് സമ്മാനം കൊടുക്കുന്നു. അവർക്ക് സന്തോഷം. അപ്പൊ നമ്മളിങ്ങനെ മാലാവ് ഗബ്രിയേൽ മാലാഖൊക്കെ മെഡിറ്റേഷൻ ഇത് കാണുമ്പോൾ എന്ത് ചെയ്യുന്നു, കുറെ കൂടെ കുഞ്ഞുങ്ങളല്ലേ, വലിയവരായ നമ്മൾ പോലും ഇടയ്ക്ക് മാറിപ്പോകുന്നു ശ്രദ്ധ അല്ലെ. അപ്പൊ ഈ കുഞ്ഞുങ്ങൾ ഇത് കണ്ടോണ്ടിരുന്നാലോ. അപ്പൊ ഈ നിൽക്കുന്ന കുട്ടിക്ക് എന്താ കുഴപ്പം, അത് ഒരാള് മാതാവിനെ പോലെ 10 മിനിറ്റ് നിൽക്കുക അല്ല, 2-3 മിനിറ്റ് നിൽക്കുന്നു, മറ്റേയാള് മാലാഖയായിട്ട് നിൽക്കുന്നു. ഇവൻ അറിയാതെ ഇവൻ ഒരു 3 മിനിറ്റ് നേരം ആരായിട്ട് തീരുവ, ഗബ്രിയേൽ മാലാഖയായിട്ട് നിൽക്കുക. ഇതാ കർത്താവിന്റെ, ഇതാ നിന്റെ വിരുദ്ധര്, അതെല്ലാം അവന്റെ മനസ്സിൽ പറഞ്ഞോണ്ടിരിക്കാൻ പറഞ്ഞാൽ മതി. അവനും സന്തോഷം, പിള്ളേർക്ക് സന്തോഷം. പിള്ളേരെന്ത് ചെയ്യുന്നു, ഇത് രണ്ടും കണ്ടോണ്ടിരിക്കുമ്പോ ജവമാല ഇരുന്നാലും അവർക്ക് ഫീൽ ചെയ്യത്തില്ല. ഇത് ഷോ കാണുന്ന പോലെയാ. ഉറക്കം അടുത്ത 2-ാമത്തെ വയസ്സ് എലിശാമ എടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു, മാലാവ് പോകുന്നു, വേറെ കൊച്ച് പോയി ഒരു ചേട്ടത്തി എന്ത് ചെയ്യുന്നു, തുള്ളി ചാടുന്നു. എന്ത് ചെയ്യുന്നു, ചാടിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ സ്വർഗസ്നായ പിതാവേ, ഞങ്ങളുടെ നാം പൂജിതമാണമേ, ഞങ്ങളുടെ രാജ്യം വരണമേ, ഞങ്ങളുടെ സുഹൃത്ത്. ഇത് പ്രാർത്ഥനയല്ലേ. ഞാൻ ചോദിക്കട്ടെ, പ്രാർത്ഥിക്കുമ്പോ കളിക്കാവോ? പ്രാർത്ഥിക്കുമ്പോൾ ഉറങ്ങാവോ? അപ്പൊ നിങ്ങൾ നമ്മളെല്ലാരും പറയും ഒരിക്കലും പാടില്ല, പക്ഷെ ഉറങ്ങുമ്പോ പ്രാർത്ഥിക്കാവോ? പ്രാർത്ഥിക്കാം. എന്തോ അപ്പൊ നമ്മുടെ ഇവിടെയാണ് നമ്മള് അവരുടെ കുട്ടിത്തം. ഞാൻ വീണ്ടും പറയുന്നു, നമ്മൾ ഒരിക്കലും കുട്ടികളുടെ കുട്ടിത്തം എന്ത് ചെയ്യുന്നു, നഷ്ടപ്പെടുത്തി കളയരുത്. കുട്ടിത്തമാണ് അവര് മാത്രം. അപ്പൊ പിന്നീട് അവരെന്ത് ചെയ്യുന്നു, അന്ന് വൈകുന്നേരം വീട്ടിൽ പോയി കൊന്ത കൊല്ലുമ്പോഴെന്താ അവരെ മനസ്സിൽ നിൽക്കുന്ന എന്താ, മാതാവിനെ പോലെ നിൽക്കുന്നു. അപ്പൊ കുറച്ചും കൂടെ എന്ത് ചെയ്യുന്നു, അവരുടെ ഭാവന വിട്ടു. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കുട്ടികളുമായിട്ട് നമ്മൾ ഇടപെടുമ്പോൾ ഒരു പഞ്ചേന്ദ്രിയമുണ്ട്, കണ്ണാൻ, കാറാൻ, മൂക്കാൻ, ആക്കാൻ, നോക്കാൻ. ഇതിന് പറ്റുന്ന രീതിയിലാണ് ഈ സാധനങ്ങളെല്ലാം ഇത് ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും മീഡിയാസ് ഉപയോഗിക്കുന്നത്. നമ്മളിപ്പോ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോ മീഡിയ ഉപയോഗിക്കും. ഇപ്പൊ മെഴുതിരി കൊടുക്കുന്നു, ക്യാൻഡിൽ കത്തിച്ചു കൊടുക്കും, 1/2 മണിക്കൂർ സമയം മെഡിറ്റേഷൻ നടത്തി നമ്മൾ പ്രാർത്ഥിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് പൊക്കി പിടിക്കും, താത്ത് പിടിക്കും, പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ പൊക്കി പിടിച്ച് എന്ത് ചെയ്യുന്നു, ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ, അങ്ങനെ പറയുന്നു. ഒരു പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മുല്ലപ്പൂ കൊടുക്കുന്നു പിള്ളേർക്ക്. എന്തിനു വേണ്ടിയാ? അതിന്റെ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് കുട്ടി എന്ത് ചെയ്യുന്നു, പ്രാർത്ഥിക്കുന്നു.
അല്ല, നമ്മൾ മുട്ട കൊടുക്കുന്നു പ്രാർത്ഥിക്കാം ചില പിള്ളേരുടെ കയ്യിൽ. എന്തിനു വേണ്ടിയാ? ന്യൂ ലൈഫ്. ആശയങ്ങൾ വന്നുകൊണ്ട് ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ മുട്ട കൊടുക്കുന്നു. മുട്ടയ്ക്കുള്ളിലെ കോഴിക്കുഞ്ഞ് എന്ത് ചെയ്യണം? പുറത്ത് വരണം. പുറത്ത് വരണമെങ്കിൽ ഒരു ചൂട് എന്ത് ചെയ്യണം? സ്ഥിരതയോടുകൂടി ഈ മുട്ടയ്ക്ക് കിട്ടണം. ആ ചൂടാണ് എന്ത്? പരിശുദ്ധാത്മാവ്. നിങ്ങളുടെ സാധ്യതകൾ, കഴിവുകളെല്ലാം എന്ത് ചെയ്യുന്നു? പുറത്തോട്ട് വരുന്നു. ഹല്ലേലൂയ. അപ്പൊ ഒരു ചോദ്യം ചോദിക്കുകയാണ് കുട്ടികളോട്, മുട്ടയ്ക്കുള്ളിൽ എത്ര കോഴിക്കുഞ്ഞുണ്ട്? എത്രയുണ്ട്? നമുക്ക് കൺഫ്യൂഷൻ. എത്രയാണ് മുട്ടയ്ക്കുള്ളിൽ? ആ മുട്ടയ്ക്കുള്ളിൽ ഒന്നേ ഉള്ളൂ. പ്രൈസലോ. വേറെ സംശയം ഉണ്ടാകുന്നത് അത് നിങ്ങൾ എല്ലാ ബുദ്ധിയുള്ള കുട്ടികൾക്കും പറയാം മുട്ടയ്ക്കുള്ളിൽ എത്രയേ ഉള്ളൂ. പക്ഷെ പരിശുദ്ധാത്മാവിൽ കാണുമ്പോൾ എന്താ? കോടിക്കണക്കിന്. നമ്മൾ ഇന്നലെ പറഞ്ഞാണ് ചക്കക്കുരുവിനെയല്ല കാണുന്നത്, പിന്നെ ആരെയാ? ചക്കപ്പഴം അല്ല. അപ്പൊ കുട്ടിയുടെ ഭാവന എന്ത് ചെയ്യുന്നു? എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? കുട്ടിയെ ഇത് കൊടുത്തിട്ട്, മുട്ട കൊടുത്തിട്ട് ഒരു ബിസിനസ്സുകാരനാക്കുകയാണ്. ഒരു മുട്ട കൊണ്ട് എങ്ങനെ ഒരു മുട്ട മുതലാളിയായി തീരാം. അപ്പൊ കുട്ടി എന്ത് ചെയ്യുന്നു? എഴുതുന്നു. അപ്പൊ കുട്ടികൾ എഴുതുവാണ്. ഈ മുട്ട കൊണ്ട് വിരിക്കുന്നു, അതിന് 10 മുട്ട ഉണ്ടാകുന്നു, അതിന് വീണ്ടും കോഴി അടയിരുത്തുന്നു, അടയിരുത്തി കഴിഞ്ഞ് 11 കോഴി വീട്ടിൽ വരുന്നു, അവരെ വീണ്ടും 10 മുട്ട വെച്ചിടുന്നു. 110 10 പ്ലസ് 11 എത്രയാ? 121 ആകുന്നു. അപ്പോഴേക്ക് ഞാൻ വീടിന്റെ ചാർത്ത് വർദ്ധിപ്പിക്കുന്നു. വീണ്ടും 121 പോയി ഒന്നിച്ചിരുന്ന് എന്ത് ചെയ്യുന്നു? അടയിരിക്കുന്നു. അതുവഴി എന്ത് ചെയ്യുന്നു? അത്രയും മുട്ട എവിടെ വരുന്നു? 1000 ആകുന്നു, 10000 ആകുന്നു. വീണ്ടും മുട്ടയോട് ചേർന്ന് എന്ത് ചെയ്യുന്നു? മുട്ട അത്രയാകുമ്പോൾ സംഭരിക്കാനുള്ള ഒരു കേന്ദ്രം തുടങ്ങുന്നു. അപ്പോഴാണ് ആദ്യം ഉണ്ടായ കോഴികളെ പ്രായമായി അതുങ്ങളെ എന്ത് ചെയ്യണം? അപ്പൊ അതിനെ എന്ത് ചെയ്യുന്നു? വിൽക്കുന്നു. ഇറച്ചിയായിട്ട് ഇറച്ചിക്കട തുടങ്ങുന്നു ഞാൻ സൈഡില്. അതിനെ വേണ്ടിയുള്ള ഫ്രീസർ കൊടുക്കുന്നു. അതിന് സമയത്ത് എന്ത് ചെയ്യുന്നു? വൃദ്ധ തുടങ്ങുന്നു. അങ്ങനെ ഈ കോഴികൾക്കെല്ലാം ഭക്ഷണം കൊടുക്കണേ എന്ത് ചെയ്യണം? കടയിൽ നിന്ന് വാങ്ങിക്കുന്ന നഷ്ടമാണ്. അപ്പൊ കോഴിത്തീറ്റ ഫാക്ടറി ഇവിടെ തുടങ്ങുന്നു. അങ്ങനെ ഇതിന്റെ ബ്രാഞ്ച് എന്ത് ചെയ്യുന്നു? സിംഗപ്പൂരിലേക്ക് നീക്കുന്നു. ഒരൊറ്റ കോഴിമുട്ടയിലൂടെ എന്ത് ചെയ്യുന്നു? ലോകം മുഴുവൻ മൾട്ടിനാഷണൽ കമ്പനിയാണ്. ശരിയല്ലേ? നിങ്ങൾ അങ്ങനെ കുട്ടിക്ക് കൊടുത്തേ, കുട്ടി സുന്ദരമായിട്ട് എഴുതി തരും. അപ്പൊ അവനെന്ത് ചെയ്യുന്നു? നാളെ അവന്റെ ലൈഫിൽ ഒരു ചെറിയ സാധനം വരുമ്പോൾ നിരാശപ്പെടുത്തില്ല. ഇതിലൂടെ എന്ത് ചെയ്യാം? കയറി വരാൻ പറ്റും. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഗ്രൂപ്പിൽ ചെയ്യണം. അപ്പോഴും നിങ്ങൾക്ക് അപ്പൊ എന്താ? ആ പ്രയർ ഗ്രൂപ്പിൽ അന്നത്തെ ടൈം മുഴുവൻ എന്താ? ചില 1/4 മണിക്കൂർ പരീക്ഷ എഴുതുന്ന പോലെ നിങ്ങൾ ഇരുന്നേ എഴുതും. ഓരോ രീതിയിൽ എങ്ങനെ ബിൽഡപ്പ് ചെയ്യാം, എങ്ങനെ ബിൽഡപ്പ് ചെയ്യാം, എങ്ങനെ ബിൽഡപ്പ് ചെയ്യാം. ഇപ്പൊ കോഴിത്തീറ്റ ഫാക്ടറി വരുന്നത്, അത് വരുന്നത്, ഇത് വരുന്നത്, ഇത് വരുന്നത്. അങ്ങനെ ലോകം മുഴുവനുള്ള കോഴി രാജാവായിട്ട് ആര് മാറുന്നു? കോഴി മാറുന്നു. ഈ കുട്ടിയെ തീരുമാനിക്കുന്നത് കോഴി മാർക്കറ്റിൽ എത്ര രൂപയ്ക്ക് കൊടുക്കണം, എത്ര രൂപ കൊടുക്കുക. അത്രമാത്രം സാധ്യത ഇല്ലായ്ക ഉണ്ടോ? ഉണ്ടോ മക്കളെ? അപ്പൊ കുട്ടിയുടെ മനസ്സെന്ത് ചെയ്യുന്നു? ആവശ്യമില്ലാത്ത ചിന്ത, നെഗറ്റീവ് ചിന്തയ്ക്ക് പോകുന്നേക്കാളും പോസിറ്റീവായിട്ട് കുട്ടിയെ എന്ത് ചെയ്യുന്നു? ചിന്തിക്കാൻ നമ്മൾ പ്രേരിപ്പിക്കുക. അതാണ് ഇന്നലെ പറഞ്ഞത്. എന്റെ ചിന്ത ഞാൻ നിങ്ങൾക്ക് പകർന്നു തരാം, എന്റെ വാക്കുകൾ ഞാൻ നിനക്ക് മനസ്സിലാക്കി തരാം. ദൈവം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കാൻ, ദൈവം പറയുന്നത് പോലെ പറഞ്ഞ് കുഞ്ഞുങ്ങളെ ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് നമുക്ക് സാധിക്കും. ഹല്ലേലൂയ. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രയർ ഗ്രൂപ്പ് ലീഡറായിരിക്കുന്ന ക്രിയേറ്റീവാ. നിങ്ങൾ ക്രിയേറ്റീവാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? ഇപ്പൊ നിങ്ങളിപ്പോ നമ്മൾ പപ്പറ്റ് ഷോ അവിടെ കാണിക്കുന്നത്, അതിലെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞു. പപ്പറ്റ് ഷോ ഇപ്പൊ 5 വർഷമായിട്ട് ഒരുപോലെ നടത്തുന്നു, ഇച്ചിരി മാറ്റം വരുത്തിയെന്ന് പറഞ്ഞു. ശരിക്കും അത് എപ്പോഴും എന്ത് ചെയ്യണം? മാറിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ പുതിയ പപ്പറ്റ്. ഇപ്പൊ നമ്മുടെ ചാനൽ തുറന്നാൽ ഇഷ്ടംപോലെ പപ്പറ്റ് കാണും അല്ലെ? പപ്പറ്റ് നടിച്ചു കഴിഞ്ഞാൽ ഇന്റർനെറ്റ് എന്ത് ചെയ്യുന്നു? പല മോഡൽ പപ്പറ്റ് വരും അല്ലെ? ഇപ്പൊ മമ്മിക്ക് എന്ത് ചെയ്യാം? അങ്ങനെ കുറെ ഉണ്ടാക്കാം. ശരിയല്ലേ? അല്ലെങ്കിൽ നമ്മൾ ഇപ്രാവശ്യം പപ്പറ്റ് വരുമ്പോഴെന്ത് ചെയ്ത് കഴിഞ്ഞ 30 പ്രാവശ്യത്തെ മിനിക്കുട്ടി തന്നെയാണ് ഇപ്രാവശ്യം വരുന്നത്. അതുപോലെ എന്ത് ചെയ്യുന്നു? പുതിയ പപ്പറ്റ് അല്ലെ? സ്ട്രിങ് പപ്പറ്റ് ഉണ്ട്, വിരലുള്ള പപ്പറ്റ് ഉണ്ട് അല്ലെ? 2 വിരൽ വെച്ചുള്ള ഇഷ്ടംപോലെ സാധനങ്ങൾ, പല മോഡലുണ്ട്. അപ്പൊ 2 വിരൽ വെച്ച് മാത്രമാണെങ്കിൽ ചേച്ചി എക്സ്പേർട്ട് ആയ പോകുമ്പോ എന്താ കളിക്കാൻ പറ്റും. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സ് വെക്കണം, വില കൊടുക്കണം. വില കൊടുത്താലേ ഉള്ളൂ വിലയുള്ളതിനെ സ്വന്തമാക്കാനായിട്ട്
സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങൾ ഇതിനകത്തോട്ട് ഇറങ്ങി ചെല്ലുമ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് കുറെ ഇവിടെ വന്ന് ഞങ്ങൾ സഹായിക്കാൻ പറ്റുമെന്നല്ലാതെ നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത് പറയണമെങ്കിൽ നിങ്ങൾക്ക് മാത്രമേ സാധിക്കത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്വരപതി ഹല്ലേലൂയ. യേശുവേ നന്ദി. ഒരു കാര്യം കൂടെ ചോദിക്കാം, എന്നിട്ട് നമുക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. വേറെ എന്തെങ്കിലും കുട്ടികളെ നിങ്ങൾ എല്ലാവരും കുട്ടികളെ വ്യക്തിപരമായി കാണുന്നവരാണോ, സംസാരിക്കുന്നവരാണോ? നിങ്ങൾ ഇതിനകത്ത് വരങ്ങളൊക്കെ ഉപയോഗിക്കുന്ന എത്ര പേരുണ്ട്? വല്ലതൊക്കെ വരങ്ങളായിട്ട് ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ സഹായിക്കുന്നവര് വരില്ല. അറിവിന്റെ വരം വല്ലപ്പോഴും വരോ? സ്വന്തം വീട്ടില് അല്ലാതെ മറ്റു കുട്ടികള് നിങ്ങൾ വരങ്ങൾ വരം ഉപയോഗിക്കുന്നതായിട്ട് പറയരുത്. മറിച്ച് കാരണം കുട്ടിക്ക് വരം ഉപയോഗിച്ച് നമുക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ പറയരുത്. മറിച്ച് കുട്ടി ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അതിനൊക്കെ ബുദ്ധിമുട്ടുണ്ടോ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയും കൂടെ പ്രാർത്ഥിക്കാന്ന് പറയണം. അല്ലാതെ സന്ദേശം കിട്ടുന്നു നീ ഇന്നടുത്ത് ഇന്ന അബദ്ധം കാണിച്ചു അതിന് അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ മാറിപ്പോയാൽ കുട്ടി ഒരിക്കലും പിന്നെ അത് മറക്കുകയില്ല. ഉള്ളി മനസ്സിൽ കിടക്കും, ഇതിനങ്ങനെ പറഞ്ഞത്, ഇതിനങ്ങനെ പറഞ്ഞത് ആന്റി ഉണ്ടാക്കി പറയുന്നതാണോ, അങ്ങനെ ചിന്തിക്കും. അതൊരിക്കലും പാടില്ല. മറിച്ച് നമ്മൾ കുട്ടികളെ സ്നേഹിച്ച് ഇപ്പൊ ഒരു പ്രാർത്ഥന സന്ദേശം കിട്ടി, കുട്ടി ഇന്ന് മോശമായ പ്രവൃത്തി ചെയ്തിട്ടുണ്ട്, അപ്പൊ നമ്മൾ ചോദിക്കേണ്ടത് മോനെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നല്ല, നിനക്ക് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വല്ലതും ഉണ്ടോ, ഇല്ലയോ? ഇല്ലെന്ന് പറഞ്ഞാൽ അന്നേരം വിട്ടേക്ക, വീണ്ടും കുത്തി ചോദിക്കരുത്. പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. ഒരുപക്ഷെ പ്രാർത്ഥിച്ച് കഴിയുമ്പോഴായിരിക്കും അവൻ പറയുന്നത് ശരിയാ ചേട്ടൻ പറഞ്ഞതുപോലെ എനിക്ക് ആ ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് പറയുന്നത്. പ്രൈസലോ. അപ്പൊ നമ്മൾ എത്രയേ ഉള്ളൂ എടുക്കാം. ഗലാത്യ ലേഖനം എടുക്കാം. ഗലാത്യ ലേഖനം അതിന്റെ 6-ാം അധ്യായം. ഇവിടെ ഏതൊരു പ്രോഗ്രാം ചെയ്യുമ്പോഴും ലക്ഷ്യം ഇതായിരിക്കണം, മാറിപ്പോകരുത്. 4-ാം അധ്യായം 19-ാമത്തെ വാക്ക് 4:19. ഗലാത്യ ലേഖനം 4:19. 4-ാം അധ്യായം അതിന്റെ 10. എന്റെ കുഞ്ഞുമക്കളെ, ക്രിസ്തു നിങ്ങളെ രൂപപ്പെടുന്നതിന് വേണ്ടി വീണ്ടും ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? ഈറ്റുനോവ് അനുഭവിക്കുന്നു. വാസ്തവത്തിൽ കുട്ടികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ക്രിസ്തു രൂപപ്പെടുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? ഈറ്റുനോവ് അനുഭവിക്കും. അപ്പൊ നിങ്ങളുടെ പ്രേ ഗ്രൂപ്പിൽ അതിൻ്റെതായിട്ട് പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ഒരു കൊച്ചു ഗ്രൂപ്പാണ്, ചിലപ്പോൾ മുതിർന്ന കുട്ടികളുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അപ്പൊ നമ്മുടെ കടമയാണ് എങ്ങനെയാണെങ്കിലും ശരി ക്രിസ്തു രൂപപ്പെടുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈറ്റുനോവ് അനുഭവിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രൈസലോ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കഴിഞ്ഞ പ്രാവശ്യം പ്രീച്ചേഴ്സ് ട്രെയിനിങ്ങിൽ വന്നപ്പോൾ ആക്ച്വലി നിങ്ങൾക്ക് ഏറ്റവും അധികം ടീച്ചിങ് ട്രെയിനിങ് നടത്തി പോകാൻ പറ്റുന്ന കുട്ടികളുടെ ഇടയിലാണ്. കുട്ടികളുടെ ഇടയിൽ പ്രസംഗിക്കാൻ വിജയിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം ആ ലോകത്ത് എവിടെ ചെന്നാലും ആരെ വേണമെങ്കിലും ധ്യാനിപ്പിക്കാൻ സാധിക്കും. കാരണം ഏറ്റവും ബുദ്ധിമുട്ടാണ് ഏറ്റവും ചെറിയ കുട്ടികളെ പിടിച്ചിരുത്താന്നുള്ളത്. ഏറ്റവും ചെറിയ കുട്ടികളെ പിടിച്ചിരുത്താനായിട്ട് സാധിച്ചാൽ അയാൾക്ക് മാർപ്പാപ്പയെ പോലും എന്ത് ചെയ്യാം? ധ്യാനിപ്പിക്കാൻ പറ്റും, ഇരുത്താൻ പറ്റും. അപ്പൊ എവിടെയാണ് പറഞ്ഞത്? അപ്പൊ നമ്മൾ ഏതൊരു പ്രോഗ്രാം, നിങ്ങളിപ്പോ കളി നടത്തുമ്പോഴും ആക്ഷൻ സോങ് ചെയ്യുമ്പോഴും പ്രാർത്ഥിപ്പിക്കുമ്പോഴും ഇങ്ങനെ ഗ്രൂപ്പ് ഗെയിം കളിക്കുമ്പോഴും എല്ലാം ലക്ഷ്യം എന്തായിരിക്കണം? ക്രിസ്തു നിങ്ങളിൽ കുട്ടികളിൽ എവിടെയാണ് രൂപപ്പെടുന്നത്? എല്ലാം ഉറക്കം വായിച്ച് സ്വരമതി വായിച്ച് ക്രിസ്തു ആകയാൽ കുഞ്ഞുമക്കളെ ക്രിസ്തു രൂപപ്പെടുന്നത് വരെയാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ മാതാപിതാക്കളെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തു രൂപപ്പെടുന്നതിന് വേണ്ടി ഈറ്റുനോവ് അനുഭവിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ ഈശോയുടെ അടുക്കലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരുമ്പോൾ ആ കുഞ്ഞിന് വേണ്ടത് ദൈവം കൊടുത്തുകൊള്ളുമെന്നാണ്. പ്രൈസലോ. ഹല്ലേലൂയ. ചില കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാനേ പറ്റുള്ളൂ. ഒരിക്കലും കുട്ടികളുടെ ഹൃദയത്തിലോട്ട് നമുക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ 2-ാം അധ്യായം, വിലാപങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്ന വചനമാണ് എങ്കിലും ഒന്നുകൂടെ വായിക്കാം. വിലാപങ്ങൾ 2-ാം അധ്യായം. ജെറമിയ പ്രവാചകന്റെ പുസ്തകം കഴിയുമ്പോഴാണ് വിലാപങ്ങൾ. കിട്ടിയോ? 2:18-19 വായിച്ചേ. സിയോൻ പുത്രി ഉറക്ക നിലവിളിക്കുക, രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീരൊഴുകട്ടെ, നീ വിശ്രമിക്കരുത്,
കണ്ണുകൾക്ക് വിശ്രമമരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്ക നിലവിളിക്കുക. ജലധാര പോലെ ഹൃദയം, കർത്താവിന്റെ സന്നിധിയിൽ നീ എന്ത് ചെയ്യണം? ജലധാര പോലെ നിന്റെ ഹൃദയം ചൊരിയണം. ഹല്ലേലൂയ. ആർക്ക് വേണ്ടി? 4 കവലകളിൽ വിശന്ന് തളർന്നു വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി. അപ്പൊ നമ്മുടെ പ്രേ ഗ്രൂപ്പിലുള്ള എന്ന് പറയുമ്പോ ഈ രാജ്യത്തുള്ള എല്ലാ കുട്ടികളും ആരുടെ മക്കളാ? എന്റെ മക്കളാ. അവർക്ക് പറയാം ആരുടെ മക്കള്? ഒന്ന് വെച്ചത് പറയാം ആരുടെ മക്കള്? വചനം കൃത്യമായിട്ട് പറയുന്നു, ഈ ദേശത്തുള്ള സകല കുട്ടികളും ആരുടെ മക്കളായിട്ട്? നിന്റെ മക്കളാണ്, എന്റെ മക്കളാണ്. ഹല്ലേലൂയ. അതാണ് ഇന്നലെ പറഞ്ഞത്. ശ്രദ്ധിക്കാനുണ്ട്. ഒരു ഗ്രൂപ്പിൽ നിന്ന് ഒരു രാജ്യത്ത് 10 പിള്ളേരെ തട്ടിക്കൊണ്ടുപോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരാൾക്ക് എന്ത് ചെയ്തു? ആ കൊണ്ടുപോയ കുട്ടി തന്റെ കുട്ടിയാണെന്നൊരു വൈകാരികമായ ഒരു സൗഖ്യം അല്ലെങ്കിൽ സ്പർശനം ദൈവം കൊടുത്തു. അത് മുഖാന്തരം ഗ്രൂപ്പിൽ എന്ത് ചെയ്യുന്നു? വലിയൊരു അഭിഷേകം ഒഴുകി ആ പ്രാർത്ഥനയോടുകൂടി ആ തിന്മയെ അകപ്പെട്ടു പോയ കുട്ടികളെ വിടുവിക്കുവാനായിട്ട് സാധിച്ചു. ഹല്ലേലൂയ. നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഗ്രൂപ്പ് വിട്ട് മറ്റ് സ്ഥലങ്ങളിലേക്ക് പ്രോഗ്രാം വ്യാപിപ്പിക്കണമെങ്കിൽ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റു കുട്ടികളെ നിങ്ങളുടെ കുട്ടികളിൽ നിന്ന് കണ്ടിട്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ. ഇപ്പൊ നമ്മളിവിടെ ചൈനക്കാർക്ക് വേണ്ടി പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്രകാരം ഒരു പ്രോഗ്രാം ശുശ്രൂഷ ഇവിടെ ആരംഭിക്കണമെങ്കിൽ ഞങ്ങൾ വന്നിട്ട് ഇവിടെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ മറിച്ച് ആ ദാഹത്തോടുകൂടി ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ദൈവമേ ഈ കുഞ്ഞുങ്ങളെ നേടാൻ വഴി തുറന്നു തരണമേ, യേശുവേ വഴി തുറന്നു തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം എവിടെയെങ്കിലും എന്ത് ചെയ്യുന്നു? വഴികൾ നിങ്ങൾക്ക് തുറന്നു തരും. ഹല്ലേലൂയ. 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 യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ സ്തുതി. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകത്തിൽ വീണ്ടും അതിന് ഇപ്രകാരം പറയുന്നുണ്ട്. അതിന്റെ എന്ത് ചെയ്യുന്നു? 3-ാം അധ്യായം 48-ാമത്തെ വാക്യം എല്ലാവരും ഓർക്ക് വായിച്ചേ. എന്റെ ജനതയുടെ പുത്രിക്കുണ്ടായ നാശനിമിത്തം, എന്റെ കുട്ടിയല്ല, എന്റെ ജനതയുടെ പുത്രിക്കുണ്ടായ നാശനിമിത്തം എന്റെ കണ്ണുകൾ എന്ത് ചെയ്യുന്നു? നീർച്ചാല് പോലെ ഒഴുകുന്നു. ഹല്ലേലൂയ. ശരിക്കും നിങ്ങള് ഈ ആത്മഭാരം എന്നുള്ള കൺസെപ്റ്റിലേക്ക് വരുമ്പോൾ, ബോധത്തിലേക്ക് വരുമ്പോൾ, ഉദാഹരണമായിട്ട് നിങ്ങളുടെ പ്രൈമറി 3-ല് സെക്സ് എഡ്യൂക്കേഷൻ പ്രൈമറി 3-ൽ എന്താ കൊടുക്കുന്നത്? പ്രൈമറി 6-ൽ കൊടുക്കുവാണ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇതിനെ ഫേസ് ചെയ്യാൻ പോവാണ്. അപ്പൊ അടുത്തൊരു ചോദ്യമാണ്, നിങ്ങൾ യഥാർത്ഥത്തിൽ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നതാണെങ്കിൽ ഈ കുഞ്ഞിന് വേണ്ടി എന്ത് ചെയ്യുന്നു? അത് ചോദ്യമാണ്. നിങ്ങൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു പറയുമ്പോ നിങ്ങളുടെ കുഞ്ഞ് ഇതാ ഒരു ഇന്ന സിറ്റുവേഷനിലേക്ക് പോവാണ്. ഈ കുട്ടിക്ക് വേണ്ടി എന്ത് ചെയ്യുന്നു? നമ്മളിങ്ങനെ വരുമ്പോ എന്ത് ചെയ്യുന്നു? ഇവിടുത്തെ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? അത് പഠിപ്പിക്കും, ഇത് പഠിപ്പിക്കുന്നു. ഇത് എന്റെ വിട നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്ത് ചെയ്യുന്നു? നിങ്ങൾക്ക് എന്തുകൊണ്ട് നമ്മുടെ ഒരു ഐഡിയ പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തുകൊണ്ട് ആ പ്രാച്ചി പോകുന്ന കുട്ടികളെല്ലാം കൂടെ കൂട്ടിയിട്ട് ഒരു സെക്സ് എഡ്യൂക്കേഷൻ ഒരു ക്യാമ്പ് നടത്തിക്കൂടാ? അവര് പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് കൃത്യമായ സ്പിരിച്വൽ വ്യൂവിൽ പ്രസന്റ് കൊടുത്തോട്ടെ. പറ്റൂല്ലയോ? പറ്റണം. അപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ കൂടി കരയുന്നതിന് വല്ല അർത്ഥമുള്ളൂ. അല്ലെ കൊച്ചു വെള്ളത്തിൽ പോകാൻ പോകുന്നു. അറിഞ്ഞോണ്ട് കൊച്ചു വെള്ളത്തിൽ പോയി മുങ്ങിച്ചെത്തു. പിന്നെ എന്ത് ചെയ്യുന്നു? ഞാൻ അന്നേ വിചാരിച്ചതുള്ളൂ. അത് ശരിയല്ലേ? വെള്ളത്തിൽ പോയ കൊച്ച് മുങ്ങി മരിക്കുമെന്ന് 100%. പിന്നെ അന്നേ വിചാരിച്ചെന്ന് പറഞ്ഞ കാര്യമുണ്ടോ? അപ്പൊ നിങ്ങൾക്കൊരു സിലബസ് ഉണ്ടാക്കുകയാണ്. അവരെന്ത് പഠിപ്പിക്കുന്നു? അവര് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനോട് ചോദിച്ചാൽ ഇന്ന വിഷയങ്ങളാണ് അവർ പഠിപ്പിക്കുന്നത് മനസ്സിലായി. അതിന് പറ്റുന്ന എന്ത് ചെയ്യുന്നു? പ്രൊവൈഡ് ചെയ്യുന്നു. അല്ലെ? നിങ്ങളുടെ കൂടെ കുഞ്ഞുങ്ങൾക്കെല്ലാം ഹെപ്പറ്റൈറ്റിസ് ബി ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടല്ലേ? കുഞ്ഞിന് എന്തിനാ എടുത്തത്? എന്തോ അസുഖം വന്നിട്ട് എടുത്താൽ മതിയില്ലായിരുന്നോ? എത്ര ഇഞ്ചക്ഷൻ അപ്പൊ ആ കുഞ്ഞിനെ എടുത്തു? ശരിയല്ലേ? എല്ലാം എന്താ? വലുതാകുമ്പോൾ കുട്ടിക്ക് ആ പ്രശ്നം വന്ന് കുട്ടി മരിക്കാതിരിക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. എന്തുകൊണ്ട് ഇതുപോലെ സ്പിരിച്വൽ ഇത് ചെയ്തുകൂടാ? അപ്പോഴല്ലേ നിങ്ങളുടെ ഗ്രൂപ്പിൽ റിസൾട്ട് വരുന്നത്. അമ്മമാർക്ക് അതിനെക്കുറിച്ച് വിഷമമില്ലേ? 5-6 അമ്മമാര് കൂടി ഒരു വിഷയം ഉണ്ടാക്കി ആ വിഷയത്തിന് ഒരു അച്ഛനെ വിളിച്ച് സ്പിരിച്വൽ സൈഡ് പറയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മരുന്ന് എടുക്കുന്നു. അവര് കാണിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യും? അത്യാവശ്യം കാണുന്നൊക്കെ നമ്മള്
കാണിച്ച് കൊടുക്കുന്നു. മക്കളെ ഇത് ഇന്നതാണ്, ഇന്ന ആവശ്യത്തിന് വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത്, ദൈവം തന്നതാണ്. ഇത് ചിലപ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, മിസ്യൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം. അത് ചെയ്യരുത്. എന്തുകൊണ്ട്? കൃത്യമായ കാര്യം പറഞ്ഞു കൊടുക്കുന്നു. ഇപ്പൊ കുട്ടിക്ക് മനസ്സിലായി. അതിനുശേഷം കുട്ടി അവിടെ പോയിരിക്കുമ്പോ എന്താ അവര് പഠിപ്പിക്കുന്നു, ഇന്ന കാര്യത്തിനാണ്. അപ്പൊ ഇല്ല, ഇത് ഇന്നതേ ഉള്ളല്ലോ, ഇതാണല്ലോ അതിന്റെ പർപ്പസിന്റെ ലക്ഷ്യം. നമ്മൾ കൃത്യമായിട്ട് പറയുന്നു. നമുക്ക് എന്തെല്ലാം സബ്ജക്ട് നമ്മുടെ കയ്യിലുണ്ട് പറയാൻ. എത്ര മനോഹരമായ സബ്ജക്റ്റ് ഉണ്ട്. ശരിയല്ലേ? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലേ? നമുക്ക് എത്രയോ സെക്സിനെ കുറിച്ച് എത്ര പോസിറ്റീവായ എത്രയോ നല്ല കാഴ്ചപ്പാട് യു ക്യാറ്റിലുണ്ട്. ഇഷ്ടം പോലെ ഉണ്ട് പോയിന്റ്സ് അല്ലെ കവർ ചെയ്യാനായിട്ട്. യു ക്യാറ്റ് കിടപ്പുണ്ട്, ബൈബിള് കിടപ്പുണ്ട്, ഇതുമായിട്ട് ബന്ധ പുസ്തകങ്ങളൊക്കെ ഉണ്ട്. ഇത്ര അറിവൊന്നും എവിടെയില്ല. ഈ പറയുന്ന ചേട്ടന്മാരെ ഇല്ല. അവരാകപ്പാട് എന്ത് വരുന്നു, കോണ്ടം എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയുന്നു, അത്യാവശ്യം പറയും. എത്രയേ ഉള്ളൂ. നമ്മൾ അതിന്റെ സ്പിരിച്വൽ വ്യൂവില് എന്തിനു തന്നിരിക്കുന്നു, എന്താണ് ഇതിന്റെ ലക്ഷ്യം, എന്താണ് ഇതിന്റെ പ്രത്യേകത, എന്തിനു വേണ്ടി. കുട്ടികൾക്ക് സന്തോഷമായി. എന്താദ്യം കിട്ടുന്നോ ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? എന്തിനെ കുറിച്ച് ആദ്യം കിട്ടുന്നോ, അച്ഛന്മാരെ കുറിച്ച് ഇപ്പൊ പിള്ളേർക്ക് മതിപ്പില്ലാത്തൊരു കാര്യമല്ല. സിനിമയിലൂടെ അച്ഛന്മാർക്ക് വേണ്ടി അച്ഛന്മാരുടെ നെഗറ്റീവ് സൈഡ് എല്ലാം പിള്ളേർക്ക് കിട്ടുന്നു. അതോടുകൂടി ഇപ്പൊ അച്ഛനെ കാണുമ്പോൾ എന്തല്ല റെസ്പെക്ട് ഇല്ല. എന്ത് കിട്ടുന്നത് വളരെ പ്രധാനപ്പെട്ട പ്രിയപ്പെട്ടവരെ. ആദ്യം കിട്ടുന്ന എപ്പോഴും എന്ത് ചെയ്യും. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഇത് നിങ്ങൾ നേരത്തെ ചെയ്തുകൂടാ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യണോ, 2-3 അമ്മമാർ കഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് സ്പിരിച്വൽ സിലബസ് ആയി സെക്സിനെ കുറിച്ച് അടുത്ത വർഷം എന്ത് ചെയ്യാം, അടുത്ത 6ാം ക്ലാസ്സുകാർക്ക് കൊടുക്കുന്നു. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു, ഈ ക്രിസ്ത്യൻ മിനിസ്ട്രി എന്ത് ചെയ്യുന്നു, കുട്ടികളുടെ ആവശ്യം അറിഞ്ഞ് എന്ത് ചെയ്യുന്നു. അപ്പൊ എന്താ, പ്രേ ഗ്രൂപ്പിൽ വരാത്ത കുട്ടികളെ പോലും എന്തിനു വിടും, ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വിടും. സെക്സ് അവയർനെസ് ഫോർ സ്പിരിച്വൽ വ്യൂസ് കൊടുക്കുന്നു. സാധിക്കാൻ പറ്റുമോ ഇല്ലയോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു വൺ ഡേ പ്രോഗ്രാം ഇഷ്ടംപോലെ വിഷയമില്ല. അതിന്റെ സ്പിരിച്വൽ സൈഡ് എന്താണ്, ഫിസിക്കൽ സൈഡ് എന്താണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നല്ല നേഴ്സുമാരായിട്ടുള്ളവരുണ്ട്. അവരെന്ത് ചെയ്യുന്നു, ബോയ്സിനെ സെപ്പറേറ്റ്, ഗേൾസിനെ സെപ്പറേറ്റ് ഇരിക്കുന്നു. ഗേൾസിന്റെ കംപ്ലീറ്റ് എന്ത് ചെയ്യുന്നു, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ മൊബൈൽ ഫോൺ എന്തുകൊണ്ട് ഉപയോഗിക്കാതെ, ഇത് റേഡിയേഷൻ വരുന്നു. അല്ലെങ്കിൽ ലാപ്ടോപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഇത് കാണിച്ചു കൊടുക്കാം. ആൺകുട്ടിക്ക് അവന്റേതായ രീതി 2 പേരെ ഒന്നിച്ചിരുത്തി പറയേണ്ട പൊതുവായ കാര്യങ്ങൾ പറയുന്നു. 2 പേരെയും ഇതിന് എന്ത് ചെയ്യുന്നു, ആൺകുട്ടികളെ കൊണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പെൺകുട്ടികളെ കൊണ്ട് ആൺകുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം അന്ന് ചായ കുടിക്കാൻ നേരത്തെ അവർക്ക് എന്ത് ചെയ്യുന്നു, ഇന്ററാക്ഷന്റെ സമയം കൊടുക്കുന്നു. അവർക്ക് നല്ലൊരു കാഴ്ചപ്പാട് കൊടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ അവർക്ക് എന്ത് ചെയ്യുന്നു, സ്പിരിച്വൽ തോട്ട്സ് ആയി, ഫിസിക്കൽ ആയിട്ടുള്ള നീഡ് മനസ്സിലാക്കി, പിന്നെ എന്ത് ചെയ്യുന്നു, അവർക്ക് വേണ്ട മാനസികമായ പക്വത വരാനുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. അപ്പൊ കുട്ടിക്ക് വലിയൊരു നിക്ഷേപം ഇട്ട് കൊടുത്തു. ആ കുട്ടിയെ അവരുടെ സ്കൂളിൽ എന്ത് അധ്യാപനം എന്ത് പഠിപ്പിച്ചാലും ഒരു പരിധി കൂടുതൽ ഒരിക്കലും പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട് ഇവിടെ. ഇപ്പൊ നെറ്റിൽ തപ്പിയാൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട്. ഈ സെക്സിന്റെ വയലന്റ് ആയിട്ട് അല്ലെങ്കിൽ ലൂസിങ് ഫോക്കസ് ഒക്കെ ഇല്ലെങ്കിൽ കണ്ടിട്ടില്ല, വേസ്റ്റ് കൊണ്ടേക്ക് പോയി വീഴുന്നത്, അങ്ങനെയൊക്കെ സാധനങ്ങളുണ്ട്. ഓരോ വ്യക്തികളെ എടുത്ത് സ്റ്റഡി ആയിട്ട് നമുക്ക് പറയാം. അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ചൈൽഡ് ഇത് വരുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഉദാഹരണങ്ങളുണ്ട്, സംഭവങ്ങളുണ്ട്. അല്ലെ, റബ്ബർ വളർത്തി 5ാമത്തെ വർഷമാണ് റബ്ബർ വെട്ടിയെടുക്കുന്നത്. അതിന് മുമ്പ് വെട്ടിയാൽ എന്ത് കിട്ടും, ഒന്നും കിട്ടിയല്ല, പാല് കിട്ടും. പക്ഷെ അതോടുകൂടി ആ റബ്ബർ എന്ത് ചെയ്യും, നശിക്കും. അതുകൊണ്ടാണ് ദൈവം ഒരു സമയം വെച്ചിരിക്കും ഇതിനു വേണ്ടി. ആ സമയം വരെ കാത്തിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു, ദീർഘകാലം അതിന്റെ സെലിബ്രേഷൻ ലൈഫ് ഉണ്ടാകും. അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഒരു മാസ്റ്റർബേഷൻ എന്താണ്, എങ്ങനെയാണ്, അത് എന്തുകൊണ്ട് ചെയ്യുന്നത് പറയുന്നു. ചെയ്യുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്, 1, 2, 3 പറഞ്ഞ് ഫിസിക്കലായിട്ട് കാര്യം, മെന്റലായിട്ടുള്ള കാര്യം, പിന്നെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെടുത്തുന്നു. അല്ലെ, വേറെ മൃഗങ്ങളൊന്നും അത് ചെയ്യുന്നില്ല. കാര്യം എന്താ, അല്ലെ, എന്തുകൊണ്ട് മൃഗങ്ങൾ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു കൊടുക്കുന്നു. അതുകൊണ്ടാണ് ആട്ടുമുട്ടന്മാരെ അവര് അതിന്റെ ശരീരം വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ വിൽക്കാനായിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, മന്ദീകരണം നടത്തും. ആട്ടുമുട്ടന്മാരെ ഇറച്ചി ഉണ്ടായതുകൊണ്ട്. എന്തുകൊണ്ട്,
ഈ വൈകാരിക തലം അല്ലെങ്കിൽ മുട്ടനുണ്ടെങ്കിൽ മുട്ടൻ ഒരിക്കലും എന്ത് ചെയ്യില്ല, പുഷ്ടി പ്രാപിക്കില്ല. ഇത് പ്രകൃതിയുടെ ഇതാ. അപ്പോഴാണ് കുട്ടന്മാരെന്ത് ചെയ്യുന്നു, ശരിയാണല്ലോ. അപ്പൊ ഇതെന്താണ്, സ്പിരിച്വൽ ടോക്ക് കൊടുക്കുന്നു, മാനസികമായിട്ട് എങ്ങനെ കൊണ്ടുവരുന്നു, പിന്നെന്താണ് അതിന്റെ പ്രാക്ടിക്കൽ സെക്ഷൻ എന്ന് വെച്ചാൽ ബോഡിക്ക് ഒരു മൈൻഡ് അല്ലെങ്കിൽ ശരീരത്തിന് വേണ്ട കാര്യം പറഞ്ഞു കൊടുക്കുന്നു. കുട്ടി ഫ്രീ ആയി. പല കുട്ടികളും ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞാൽ എന്ത് ഗുണം അറിയാവുക, ഈ മേഖലയിൽ എന്തെങ്കിലും ഒരു കുട്ടിക്ക് പ്രശ്നമാണ്, അവൻ ആരോടൊന്ന് പറയും, നമ്മളോട് പറയും, ചേട്ടാ എനിക്ക് ഇങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് അപ്പോഴും നമ്മൾ കുറ്റപ്പെടുത്തുക, അവൻ എല്ലാ കാര്യം ചെയ്യുന്നുണ്ട് അറിയാം. ഓക്കെ മോനെ, നിനക്ക് ഇന്ന രീതിയിൽ തിരിച്ചു വരാനായിട്ട് സാധിക്കും. അല്ലെ നീ ഇന്ന തിന്മയ്ക്ക് അടിമപ്പെട്ടാണോ നിൽക്കുക. അപ്പൊ നമ്മുടെ ഈ കാലത്ത് പെൺകുട്ടികളെല്ലാം പറയാം പെണ്ണായി ജനിച്ചതിന് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ നമ്മൾ അതിന് പോസിറ്റീവായിട്ട് ഇറ്റ്സ് എ ഗുഡ്. കാരണം ബാക്കി എല്ലാം മനുഷ്യനൊഴിച്ച് ബാക്കി എല്ലായിടത്തും ഇമ്പോർട്ടൻസ് ആർക്കാ, ആണിനാണ് പെണ്ണിനാണ്, മൃഗങ്ങളില് ആണിനാ മെയിലിനാ, ബാക്കി എല്ലാ മൃഗങ്ങളില് കൊമ്പനാനയാണ് പിടിയാനയാണ് എപ്പോഴും പടുത്തി വരുന്നത്. കൊമ്പനാന ആൺസിംഹമാണ് പെൺസിംഹമാണ്, ആൺസിംഹ എല്ലാം വരിക. മനുഷ്യന്റെ കാര്യത്തിൽ വരുമ്പോൾ മാത്രം നേരെ തിരിച്ചുപോയി. ആരാ, പെണ്ണിന്റെ ഇമ്പോർട്ടൻസ്. കാരണം ആണിനേക്കാൾ കൂടെ ദൈവം എന്ത് ചെയ്യുന്നു, മനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ആരെയാ, പെണ്ണിനെയാ. അതുകൊണ്ടാണ് സോപ്പ് തൊട്ട് എന്ത് വിൽക്കണമെങ്കിൽ ആര് വേണം, അവളുണ്ടെങ്കിൽ ഇവിടെ ആ പോസ്റ്ററോട് വല്ലവർ നോക്കുള്ളൂ. സത്യല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, അപ്പൊ ആ പെൺകുട്ടിക്ക് എന്ത് ചെയ്യുന്നു, താൻ പെണ്ണായി ജനിച്ചതിനെ ഓർത്ത് അവൾ എന്ത് ചെയ്യുന്നു, അഭിമാനിക്കുന്നു. ഒരാളെ വിടുന്നു, ഒരാളെ വിടുന്നില്ല. ആണിനെ പിടിച്ചു വെക്കാൻ പറ്റിയില്ല, അത് പ്രശ്നമാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് അവരെ വിടാം, വിടാതിരിക്കാതെ നിങ്ങളെങ്കിലും നമ്മുടെ കുട്ടിക്ക് ബേസിക് ആയിട്ട് ഇന്ന സ്ട്രെങ്തിൽ നമ്മൾ ബിൽഡപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ വിടാം. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു, എന്റെ കുട്ടിയെ ഒരു ഡിസ്റ്റൻസ് വരുമ്പോ അവർക്ക് മാറാനും അല്ലെങ്കിൽ എനിക്ക് താല്പര്യമില്ലാതെ കൈ തട്ടി മാറ്റാൻ തക്കവണ്ണം ഒരു ഇന്നർ സ്ട്രെങ്തിൽ നമ്മുടെ കുട്ടിയെ ബിൽഡപ്പ് ചെയ്താൽ ഈസി ആയിട്ട് വിടാം. അവർക്കറിയാം. കാരണം അവര് ക്ലാസ്സിൽ ചെല്ലുമ്പോ എന്ത് ചെയ്യുന്നു, അവരുടെ പാർട്ടിക്ക് എല്ലാരും പോയവരാണ്, വേറെ ആരും ഇല്ല. അപ്പൊ നീ എന്തോ മണക്കൂസ് പറയായിട്ട് അവർക്ക് നിന്റെ മമ്മിക്ക് എന്താ കുഴപ്പം. ചില കുട്ടികൾ മമ്മിയോട് എതിരിടുന്നു, പപ്പായോട് എതിരിടുന്നു. അവിടെയൊക്കെ നമ്മള് ഒരു ജ്ഞാനത്തോടു കൂടി എന്ത് ചെയ്യാം ചെയ്യാനേ നമുക്ക് പറ്റുള്ളൂ. പക്ഷെ ഞാൻ എന്റെ വ്യക്തിപരമായ ഇതില് നമുക്ക് ഒരു പരിധി കൂടെ കുഞ്ഞുങ്ങളെ ഒന്നും പിടിച്ചു വെക്കാനായിട്ട് സാധിക്കില്ല. ഒരു കുട്ടി ഉഴപ്പണോ, അവർ ഉഴപ്പിയിരിക്കും. ആണായാലും ശരി, മമ്മി പപ്പായെ സുന്ദരമായി കബളിപ്പിക്കാൻ ആർക്ക് സാധിക്കും, പിള്ളേർക്ക് സാധിക്കും. അത് 100% ഉറപ്പാണ്. നേരെ നോക്കിയിട്ട് കാലം അടിച്ചടിച്ചു വാങ്ങും പിള്ളേരെ. ദൈവകുറേ നമ്മുടെ മക്കൾ അങ്ങനെ ചെയ്യുന്നില്ലെന്ന് മാത്രം മനസ്സിലോ. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, ചെറുപ്പത്തിൽ ഞാൻ വീണ്ടും പറയും, നിങ്ങൾ ചെറുപ്പത്തിലെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്നസ്റ്റന്റിൽ ബിൽഡപ്പ് ചെയ്താൽ ഒരു വഴിക്ക് വിട്ടാൽ പോയതുപോലെ തിരിച്ചു വരും. അപ്പൊ യാത്രയ്ക്ക് വിടാം, ഒരു സാധനം വിട്ട്. ചിലവരുണ്ട് ഒരു കടയിൽ പോലും വിടാത്തവരുണ്ട്. കടയിൽ പോയി എന്തെങ്കിലും സംഭവിക്കും. അല്ല, ചെറുപ്പത്തിലെ വിട്ട് എന്ത് ചെയ്യണം, കുഞ്ഞിനെ പോയി വരണം. MRTയിൽ തന്നെ പോകാൻ നമ്മളെ എന്ത് ചെയ്യും, നമ്മള് പരിശീലിപ്പിക്കണം. അപ്പോഴും ഒരാൾ വന്ന് സീറ്റയിൽ വന്ന് ആൺകുട്ടി ഇരുന്നോട്ടെ, പക്ഷെ കീപ് ദ ഡിസ്റ്റൻസ്. അവളുടെ കാര്യത്തിൽ ചെയ്യണം. അപ്പോഴാണ് അവൾക്ക് സ്വതന്ത്രമായിട്ട് ഈ ഭൂമിയിൽ അവൾക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. പ്രൈസ് ലോർഡ്. നമ്മുടെ മനസ്സിൽ കിടക്കുന്നത് എന്തറിയാവോ, കേരളത്തിലെ പശ്ചാത്തലം ഇരുട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലാണ് തോണ്ടില് ഇതൊക്കെ. പക്ഷെ നിങ്ങൾക്കറിയാം മറ്റു സ്ഥലങ്ങളിൽ വളരെ കുറവാണ്. നമ്മുടെ ഒരു കൾച്ചറിന്റെ പിന്നെ ഒരു പ്രത്യേകത കൊണ്ട് സംഭവിക്കുന്നതാണ്.
പക്ഷെ തന്റെ അടുത്തോടെ കാര്യങ്ങൾ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അന്തർമുഖരായ കുട്ടികൾ എന്ത് ചെയ്യണം? മുമ്പോട്ട് വരാൻ വേണ്ടിയുള്ള പ്രോഗ്രാംസ് നമ്മൾ തയ്യാറാക്കി അവരെ കൊണ്ട് എന്ത് ചെയ്യണം? ചെയ്ത് അവരെന്ത് ചെയ്യണം? ഈ നാടിനും വീടിനും ഒക്കെ അനുഗ്രഹമാക്കി മാറ്റണം. പ്രൈസലോ, ഹല്ലേലൂയ. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഉരുത്തിരിയണമെങ്കിൽ ഈ ചൈന കുട്ടികളും ഈ 6ാം ക്ലാസ്സിൽ വെച്ച് അല്ലെങ്കിൽ പ്രൈമറി 6ൽ വെച്ച് കുട്ടികൾക്ക് ഈ വിവരങ്ങൾ കിട്ടുമ്പോൾ അവർ ചിലപ്പോൾ സ്വയംഭാവത്തിന്, സ്വർഗഭാവത്തിന് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യത്തിന് അടിമപ്പെടാൻ സാധ്യതയുണ്ട്. ആ വേദനയിൽ നിന്ന് എന്തുണ്ടാവുള്ളൂ? ഒരു പുതിയ മിനിസ്ട്രി ഉണ്ടാകത്തുള്ളൂ. പ്രൈസലോ. ഇപ്പൊ ഞങ്ങള് ഞാനും വൈഫും കൂടെ കൂടി എന്ത് ചെയ്യുന്നു? കുട്ടികൾക്ക് ലൈംഗിക വിദ്യാഭ്യാസം അങ്ങനെ കൊടുക്കാം. അതെഴുതാ അന്നത്തെ സമയത്ത് കേരളത്തിൽ പല സംഭവം ഉണ്ടായി. ഇപ്പൊ നമ്മളെല്ലാരും പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെ ക്ലാസ്സിൽ പറയുന്നു. അപ്പൊ ചില മാതാപിതാക്കൾ ചോദിച്ചു, നിങ്ങളിങ്ങനെ പറയുന്നല്ലാതെ എന്ത് മെറ്റീരിയൽ ഉണ്ട്? അപ്പോഴാണ് നമ്മൾ ചിന്തിച്ചത് എങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ എന്ത് ചെയ്യുന്നു? 1 വർഷത്തോളം എടുത്ത ബുക്കൊന്ന് പൂർത്തിയാക്കാൻ വെച്ചാൽ അതിന്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് വരണം. വേറെ കൊച്ചു കുട്ടികൾക്ക് ഉള്ളതാണ്. അവർക്ക് ഒരിക്കലും ഇത് വായിച്ച് ജിജ്ഞാസ കൊണ്ട് എന്ത് ചെയ്യുന്നു? വഴിതെറ്റി പോകരുത്. എന്നാൽ എല്ലാ കാര്യവും പറയുകയും വേണം. നമ്മൾ 1 വർഷം എടുത്തു. ശരിയാ. ഞാനും എന്റെ വൈഫ് അതുമായിട്ട് ബന്ധപ്പെട്ട് പല കാര്യങ്ങൾ ചർച്ച വന്നപ്പോൾ എന്റെ 4 മക്കൾക്കും എന്ത് ചെയ്യുന്നു? പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് നമുക്ക് തിരിച്ചറിയുന്നു. അവരെ പഠിപ്പിക്കുന്ന സമയം പോലും നമ്മുടെ തലയിൽ എന്താ ഇങ്ങനെയൊക്കെ വന്ന് പല വീഴ്ച വന്നിട്ടുണ്ട്. സംഭവം സത്യത്തെ അംഗീകരിക്കുന്നു, ഏറ്റു പറയുന്നു. ഒരുപക്ഷെ അന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ 4ാമത്തെ കുട്ടിക്ക് വേറെ പല കാര്യങ്ങളൊക്കെ ചെയ്യാമായിരുന്നു പലതും. പക്ഷെ നമ്മൾ ഒരു കാര്യം ദൈവം നമുക്ക് പ്രചോദനം തന്നു, അത് ചെയ്തു, അത് പൂർത്തിയാക്കി. അതുകൊണ്ട് ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഒത്തിരിയേറെ കുട്ടികളെ സഹായിക്കാൻ സാധിച്ചു. ശരിയാ, നമുക്കൊരു നഷ്ടങ്ങൾ വന്നു, പക്ഷെ വേറെ കുറെ പേർക്ക് നേട്ടങ്ങൾ ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആരെങ്കിലുമൊക്കെ ഒരു മിനിസ്ട്രിയിൽ കുറച്ച് പെയിൻ എടുത്താൽ, ഒരുപക്ഷെ അവരുടെ ജീവിതം നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ 100% ആയിരിക്കണമെന്നില്ല. അവിടെയാണ് സമൂഹത്തിന് എന്തുണ്ടാകുന്നത്? നന്മ ഉണ്ടാകുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ നിങ്ങൾക്ക് മലയാളം കമ്മ്യൂണിറ്റിയിൽ ചില വ്യക്തികളൊക്കെ, അല്ലെങ്കിൽ ഈ ഗ്രൂപ്പിലും ചില വ്യക്തികളൊക്കെ പെയിൻ എടുത്തുകൊണ്ടാണ് ഇന്നിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇപ്പൊ ഞാനിവിടെ വന്നു, നിങ്ങൾ കൊച്ചു ഗ്രൂപ്പിന് വേണ്ടി അപ്പൊ അതിന് ചെലവുണ്ട്. വേറെ ആരൊക്കെ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? പെയിൻ എടുക്കുന്നു. അവരുടെ സമ്പത്തിന്റെ ഒരു ഭാഗം എന്ത് ചെയ്യുന്നു? മാറ്റി വെക്കുന്നു. അതുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ നടന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ചിലപ്പോൾ വലിയ റിസൾട്ട് കുട്ടികളുടെ വന്നില്ലെങ്കിലും നിങ്ങളുടെ കുറെ പേരുടെ ജീവിതത്തിൽ, കുടുംബത്തിൽ എന്ത് ചെയ്യും? മാറ്റങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ കുഞ്ഞുങ്ങളോട് സമീപനത്തിൽ നിങ്ങൾക്ക് മാറ്റം വരും. അതുവഴി എന്ത് ചെയ്യുന്നു? ആ കുഞ്ഞിന്റെ ഭാവി. അപ്പൊ അതിനുവേണ്ടി വേറെ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? പെയിൻ എടുക്കും. അതാ ജീവിതം മുഴുവൻ. ആരെവിടെ എടുത്തോ? അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭാരങ്ങൾ പങ്കുവെക്കുകയും ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോഴാണ് പുതിയൊരു മൂവ്മെന്റ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? പ്രൈമറി 6ൽ അതിനെ ബ്രേക്ക് ചെയ്ത് നല്ലൊരു ബുക്ക്ലെറ്റ് തയ്യാറാക്കി. ആ ബുക്ക്ലെറ്റ് എന്ത് ചെയ്യുന്നു? UK-കാർക്ക്, അമേരിക്കക്കാർക്കെല്ലാം എന്ത് ചെയ്യുന്നു? ഉപയോഗിക്കാൻ സാധിക്കുന്നു. അല്ലെ? പ്രൈസലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്കൂളിലെല്ലാം കൊടുക്കുന്ന പ്രൈമറി 6 കൊടുക്കുന്ന ഒരു ബുക്കുണ്ട് അല്ലെ, സെക്സ് എഡ്യൂക്കേഷൻ ഒരു ബുക്കുണ്ട് ഇംഗ്ലീഷിൽ. ഓർക്കുന്നുണ്ടോ? നമ്മള് പണ്ട് ഞാനിവിടെ വന്നപ്പോ എനിക്ക് തന്നു വിട്ടായിരുന്നു. അവയർനെസ്, പാരന്റിങ് എന്ന് പറഞ്ഞാൽ ഈ കാര്യം എങ്ങനെയാണ് കുട്ടികളോട് സംഭാഷണം നടത്തി കൊടുക്കുന്നത് അല്ലെ. ഒരു മഞ്ഞ കവറൊക്കെ ഉള്ള ഒരു ബുക്ക് അല്ലെ. പണ്ട് നമ്മുടെ ഒരു സ്കൂളിൽ ഒരു പ്രോഗ്രാം നടത്തി, ഒരു വരാന്തയിലൊക്കെ ഒരു പ്രോഗ്രാം നടത്തിയില്ല ക്രിസ്ത്യൻ. പറഞ്ഞു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ആ ബുക്ക് കിട്ടുമ്പോ അതിനകത്ത് നെഗറ്റീവ് ഉണ്ട്. എന്തുകൊണ്ട് പോസിറ്റീവ് ബുക്ക് ആക്കിക്കൂടാ? ഇപ്പൊ ഈ കുഞ്ഞുങ്ങളുണ്ട്, അവരെല്ലാം ഇത് കടന്നു വന്നവരാണ്. അപ്പൊ അവരെ കൊണ്ട് എന്ത് ചെയ്യാം? അതിനകത്ത് ആഡ് ചെയ്യാം. ഇന്ന കാര്യങ്ങൾ മമ്മി വേണം, പപ്പ വേണം. അങ്ങനെ അവരെന്ത് ചെയ്യുന്നു? ഈ കുഞ്ഞുങ്ങൾ പ്രൈമറി 6ന്റെ പ്രോഗ്രാം നടക്കുമ്പോൾ അവര് ആനിമേറ്റ് ചെയ്യണം, ലീഡ് ചെയ്യണം. നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മതി ക്ലാസ് എടുക്കാൻ. അപ്പൊ ഈ ചേച്ചിമാരും ചേട്ടന്മാരും എന്ത് ചെയ്യുന്നു? ഞങ്ങൾ എങ്ങനെയാണ് ഇതിനെ ഫേസ് ചെയ്തെന്ന് പറയുന്നു. അപ്പൊ അവർക്ക് എന്ത് ചെയ്യുന്നു? ഞാനിപ്പോ ഇത് പറയുവാണെങ്കിൽ എന്ത് ചെയ്യുന്നു? അത് കോട്ടയത്തായോണ്ട് പറ്റുമെന്ന് പറയും, സിംഗപ്പൂര് പറ്റിയെന്ന് പറയും. പക്ഷെ ഇവള് പറഞ്ഞാലോ പിള്ളേർക്ക് വിശ്വാസമായി. അപ്പൊ എന്ത് ചെയ്യും? നല്ലൊരു ടീമായില്ലേ? അപ്പൊ എല്ലാ വർഷവും അങ്ങനത്തെ ഒരു സിലബസ് വെച്ച് എന്ത് ചെയ്യുന്നു? ഒരു പ്രോഗ്രാം നേരത്തെ ചാർട്ട് ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കെങ്കിലും എന്ത് ചെയ്യുന്നത്? നന്മയായിട്ട് വരുന്നു. ഓക്കെ, പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ വരണമെങ്കിൽ ബൈബിൾ പറയാണ് എന്താണ്? എന്റെ ജനതയുടെ പുത്രിക്കുണ്ടായ നാശനിമിത്തം എന്റെ കണ്ണിൽ നീർച്ചാലുകൾ. ഈ കുട്ടികളെയെല്ലാം ആരായിട്ട് കരുതണം? സ്വന്തമായിട്ട്. അടുത്ത വാക്യം നമുക്ക് വായിക്കാം. സ്വരമതി വായിച്ചു 49 വിലാപങ്ങളുടെ പുസ്തകം. എന്റെ കണ്ണുനീർ അവിരാമം പ്രവഹിക്കും, അത് നിൽക്കുകയില്ല.
എന്റെ നഗരത്തിലെ കന്യകമാരുടെ വിധി. ഈ കുട്ടികളുടെ കാര്യത്തിൽ സ്വർഗം നോക്കി കാണുന്നിടം വരെ ഞാൻ എന്ത് ചെയ്യും? കണ്ണുനീരോടെ പ്രാർത്ഥിക്കും. സ്വർഗത്തിന്റെ പദ്ധതി, അതിനെ ബ്രേക്ക് ചെയ്യുന്ന സ്വർഗത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തി കിട്ടുന്നിടം വരെയും ഞാൻ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കുക. അപ്പൊ നിങ്ങൾ ഒരു രണ്ടുപേരെങ്കിലും കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തയ്യാറാകുമ്പോൾ ഇല്ലായ്മയിൽ ദൈവം എന്ത് ചെയ്യുന്നു? ഒരു പുസ്തകത്തെ, ഒരു സബ്ജക്റ്റിനെ ദൈവം എന്ത് ചെയ്യുന്നു? ഉയർത്തി എടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇപ്പൊ ഈ സബ്ജക്റ്റിനെ കുറിച്ച് അധികം വിഷമിക്കേണ്ട. ഒന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് തന്നെ ഇഷ്ടംപോലെ മലയാളം പുസ്തകമുണ്ട് അല്ലെ? ആ പുസ്തകത്തിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുന്ന റിലവന്റ് ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് പറ്റുന്നത് മാത്രം എടുത്ത് എന്ത് ചെയ്യണം? സോർട്ട് ചെയ്താൽ മതി. പുസ്തകം തീർന്നില്ലേ? ആര് ചെയ്യും? എത്ര വർഷമായി? നൈറ്റ് ഇടയ്ക്കിടയ്ക്ക് പറയും നമുക്ക് ഓർഡർ ശരിയാക്കാം. ഓക്കെ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് അവിടെയാണ് നമ്മുടെ ടൈം വെച്ച് എന്ത് ചെയ്യണം? ഇപ്പൊ ഇവർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ഇഞ്ചക്ഷൻ 3 വയസ്സിൽ എടുക്കും അല്ലെ? അതിന് ടൈം വെച്ചിട്ടുണ്ട്. ആ ടൈമിന് മുമ്പ് എടുത്താലേ ഉള്ളൂ. എന്തുകൊണ്ട്? അതിനുശേഷം എടുത്താലോ? അപ്പൊ നമുക്ക് ഇവിടെ എന്തെങ്കിലും പ്രായോഗികമായിട്ട് നടക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഒരു സമയം വെക്കണം. അടുത്ത ഇന്ന മാസം ഇന്നയാണത് പൂർത്തിയാക്കുന്നത്. അപ്പോഴാണ് അദ്ദേഹം അതിനുവേണ്ടി എന്ത് ചെയ്യും? പെയിന് എടുക്കും. അയാൾക്ക് ഇപ്പൊ എക്സ്ട്രാ ഡ്യൂട്ടി കിട്ടിയാൽ ചെയ്യത്തില്ല എന്ന് പറഞ്ഞ പോലെ അത് പൂർത്തിയാക്കി എന്ത് ചെയ്യുന്നു? കൊണ്ടുവരുന്നു, ഗ്രൂപ്പിലാക്കുന്നു, എന്തെങ്കിലും ആഡ് ചെയ്യുന്നു, പൂർത്തിയാക്കുന്നു. അതോടുകൂടി എന്ത് ചെയ്യുന്നു? ഒരു സാധനം പൂർത്തിയാക്കി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇങ്ങനെ നമുക്ക് പ്രവർത്തിക്കണമെങ്കിൽ കുട്ടികളെ കുറിച്ച് ഒരു ആത്മഭാരം നമുക്ക് വേണം. എന്ന് പറഞ്ഞാൽ കുട്ടികളെ കുറിച്ച് എന്ത് വേണം? വലിയൊരു ഭാരം. ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. കർത്താവിനെയാണ് കുഞ്ഞുങ്ങൾ കൈവിട്ടു പോകുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ മാത്രം പോരാ, ഈ രാജ്യത്തെ എല്ലാ കുട്ടികളെയും കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒരു പുളിമാവാക്കി നീ മാറ്റണമേ. സ്കൂളില്, ഇടവകയില് ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യുവാനായിട്ട് എന്ന് വെച്ചാൽ നല്ല സ്വഭാവം പ്രകടമാക്കുവാൻ ഒരു പുളിമാവാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അവിടെ ഇടപെടും. ഇന്നലെ ഇവിടുത്തെ ചേച്ചി വന്നിട്ട് ചേച്ചി പറഞ്ഞു, എന്നെ കുട്ടിയെടുത്ത് ഉമ്മ തരട്ടെ എന്ന് പറഞ്ഞു, ഐ ലവ് യു എന്ന് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അവനെ സ്പിരിച്വൽ ഫോർമേഷൻ സഹായിച്ചു കൊടുത്താൽ എന്ത് ചെയ്യുന്നു? അങ്ങനെ പറയുമ്പോൾ മറ്റു കുട്ടികൾ ശ്രദ്ധിക്കും, ഇവന് സൗജന്യമായിട്ട് കിട്ടിയിട്ട് പോലും വേണ്ടെന്ന് പറയുന്നു. ഞങ്ങൾക്ക് എത്ര കിട്ടിയിട്ട് മതിയാകുന്നില്ല. എന്താണ് കാരണം? അപ്പൊ ഇവന്റെ അടുത്ത് ചോദിക്കും, നിനക്ക് എന്നാണ് ഇതൊന്നും വേണ്ട, ഞങ്ങൾക്കാണ് കിട്ടിയിട്ടും മതിയാകുന്നില്ല. അപ്പൊ ഇവന് ആരെ കുറിച്ച് പറയാൻ പറ്റും? കാരണം എനിക്ക് എന്നാലും പിള്ളേരല്ലേ. ഓക്കെ, അപ്പൊ അവൻ ആരെ കുറിച്ച് പറയാൻ പറ്റും? എന്നെ സ്നേഹിക്കുന്ന ഒരാളുണ്ട്, ഈശോ ഉണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ലാത്തത്. എന്റെ ശരീരം ദൈവത്തിന്റെ ആലയമാണ്, നിർമ്മലമായി സൂക്ഷിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതെന്റെ കണ്ടീഷൻ, എന്റെ ചിന്ത അതാണ്. ഓക്കെ, അപ്പൊ അവർക്ക് ആരെ കണ്ടെത്താൻ ഇടവരുന്നു? യേശുവിനെ കുറിച്ച് തിരിച്ചറിയാനായിട്ട് ഇടവരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പ്രിയപ്പെട്ടവരെ, ഇതുകൊണ്ടാണ് 3 കാര്യങ്ങൾ നമ്മൾ പ്രീച്ചി മിനിസ്റ്റർ സമയത്ത് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥനയെ പ്രവേശിക്കുക. 1, 3 P, പ്രയർ. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിക്കണം. പ്രയറിൽ 2, പ്രിപ്പറേഷൻ. നിങ്ങൾ എന്ത് ചെയ്യണം? എല്ലാ കാര്യങ്ങൾക്കും ഒരുക്കമാണ്. ഇപ്പൊ സെക്സ് എഡ്യൂക്കേഷൻ ക്ലാസ് എടുക്കാൻ റെഡി. നിങ്ങൾക്ക് പറ്റുന്ന പുസ്തകങ്ങളൊക്കെ വായിക്കുന്നു. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഈ സ്കൂളിൽ എടുക്കുന്ന പുസ്തകം വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? സ്കൂളിൽ എടുക്കുന്ന സിലബസ് എന്താണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നവര് ഉണ്ടോ? ഓക്കെ, അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം? അതുമായിട്ട് ബന്ധപ്പെട്ട് അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. ഓക്കെ, 4, 3 പ്രാക്ടീസ്. പ്രയർ, പ്രിപ്പറേഷൻ, പ്രാക്ടീസ്. ഇത് ചെയ്ത് നിങ്ങൾ പ്രാർത്ഥിക്കുകയും വേണ്ട ഒരുക്കങ്ങൾ നടത്തുകയും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ ദൈവം നിങ്ങളെ സമയാന്തരം കൈപിടിച്ച് ഉയർത്തും. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? യുദ്ധഭൂമിയിലേക്ക് ഇറങ്ങി യുദ്ധം ചെയ്ത് കുഞ്ഞുങ്ങളെ യേശുവിന് വേണ്ടി നേടുവാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമുക്കൊരു സ്പോർട്സ് താരം, ഒരു ഫുട്ബോൾ കളിക്കാരൻ, അവൻ ടൂർണമെന്റ് വരും മാത്രമല്ല കളിക്കുന്നത്, അതിനു മുമ്പേ അവൻ എന്ത് ചെയ്യുന്നു? ഇപ്പൊ മത്സരത്തിലുണ്ടായി. ഇപ്പൊ എന്നും പത്രത്തില് ക്ലബുകൾ തമ്മിലുള്ള കോമ്പറ്റീഷൻ, തീവ്രമായ കോമ്പറ്റീഷൻ നടക്കുന്നത്. എന്തിനു വേണ്ടി ഒരുക്കാതെ? വേൾഡ് കപ്പിന് വേണ്ടിയുള്ള
ഒരുക്കമാണ് വാസ്തവത്തിൽ നടക്കുന്നത്. നമ്മൾ ഈ പദ്ധതി വായിക്കുന്ന യൂറോ മറ്റേത് മരുന്ന് എല്ലാം കൂടെ ഒന്നിച്ചു വരുവാണ്. കാരണം ഇവന്റെ എഫിഷ്യൻസി എത്രയുണ്ട്, ഇവന്റെ ഈ ട്രിക്സ് ഒക്കെ എത്രമാത്രം എന്ത് ചെയ്യുന്നു. ഗോൾ മുഖത്ത് കളിക്കാരടുത്തേലും കളി പഴുക്കാൻ പറ്റും, എല്ലാം അളക്കും അവര്. ഇവൻ കളിക്കാരനും സ്വയം കഴിവ് അളക്കുന്നു, ഇവനെ പ്രിവെന്റ് ചെയ്യാനുള്ളവനും എന്ത് ചെയ്യുന്നു, അവന്റെ കഴിവും അളക്കുന്നു. എന്നിട്ടാണ് അവരിപ്പോൾ എന്ത് ചെയ്യുന്നു, അതാത് രാജ്യങ്ങളെ റെപ്രസെന്റ് ചെയ്ത് ബ്രസീലിലോട്ട് വേൾഡ് കപ്പിന് ചെന്നിറങ്ങുമ്പോൾ തന്നെ എന്താ ഫുൾ ഫിറ്റ് എല്ലാരും. അന്നേരമാണ് സിറ്റപ്പ് ഒന്നും ചെയ്യാൻ പോകുന്നത്. പിന്നെ എന്താ ഫുൾ ഫിറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. എപ്പോ പറഞ്ഞു അപ്പൊ ചാടി ഇറങ്ങുന്നു, ബോള് അടിക്കും. അതിനുശേഷം 10 മിനിറ്റ് ഓടിയിട്ട് ഞാൻ പോയി അല്പം എക്സസൈസ് ഒക്കെ ചെയ്ത് വരാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, കളി അപ്പോഴേക്കും. അപ്പൊ നിങ്ങൾ വിളിക്കപ്പെട്ട വ്യക്തികളെ സംബന്ധിച്ചോളാം റെഡി, എപ്പോ വേണമെങ്കിലും എങ്ങനെ ചെയ്യാനും റെഡിയായി. പ്രൈസലോ ഹല്ലേലൂയ. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവാഞ്ചലൈസേഷൻ 2033 വരുന്നത്. കാരണം ഇന്നത്തെ കുട്ടികളെ നമ്മൾ ഫോക്കസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ. അന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് ബുക്ക്ലെറ്റ് തന്നായിരുന്നു, എടുക്കാമോ ബുക്ക്ലെറ്റ് ഒന്ന്? അതിനകത്ത് ചില കാര്യങ്ങളൊന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യുന്നു, കുട്ടികൾക്കായിട്ട് ഇത് വായിച്ചായിരുന്നു. ഇത് അപ്പൊ നിങ്ങളുടെ കുട്ടികളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം. കാരണം കുട്ടികൾക്ക് കൃത്യമായ എയിം കിട്ടുമ്പോഴാണ് അവർക്ക് എന്ത് ചെയ്യുന്നു, ആക്റ്റീവ് ആകാൻ സാധിക്കും. ഒരു ഈവന്റ് വരുമ്പോൾ കുട്ടികൾ എപ്പോഴും എന്ത് ചെയ്യും, ആക്റ്റീവ് ആകും. ഒന്നുമില്ലെങ്കിൽ കുട്ടികൾക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് ഇല്ല എന്ന് തോന്നും. ഹല്ലേലൂയ. സ്വരമതി പറയാം ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്വരമതി പറയാം യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഒന്നിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഇത് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല, കിട്ടാതെ കൊണ്ടുവന്നില്ലെന്നോ? ഓക്കെ. കിട്ടിയോ? ഓക്കെ. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് കുട്ടികളെ സഹായിക്കുന്നത്? ഇപ്പൊ വലിയവർക്കൂടി വേണ്ടിയുള്ളതാണ്. അപ്പൊ കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 2033 പ്രത്യേകതകൾ പറഞ്ഞ് കുട്ടികളെ എന്ത് ചെയ്യുന്നു, ഒരു വലിയ ദർശനം പിള്ളേർക്ക് കൊടുക്കുകയാണ്. ഇപ്പൊ ബ്രസീലില് വേൾഡ് കപ്പ് ഫുട്ബോൾ വന്നപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു, ഒരു വലിയൊരു ഈവന്റ് വരുമ്പോൾ എല്ലാവരും എന്ത് ചെയ്യും, അതിനോട് സഹകരിക്കും. ഇപ്പൊ നിങ്ങൾ കൺവെൻഷൻ വരുമ്പോൾ നിങ്ങളുടെ എല്ലാ മിനിസ്ട്രിയും എന്ത് ചെയ്യും, സഹകരിക്കും. ഇതുവരെയും ഇല്ലാത്തവർ പോലും മുമ്പോട്ട് വന്നിട്ട് എന്ത് ചെയ്യും. ഇപ്പൊ വട്ടാലജൻ അടുത്ത ജനുവരിയിലെ കൺവെൻഷൻ വരാൻ പോവാന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുന്നു, പോക്കറ്റിൽ കിടക്കുന്നവരെല്ലാം അതിനൊരു കമ്മിറ്റി കൂടാൻ പോവാണ്. സ്റ്റേജ് കമ്മിറ്റിയാണ് ആദ്യം തിരഞ്ഞെടുക്കുന്ന പറഞ്ഞാൽ ഈ അടുത്ത കാലത്ത് പ്രേ ഗ്രൂപ്പ് വരാത്തവർ പോയി ചിലപ്പോൾ എന്തിനു വേണ്ടി ഒരു ഈവന്റ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ ഈ ഈവന്റിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ ഒരുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അന്നത്തെ മാതാപിതാക്കൾ, അന്നത്തെ കുട്ടികൾ, അന്നത്തെ വൈദികർ, അന്നത്തെ സിസ്റ്റേഴ്സ് എല്ലാം ആരാ? ഇന്നത്തെ കുട്ടികളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ അതിന്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞ് നിങ്ങളിങ്ങനെ ഗ്രൂപ്പിലെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു ഗുണം എന്നറിയാവോ, ഞങ്ങൾക്ക് എന്തോ പ്രത്യേകമായിട്ടും 2033 ചെയ്യാൻ ഉണ്ട്. പ്രിയപ്പെട്ട മക്കളെ, അപ്പ കാണത്തില്ല, അമ്മ കാണത്തില്ല. ഒരു പക്ഷെ നിങ്ങളായിരിക്കും അന്നത്തെ എന്ത് ചെയ്യുന്നു, മലയാളി കമ്മ്യൂണിറ്റിയുടെ അല്ലെങ്കിൽ സിംഗപ്പൂർ ചർച്ചിന്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ. ഒരു പക്ഷെ നാളത്തെ വൈദികര്, സിസ്റ്റേഴ്സ്, മാതാപിതാക്കൾ, എഞ്ചിനീയേഴ്സ്, ഡോക്ടേഴ്സ്, MLA, പ്രധാനമന്ത്രി, MP, മന്ത്രി, പഞ്ചായത്ത് പ്രസിഡന്റ്, കൃഷിക്കാരൻ, ഓട്ടോറിക്ഷക്കാരൻ, എല്ലാരും ആരാ? ഇന്നത്തെ കുട്ടികളാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന്റെ സാധ്യതകളെ കുറിച്ച് അവിടെയാണ് നമ്മള് മൊത്തം വായിച്ച് സമയമില്ലാത്തതുകൊണ്ട് നമ്മള് പേജ് നമ്പർ എടുക്കാം. എന്ത് ചെയ്തു, നമ്മളെന്ത് ചെയ്യുന്നു, മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പിള്ളേരോട് പറയാണ്, എല്ലാരോടും. അതിന്റെ പേജ് നമ്പർ 21. മാർപ്പാപ്പയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത് എപ്പോഴാ? ആരെങ്കിലും പ്രാർത്ഥിക്കാറുണ്ടോ മാർപ്പാപ്പയ്ക്ക് വേണ്ടി? എപ്പോഴാ പ്രാർത്ഥിക്കുന്നത്? ഡിവൈൻ മേഴ്സി പേരില്. ലക്ഷ്യം വെക്കുന്നത് എന്താ? എന്തിനാ ലക്ഷ്യം വെക്കുന്നത്? എന്തോ എന്റെ മാർപ്പാപ്പയ്ക്ക് എന്താ നിലനിൽപ്പ്? മാർപ്പാപ്പ വീണാ സഭയെ നയിക്കും. നിങ്ങൾ അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിച്ചോ. ശരിക്കും പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ മാർപ്പാപ്പ ആദ്യത്തെ മാർപ്പാപ്പയെ പോലെ. ആദ്യത്തെ മാർപ്പാപ്പ ഈ മാർപ്പാപ്പ വ്യത്യാസം എന്താ? ഇതുകൊണ്ടാ ഇതിങ്ങനെ ചിന്തിച്ചേ.
ഇപ്പോഴത്തെ മാർപ്പാപ്പ കെട്ടിപ്പിടിക്കുന്ന രോഗിക്ക് വ്യത്യാസമൊന്നുമില്ല. അന്നത്തെ മാർപ്പാപ്പയുടെ നേടടിക്കുമ്പോ എന്ത് ചെയ്യുന്നു? ഇതുപോലുള്ള വരങ്ങൾ ആരിൽ പ്രകടമാകണം? മാർപ്പാപ്പയിൽ. ഹല്ലേലൂയ. അപ്പോഴും ഡിവൈനലൈസേഷൻ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഈ ഒരു രോഗിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തു, അമൃതാനന്ദമയും കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. രണ്ട് വ്യത്യാസമല്ല. രോഗിക്ക് മാറ്റമൊന്നുമില്ല. രോഗിക്ക് എന്താ? ഒരു സ്ത്രീ കെട്ടിപ്പിടിച്ചു, ഒരു പുരുഷൻ. ഞാൻ പറയുന്നത് കാശ്. നമുക്കിങ്ങനെ അമൃതാനന്ദമയെ പോലെ മാർപ്പാപ്പ ഇരുന്നിട്ട് കാര്യമില്ല. മാർപ്പാപ്പ എന്ത് ചെയ്യണം? അദൃശ്യനായ ദൈവത്തിന്റെ ശക്തി പ്രകടമാണ്. പട്ടാഴ്ച പ്രാർത്ഥിക്കുമ്പോ ക്യാൻസർ മാറുന്നു. അപ്പൊ മാർപ്പാപ്പ പ്രാർത്ഥിച്ചാലോ മാറണം. എന്തുകൊണ്ട് മാറുന്നില്ല? അങ്ങനെ പറയുന്നില്ല, അത്രേ ഉള്ളൂ. എന്തോ ഇല്ല, മാർപ്പാപ്പ പറയുന്നില്ല. ശ്രദ്ധിച്ചാൽ അറിയാം, മാർപ്പാപ്പ അങ്ങനത്തെ കാര്യങ്ങളൊന്നും. രോഗികൾ ആസ്വാദം കൊടുക്കുന്നു അല്ല. വത്തിക്കാനിൽ ആയിരക്കണക്കിന് രോഗികൾ വരുന്നു. മാർപ്പാപ്പ പറഞ്ഞാൽ യേശുവേ അങ്ങയുടെ നാമത്തിൽ വീൽചെയർ എനിക്ക് എല്ലാവരും എഴുന്നേക്കട്ടെ എന്ന് പറഞ്ഞേ. എഴുന്നേക്കോ ഇല്ലയോ? എഴുന്നേക്കും. പക്ഷെ പറയാത്തോണ്ട് എന്തില്ല. ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് ബഹളം ഉണ്ടാക്കി. ഞാൻ ജോസയുടെ നൈറ്റിൽ വീട്ടിൽ വന്ന് ആവശ്യമില്ലാതെ കാണിക്കും. ഞാനിവിടെ ഇറങ്ങിപ്പോണെങ്കിൽ എന്ത് പറയണം? ജോസ് പറയാണ് ഹലോ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? തന്നോട് പറഞ്ഞ ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ ഇപ്പോ പറഞ്ഞില്ലെങ്കിലോ ഞാനവിടെ ഇരിക്കും. നിങ്ങളെന്ത് ചെയ്യും? എനിക്ക് പറയട്ടെ. അധികാരമുള്ളവർ എന്ത് ചെയ്യണം? പറയണം. ഇപ്പൊ ഡാമൻഷ്യൻസ് പറയുന്നു, ക്യാൻസർ മാറുന്നു, തലവാരോ സുഖപ്പെടുന്നു, ഒട്ടാലിച്ചൻ പറയുന്നു, വിനോദച്ചൻ പറയുന്നു, മാത്യു നാക്കാമച്ചൻ പറയുന്നു. ഇവരെല്ലാം പറയുമ്പോൾ രോഗശാന്തി നടക്കുന്നില്ലേ? മാർപ്പ പറഞ്ഞാൽ നടക്കുമല്ലേ? പറയണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. നമ്മളിപ്പോഴും പ്രാർത്ഥിക്കുന്നത് വെടിയേൽക്കാതിരിക്കണം. അതായത് ശരീരത്തിന്റെ കുഴപ്പവും വരാതെ സഭയ്ക്ക് എന്താ ഗുണമായിരിക്കുന്നത്? എന്തോ പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞ അറിയിക്കരുത്. അപ്പൊ വത്തിക്കാനില് ആയിരക്കണക്കിന് ആൾക്കാർ വരുമ്പോ മാർപ്പാപ്പയ്ക്ക് എന്തുകൊണ്ട് ഒരു രോഗശാന്തി ശുശ്രൂഷ നടത്തിക്കൂടാ? അതൊക്കെയല്ലേ ആദ്യത്തെ മാർപ്പാപ്പ ചെയ്തത്. കരിസ്മാറ്റിക് അല്ലല്ലോ. ആദ്യത്തെ മാർപ്പാപ്പ ചെയ്ത കാര്യം ചെയ്താൽ മതിയില്ലേ? പ്രിയപ്പെട്ടവരെ, ചർച്ച എപ്പോഴും കരിസ്മാറ്റിക്കാ. ചർച്ച എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ കാലഘട്ടം. ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴാണ് അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുന്നു? തലയിൽ ബോധ്യം ഉണ്ടാകുന്നു. അപ്പൊ അതേ ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി. കിളിവാതിൽ തുറന്ന് കർത്താവായ യേശുവേ ഇവിടെ എല്ലാ രോഗികളെ സുഖപ്പെടുത്തി നീ അയക്കണമേ. അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയേ തീർച്ചയായിട്ടും വലിയ സൗഖ്യങ്ങൾ നടക്കും. അപ്പോഴെന്താ? മാർപ്പാപ്പ ഒരു രോഗിയെ കെട്ടിപ്പിടിക്കുന്നു, അന്നേരം രോഗശാന്തി നടക്കുന്നു. അത് ലൈവായിട്ട് ലോകം മുഴുവൻ കാണുന്നു. ആർക്കും നിഷേധിക്കാൻ പറ്റാത്ത രീതിയിൽ നിന്നപ്പോൾ വേൾഡ് ഡിവൈനൈസേഷൻ അല്ലെ യാഥാർത്ഥ്യമാകും. ഒറ്റ സെക്കൻഡ് മതി. ബേസലോ അതേ ഇപ്രാവശ്യം മാർപ്പാപ്പ എന്ത് ചെയ്ത് ഇസ്രായേൽ കണ്ടു തിരിച്ചു വന്ന് പറഞ്ഞു അച്ഛന്മാരുടെ കല്യാണം കഴിക്കുന്നതിനെ കുറിച്ച് ചോദിച്ചു. അതേപോലെ നമുക്ക് ആലോചിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, അത്രേ പറഞ്ഞുള്ളൂ. ലോകം മുഴുവൻ എന്ത് ചെയ്തു? എല്ലാവരും അത് ഏറ്റുപിടിച്ചു. നിങ്ങളുടെ എല്ലാം ഫേസ്ബുക്കിൽ ചിലപ്പോൾ വന്നു കാണും ഓരോന്ന് അല്ലെ. നെഗറ്റീവും പോസിറ്റീവ്. നെഗറ്റീവ് ഒത്തിരി വന്നിട്ടുണ്ട് അല്ലെ. ഡൈവേഴ്സായ കാര്യം എത്രയും വേഗം ഒരു ഫേസ്ബുക്കിൽ ആൾ എഴുതിയിട്ട് എത്രയും വേഗം അച്ഛന്മാരെ കെട്ടിക്കുക, ഞങ്ങളുടെ അമ്മയും പെങ്ങന്മാരും ഒക്കെ സുഖമായിട്ട് ജീവിക്കട്ടെ. കാരണം അദ്ദേഹത്തിന്റെ ഒരു വാക്ക് എല്ലായിടത്തും എന്ത് ചെയ്യുന്നു? നെഗറ്റീവും പോസിറ്റീവായിട്ട് ചലനം. അപ്പൊ വേൾഡ് ഡിവൈനൈസേഷൻ യാഥാർത്ഥ്യമാക്കാൻ ചുരുങ്ങിയ സമയം മതി. ആരൊന്നും സജ്ജമായ മതി. നമ്മളിങ്ങനെ ഭൗതികതയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കരുത്. വെടിയേക്കാതിരിക്കട്ടെ, അദ്ദേഹത്തിന് സംവിധാനം ക്രമം തെറ്റാതെ കൊണ്ടുപോട്ടെ. ഈ ക്രമം തെറ്റാതെ കൊണ്ടുപോയിട്ട് ആർക്കെന്താ ഗുണം? ചർച്ചിന് എന്താ ബെനിഫിറ്റ്? ഇല്ല, മാർപ്പാപ്പ ഇത് പറഞ്ഞെങ്കിലും അതിനപ്പുറം പോകാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞത് നമ്മളിങ്ങനെയാ പ്രാർത്ഥിക്കേണ്ടത്. അപ്പൊ മാർപ്പാപ്പയിൽ ഉണ്ടാകുന്ന മാറ്റം ആഗോള സഭയിൽ മുഴുവൻ എന്ത് ചെയ്യുന്നു? മാറ്റത്തിന്. നിങ്ങളെല്ലാരും നിങ്ങളുടെ വ്യക്തിപര കുടുംബപ്രാർത്ഥനയിലൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. രണ്ടാണ് അച്ഛന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്. നമുക്കറിയാം, അടുത്ത പേജിൽ നിന്ന് എടുക്കാം പെട്ടെന്ന്. അച്ഛന്മാരില്ലെങ്കിൽ എന്തില്ല? കുർബാനയില്ല. കുർബാനയില്ലെങ്കിൽ സഭയില്ല.
ഹല്ലേലൂയ, സർവ്വ ഹല്ലേലൂയ. അപ്പൊ നമ്മൾ കുട്ടികളെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കണം വൈദികർക്ക് വേണ്ടി. അങ്ങനെയൊക്കെ പറയുന്നു, കുട്ടികളുടെ ഉള്ളിൽ ദൈവവിളിയെ പരിപോഷിപ്പിക്കാൻ അതിന് സാധിക്കും. ഇപ്പൊ സിനിമയിലൂടെയൊക്കെ നമുക്ക് വേണമെങ്കിൽ സിനിമയുടെ 1-2 രംഗങ്ങളെ കാണിക്കുന്നു, അച്ഛന്മാരെ കളിയാക്കുന്നത്. മക്കളെ ഇത് ജീവിതമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? നിങ്ങൾ കണ്ടുമുട്ടിയ ഏതെങ്കിലും അച്ഛന്മാര് നിങ്ങൾ കുമ്പസാരിച്ചപ്പോൾ എന്തെങ്കിലും വൃത്തികേട് നിങ്ങളോട് ചോദിച്ചോ? ഇല്ല. ഇതെന്താ? ഇത് വെറും ഒരു തമാശയ്ക്ക് വേണ്ടി ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതാണ്. എന്ത് ചെയ്യാം? അവിടെയാണ് നിങ്ങൾക്ക് ചലഞ്ചായി സ്വീകരിക്കാം. ഒരു വൈദികനായിട്ട് എന്ത് ചെയ്യാം? ഈ വെല്ലുവിളി സ്വീകരിച്ച് യഥാർത്ഥ അച്ഛനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വെളിപ്പെടുത്തി കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 3 നമ്മൾ പ്രാർത്ഥിക്കുന്നതാണ് സിസ്റ്റേഴ്സിന് വേണ്ടി. സിസ്റ്റേഴ്സ് എന്താ? സന്യാസിനികൾ ദൈവമാതൃത്വത്തിന്റെ പ്രതീകമാണ്. എല്ലാ സിസ്റ്റർമാരും നിങ്ങളുടെ നാട്ടിൽ ചെല്ലുമ്പോൾ അമ്മേനെ വിളിക്കാവുള്ളൂ. ശരിക്കും നമ്മൾ സിസ്റ്റർമാരെല്ലാം വിളിച്ചുകൊണ്ടിരുന്നത് എന്തായിരുന്നു? അല്ല, അമ്മേനെ വിളിക്കുന്നത്. പണ്ടമ്മ, ഇന്നും അമ്മയാ. ഇറ്റ് സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് മീഡിയം വന്നപ്പോഴാണ് എന്ത് വന്നത്? സിസ്റ്ററായി. അപ്പോഴെന്ത് ചെയ്തു? എന്തോ മദറിനെ മാത്രമല്ല, നിങ്ങൾ ബോധപൂർവം ഏത് സിസ്റ്ററെ കാണുമ്പോഴും അമ്മയെന്ന് വിളിക്കണം. കാരണം അവർക്ക് നഷ്ടപ്പെട്ട മാതൃത്വം എന്ത് ചെയ്യണം? തിരിച്ച് വീണ്ടെടുക്കണം. പ്രൈസ് അവരായ വിളിയെ മാറ്റിക്കൊണ്ടാണ് ഡ്യൂപ്ലിക്കേറ്റ് അമ്മമാർ ഇപ്പൊ അമ്മയായിട്ട് ശോഭിക്കുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് അമ്മ അല്ലെ? വഴി അല്ല, അവിടെ അമ്മ കോട്ടയത്ത്, അമ്മ തിരുവനന്തപുരത്ത്, അമ്മ കോഴിക്കോട്, അമ്മ സിംഗപ്പൂർ അല്ല. പക്ഷെ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അവര്. എന്തുകൊണ്ട്? നമ്മുടെ പ്രിയപ്പെട്ട അമ്മമാരെ വിളിക്കേണ്ട പേര് നമ്മൾ എന്ത് ചെയ്തു? സ്റ്റാൻഡേർഡ് കാണിച്ച് വിളിച്ചില്ല. ആണുങ്ങൾ എന്ത് ചെയ്യുന്നു? ആ പേരും കൊണ്ട് പോയി. അമ്മ എന്ന പേര് ശരിക്കും മലയാളക്കരയിൽ കിട്ടിയത് മുഴുവൻ സിസ്റ്റർമാർക്കായിരുന്നു അല്ലെ? അമ്മ വരുന്നു, ഒരു സിസ്റ്റർ വീട്ടിൽ വരുമ്പോൾ പറയാം അമ്മ വരുന്നു, അമ്മ വരുന്നു. അത് കുഞ്ഞു സിസ്റ്റർ ആണെങ്കിൽ സ്വന്തം മോളാണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നു? മഠത്തിലെ അമ്മ വരുന്നു, അമ്മ വരുന്ന പറയുന്നു. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? എല്ലാത്തിനും ഇത് മാറ്റി എന്ത് സംഭവിച്ചു? ഡ്യൂപ്ലിക്കേറ്റ് അമ്മ ആളെ കൊണ്ട് പോയി. എന്ത് ചെയ്യാൻ പറ്റും? ഇത് തിരിച്ചു കിട്ടാൻ എനിക്ക് തോന്നുന്നില്ല. കിട്ടിക്കൊണ്ടോ? കിട്ടണമെങ്കിൽ നമ്മൾ എല്ലാവരും കൂടി എന്ത് ചെയ്യണം? ശ്രമിക്കണം. ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ആരെയും നാട്ടിൽ ഫോൺ ചെയ്ത് സിസ്റ്റർമാരെ വിളിക്കുമ്പോൾ അമ്മയെന്ന് കൂട്ടിയേ അതും അമ്മയല്ലേ? അമ്മ തന്നെയല്ലേ? അമ്മ പറയണം സോറി, ഇത്രയും നാള് അങ്ങനെ വിളിച്ചു പോയി, എന്നോട് ക്ഷമിക്കണം, ഇപ്പോഴല്ലേ മനസ്സിലായത് അമ്മയാണെന്ന്. എന്തോ ദൈവമാതൃത്വത്തിന്റെ പ്രതീകമാണെന്ന് തിരിച്ചറിഞ്ഞോ? അവിടെ അമ്മയെ സിസ്റ്ററെ ഇന്നലെ വരെ ഞങ്ങൾ സിസ്റ്റർ എന്ന് വിളിച്ചു, ഇനി മുതൽ സിസ്റ്ററെ ഞങ്ങൾ എന്ത് വിളിക്കണോ? അങ്ങനെ പറയണം. അപ്പൊ അവർ രണ്ട് ചീത്ത പറയും, ചിലപ്പോ താത്തു വെക്കും. പക്ഷെ അന്ന് രാത്രി പോയിരിക്കുമ്പോ ശരിയാണല്ലോ, എനിക്ക് എന്റെ മക്കളുടെ വിളി കേൾക്കാതിരുന്നു, ലോകം മുഴുവനെ വിളിക്കാൻ വേണ്ടിയാണല്ലോ ഞാൻ എന്ത് ചെയ്ത് കല്യാണം കഴിക്കാതെ സിസ്റ്ററായത്. ശരിയല്ലേ? നമ്മുടെ ഒരു അച്ഛനല്ലേ വിളിക്കുന്നത് എല്ലാരും. സിസ്റ്റർമാരുടെ ഇടയിലാണ് ഇത് സംഭവിച്ചു പോയത് അല്ലെ? ഇപ്പൊ ഞാൻ നിങ്ങളുടെ സ്വന്തം മോൻ പോലും അച്ഛനായാൽ അച്ഛനെ വിളിക്കുള്ളൂ. അച്ഛൻ വരുന്ന പറയുള്ളൂ. ഇതേപോലെ സെയിം ക്വാളിറ്റിയാണ് ആർക്ക്? കന്യാസ്ത്രീകൾക്ക്. നമ്മളത് കട്ടിയത്. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കാനാണ്. നിങ്ങൾ സമയം പോലെ വായിക്കണം. എന്താണ് നമുക്ക് പ്രാർത്ഥിക്കാം? ഓരോ കുടുംബവും എന്താണ്? പ്രേക്ഷിത ഭവനമായിട്ട് തീരണം. ആദിമ നൂറ്റാണ്ടിൽ സഭ മുഴുവൻ പ്രേക്ഷിതയായിരുന്നു. പരിശുദ്ധാത്മാ യോഗം വരുമ്പോൾ മമ്മിയും പപ്പായും മക്കളും എന്ത് ചെയ്യുന്നു? പ്രേക്ഷിതരായിട്ട് തീരുകയാണ്. അതുകൊണ്ടാണ് തീയിലേക്ക് എറിയപ്പെട്ടപ്പോൾ അച്ഛനും പോയി, അമ്മയും പോയി, മക്കളും തീയിലേക്ക് എറിയപ്പെട്ടു. അല്ലാതെ മക്കളെ മാത്രം വിടുകയല്ല, അല്ലെങ്കിൽ അച്ഛൻ പോവുകയല്ല, അമ്മ പോവുകയല്ല, കുടുംബം ഒരുമിച്ച് എന്ത് ചെയ്യുന്നു? സിംഹകൂട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ എല്ലാ ഭവനവും പ്രേക്ഷിത ഭവനമായിട്ട് തീരണം. ഹല്ലേലൂയ. അപ്പൊ അതിനകത്ത് വരുന്നതാണ് അടുത്ത പേജില് നമ്മുടെ കുഞ്ഞുങ്ങള്. ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ സഭ. അത് നമ്മൾ കുട്ടികളെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്യണം പ്രിയപ്പെട്ടവരെ. ഇപ്പൊ ഞാൻ എന്റെ മക്കളോടൊക്കെ പറയാറുണ്ട്, 2033 ആകുമ്പോ അപ്പയെ കാണുമില്ലെന്ന് അറിയൂല, പക്ഷെ നിങ്ങൾ വേണം എന്ത് ചെയ്യണം? എന്തെങ്കിലുമൊക്കെ കാര്യം, നിങ്ങൾക്ക് ഏത് ജീവിതാന്തസ് ആയിക്കോട്ടെ, ഏത് പ്രൊഫഷൻ ആയിക്കോട്ടെ, അന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം. ഇപ്പൊ സ്വപ്നം കാണാൻ പറയുന്നു, അവർ ചെയ്യാതിരിക്കുമോ? നമ്മളെ സംബന്ധിച്ചോളം എന്ത് ചെയ്യുക? ആ വലിയ ദർശനത്തിലേക്ക് നയിക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്നത്തെ കുട്ടികളെ നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്താലേ ഉള്ളൂ എന്ത് ചെയ്യുന്നു? നാളെ നല്ല കുടുംബങ്ങളെ, വൈദികരെ, സന്യസ്തരെ, വിശുദ്ധരെ, അതോടൊപ്പം എന്ത് ചെയ്യുന്നു? രക്തസാക്ഷികളെ സഭയ്ക്ക് കിട്ടത്തുള്ളൂ.
ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഫോക്കസ് ചെയ്യണം പ്രിയപ്പെട്ടവരെ. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോ പ്രാവശ്യം പ്രയർ മീറ്റിംഗ് കൂടുമ്പോൾ നിങ്ങൾ ഒരു സെക്ഷന് വേണ്ടി 10 മിനിറ്റ് കൊണ്ട് മാർപ്പാപ്പയ്ക്ക് വേണ്ടി എങ്ങനെ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞിട്ട് കുഞ്ഞുങ്ങളോട് എന്ത് ചെയ്യണം? ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാർപ്പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അപ്പൊ എന്ത് ചെയ്യുന്നു? ഈശോയെ മാർപ്പാപ്പ അനുഗ്രഹിക്കണമേ, ഹല്ലേലൂയ. മാർപ്പാപ്പയുടെ രോഗശാന്തി പ്രകടമാകട്ടെ, ഹല്ലേലൂയ. മാർപ്പാപ്പ മരിച്ചവരെ ഉയർപ്പിക്കട്ടെ, ഹല്ലേലൂയ. അപ്പൊ നാളെ ഇവര് ഫ്രാൻസിസ് മാർപ്പാപ്പയെ കാണുമ്പോൾ എന്ത് ചെയ്യുന്നു? ഈ മാർപ്പാപ്പ എന്ത് ചെയ്യണം? മരിച്ചവരെ ഉയർപ്പിക്കണം. അപ്പൊ നിപ്പിൽ എന്ത് ചെയ്യുന്നു? ലോകം മുഴുവൻ ആരെ അറിയും? ഇത് ഏതാനും സമയം മതി പ്രിയപ്പെട്ടവരെ. യേശു 2ാം വരവിനെ കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. നമുക്ക് എന്ന് വരുന്ന അറിയില്ല. പക്ഷെ ഒന്നുണ്ട്, 2ാം വരവിന് മുമ്പ് ലോകം മുഴുവൻ ആരെ അറിയും? യേശുവിനെ അറിയും. അത് യേശുവിനാണ് ഏറ്റവും എളുപ്പമാണ്. ഇപ്പൊ ഞാൻ പ്രവർത്തിച്ചാൽ ഒരു പരിധിയുണ്ട്. പക്ഷെ മാർപ്പാപ്പ ഒന്ന് അനങ്ങിയാലോ ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെടും. ഹല്ലേലൂയ. അതിനുവേണ്ടി നമ്മള് വൈറ്റോളം എന്ന് പറഞ്ഞ് 2000 ജനിച്ച കുട്ടികൾക്കായിട്ട് എന്ത് ചെയ്യണം? ഉള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പിന്നെ നമ്മള് ഈ നാടുകളെ ആഗ്രഹിക്കുകയാണ് കേരള സഭയുടെ ആത്മീയ, ശാരീരിക, ഭൗതിക ശക്തി മുഴുവൻ എന്ത് ചെയ്യണം? സുവിശേഷത്തിന് വേണ്ടി ഉപയോഗിക്കണം. കേരള സഭയ്ക്ക് ഭയങ്കര ശക്തിയുണ്ട്. ആ ശക്തി ഉള്ളത് കൊണ്ടാണ് സഭ ഇപ്പൊ ചിതറിക്കപ്പെടുന്നത്. ലോകം മുഴുവൻ നമ്മൾ ചെല്ലുമ്പോൾ മലയാളികൾ എന്ത് ചെയ്യുന്നു? എല്ലായിടത്തും ഒരുമിച്ച് വരുന്നു. ഇപ്പൊ നമുക്കറിയാം മലയാളികളുടെ ലോക സുവിശേഷവൽക്കരണം ദൈവത്തിന് വലിയ സ്വപ്നമാണ്. അത് യാഥാർത്ഥ്യമായി തീരാൻ വലിയൊരു അടയാളം കഴിഞ്ഞ മാസം സംഭവിച്ചു. ആർക്ക് പറയാം എന്താ അടയാളം? മലയാളികളുടെ ലോക സുവിശേഷവൽക്കരണം യാഥാർത്ഥ്യമാകുന്നു. അതിനുവേണ്ടിയുള്ള വലിയൊരു തുടക്കം, അത് സത്യമാണെന്ന് ദൈവം കാണിച്ചു തന്നൊരു അടയാളം സംഭവിച്ചു കഴിഞ്ഞ മാസം. 2 വിശുദ്ധരെ അല്ലല്ല, അതിപ്പോ ഷാലോ ഇംഗ്ലീഷ് വേൾഡ് തുടങ്ങി. നോക്ക, ഒരു പൊട്ട ഗ്രാമത്തിൽ ഒരു പൊട്ട സ്ഥലത്ത് ഇരുന്ന അല്ലെ രാമൻ വടി കൊണ്ട് പാമ്പിനെ തല്ലി, പാമ്പ് ചത്തു. എന്ത് കാലം ചോദിച്ചാൽ കഷ്ടകാലം എന്ന് പറയുന്ന മലയാളി അല്ലെ. പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, നമ്മുടെ ഈ സ്ഥാനത്ത് വാസ് എഴുതുന്ന ആൾക്കാര് വാസിന്റെ സ്ഥാനത്ത് ഈസ് എഴുതുന്ന കുഗ്രാമത്തിലെ അവരെന്ത് ചെയ്തു? അമേരിക്കയിൽ പോയി നിന്നിട്ട് അമേരിക്കൻ ഇംഗ്ലീഷിൽ എന്ത് ചെയ്യുന്നു? ചാനൽ പറയും പ്രവർത്തിക്കുന്നവരാ. പൊട്ട മലയാളികൾ ഒറ്റ വാക്കി പറയാം. പക്ഷെ അവരാരെ വിശ്വസിച്ചു? പരിശുദ്ധ. ഇപ്പോഴും അതിനകത്ത് വർക്ക് ചെയ്യുന്നവർക്ക് ഈസാണ് വാസാണ് കൃത്യസ്ഥാനത്ത് കൊടുക്കുന്നതെന്ന് അറിയുന്നില്ല. പക്ഷെ അവരെന്ത് ചെയ്തു? ദൈവത്തോട് സഹകരിച്ചപ്പോ ദൈവം എന്ത് ചെയ്തു? എടുത്തത് അല്ലെ. ഹൗ ബീൻ, ഹാസ് ബീൻ, എന്നാ ബീൻ, നമുക്ക് മിസ്റ്റർ ബീമാണ്. ഓക്കെ, ഇത് വലിയൊരു അടയാളമാണ്. അപ്പൊ നമ്മൾ നിങ്ങളിവിടെ നിങ്ങളല്ല സോറി നമ്മൾ ഈ കൊച്ചു ഗ്രൂപ്പിൽ എപ്പോഴും നമുക്കെന്തൊന്നും പറ്റില്ല. നമുക്കിതൊന്നും നമുക്ക് അത്യാവശ്യം എല്ലാ വർഷവും ഒരു ആഘോഷമായ ധ്യാനം നടത്തി അന്ന് അച്ഛൻ വരുമ്പോ എന്ത് ചെയ്യുന്നു? എല്ലാം ഒന്ന് ഉപസാരിച്ച് കൈ പിടിക്കണം. അച്ഛന്റെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ കൗൺസിലിംഗ്. ഓസ്ട്രേലിയ, അമേരിക്കയിൽ പോകണോ? അല്ലെങ്കിൽ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ അല്ല, നമുക്ക് ഇംഗ്ലീഷ് അല്ല, ഞാൻ പറഞ്ഞില്ലേ എല്ലാവർക്കും അത്. ആരെങ്കിലും 1 or 2 പേരെങ്കിലും ഇങ്ങനൊന്ന് കേറി നിൽക്കുവാണെങ്കിൽ ഞാൻ പറയുന്നത് ബാക്കിയെ. ഇപ്പം ഇവിടുത്തെ കോഴിക്കോട്ടാണ് സാൻഡോ സാറൊക്കെ എന്ത് ചെയ്തു? അമേരിക്ക ചെന്നു. വൈഫിന്റെ കൂടെ നമ്മൾ പറയാൻ ഡിപ്പെൻഡ് വിസയിലാണ് ചെന്നത്. അവിടെ പോയി ഈ ചൈതന്യം വെച്ചത് പ്രാർത്ഥന തുടങ്ങി. ആൾക്കാരെ കൂട്ടി പ്രാർത്ഥിച്ചു. ഈശോ ആഗ്രഹിക്കാൻ തോന്നി. എല്ലാം സംഘടിപ്പിച്ചു. കാര്യങ്ങളെ കൂട്ടി 1, 2, 3 പറഞ്ഞ് 5-6 വർഷം കൊണ്ട് എന്ത് ചെയ്യുന്നു? പത്രം ഇറക്കി, സപ്പോർട്ട് കിട്ടി, മാസിക ഇറക്കി, സപ്പോർട്ട് വാങ്ങിച്ചു, ഇത് അനൗൺസ് ചെയ്തു. കോടിക്കണക്കിന് രൂപ ഇപ്പൊ വേണ്ടത്. അമേരിക്കൻ ഡോളർ വെച്ച് നോക്കും 24 hours എവിടുന്ന് കിട്ടുന്നു? ആൾക്കാര് ദൈവകർമ്മയാൽ ചേർത്ത് കൊടുക്കുന്നു. ദൈവം പ്രവർത്തിക്കുന്നു. ഇവിടെ ഇപ്പൊ നമ്മള് UK ചെല്ലുമ്പോൾ ബഹുമാനപ്പെട്ട സോജയച്ചൻ അച്ഛൻ മലയാളം പ്രോഗ്രാം തുടങ്ങി നന്നായിട്ട് വന്നു. അപ്പൊ മലയാളം പ്രോഗ്രാമിന്റെ തടസ്സങ്ങൾ വന്നു നാട്ടിൽ നിന്ന് തന്നെ. കാരണം മലയാളികളെ മറ്റ് റീത്ത് വഴിയോട്. അപ്പൊ ഈശോട് പ്രാർത്ഥിച്ചു, ഇംഗ്ലീഷോട്ട് മാറ്റാൻ പറഞ്ഞു. അച്ഛൻ ഇംഗ്ലീഷൊന്നും അതേ അറിയത്തില്ല, ഇംഗ്ലീഷോട്ട് മാറ്റി. ഇപ്പോഴും അതുപോലെ ആള് വന്ന് എന്ത് ചെയ്യുന്നു? ഇംഗ്ലീഷുകാർ വരുന്നു, പോളിഷുകാർ വരുന്നു, എല്ലാരും വരുന്നു. 12,000 പേരെ കൂട്ടായ്മ അവിടെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ദൈവം നയിക്കുന്നു. ഇപ്പൊ ഇംഗ്ലീഷ് അവര് എന്ത് ചെയ്യുന്നു? കുട്ടികൾക്ക് വേണ്ടി മാസിക ഇറക്കി.
എല്ലാം വലിയ വലിയ ആൾക്കാർ പേര് വെച്ചിട്ടുണ്ട്. വർക്ക് ചെയ്യുന്ന മുഴുവൻ ആരാ? സാധാരണ മലയാളികളാണ്. ഈ മലയാളികളുടെ കൂടെ ദൈവം വലിയ കാര്യം ചെയ്യാൻ പോകുന്നുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇത്രയധികം വരങ്ങളുള്ള ആഗോള സഭ വേറെ ആർക്കും ഇല്ല. ഇപ്പൊ ഡാമേജ് ഒക്കെ വന്നു, ശരിയാ, വരങ്ങളൊക്കെ. അതിലും ശക്തമായ വരമുള്ളവർ എവിടെയുണ്ട്? കേരള സഭയിലുണ്ട്. നിന്നിപ്പോ ലോകശാന്തി കൊടുക്കുന്ന എത്രയോ പേരുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം ഇതാണ്, ഒരു മലയാളിക്ക് വേറെ മലയാളിയെ. പക്ഷെ പുറമേ ഒരാൾ വന്നപ്പോ മലയാളിയല്ല. ഞാൻ പറഞ്ഞത് വേണ്ടല്ല, നിങ്ങൾക്കുള്ള സാധ്യതകൾ, കഴിവുകളെല്ലാം ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നവംബർ 19 തൊട്ട് എല്ലാ ടീമിനെയും കൂടെ ഒന്നിപ്പിക്കാനുള്ള ശ്രമത്തിന്റെ ഇൻഡയറക്റ്റ് ആയിട്ട് ഭാഗമായിട്ട് ഇവിടെ ക്രിസ്ത്യൻ തുടങ്ങിയിട്ട് 25 വർഷമാകുവാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മള് ഒരു ഗ്രാൻഡ് കോൺഫറൻസ് എന്ത് ചെയ്യുന്നു? നമ്മള് കോട്ടയത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ന് കൊടുത്തേക്കാം. ഒരു ഗ്രാൻഡ് കോൺഫറൻസ് നമ്മുടെ ബഹുമാനപ്പെട്ട പോട്ട ടീമ് എല്ലാ ടീമിനെയും കൂടെ ഒന്നിപ്പിച്ച്, നമ്മൾ ആദ്യം കുട്ടികളുമായി ബന്ധപ്പെട്ടവർക്ക് മാത്രമായിരുന്നു. പക്ഷെ പിന്നീട് ഈശോ പറഞ്ഞ് എല്ലാവരെയും കൂടെ കൂട്ടാൻ 2033 അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ കോൺഫറൻസിൽ പങ്കെടുക്കണമെങ്കിൽ വന്ന് പങ്കെടുക്കാം. അതിന് എന്ത് ചെയ്യുന്നു? ഒരാഴ്ചത്തെ, നിങ്ങളിപ്പോ ഭക്ഷണം കഴിച്ചുകൊണ്ട് വരേണ്ട പറഞ്ഞു, ഒരാഴ്ചത്തേക്കൊക്കെ ഇപ്പൊ ആൾക്കാർ നാട്ടിൽ വരാനും തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ നമുക്കൊരു കോൺഫറൻസ് ഉണ്ട്. അതെന്ത് ചെയ്യുന്നു? നവംബർ 19 വൈകുന്നേരം മുതൽ 24 രാവിലെ വരെയാണ്. ബഹുമാനപ്പെട്ട മാത്യു നായിക്കാമരമ്പലച്ചന് ഒരു ദിവസം ഫുൾ ഡേ ഉണ്ട്, പട്ടായലച്ചന് ഒരു ദിവസമുണ്ട്, ബെലിബന്ധർ സാർ ഒരു ദിവസമുണ്ട്, സെർജോൺ സാർ ഉണ്ട്, നമ്മുടെ ഡൊമിനിക് അച്ഛനോട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് വരാനായിട്ട്. അച്ഛനും വരുന്നുണ്ട്. അപ്പൊ എല്ലാവരോടും കൂടി എന്ത് ചെയ്യുന്നു? നമ്മുടെ ഡൊമിനിക് വളമനാലുണ്ട് അച്ഛനാണ്. അപ്പൊ നമ്മള് ഈ പ്രോഗ്രാമിൽ 4 പ്രധാന ശുശ്രൂഷയാണ്. അത് ഈശോ ചെയ്ത ശുശ്രൂഷയുണ്ട്. പ്രീച്ചിങ്, ഹീലിംഗ്, ഡെലിവറൻസ് ആൻഡ് ഇന്റർസെക്ഷൻ. ഈ 4 ശുശ്രൂഷകൾ മാത്രമായിട്ട് ഒരു കോൺഫറൻസ് നടത്തുകയാണ്. വേറെ ഒന്നുമല്ല, നമ്മള് ഓരോ ദിവസം ഓരോരുത്തർ ഫുൾ ഡേ നമ്മുടെ കൂടെ ചെലവഴിച്ച് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നമ്മൾ എല്ലാവർക്കും ഓപ്പൺ ചെയ്യാനായിട്ട് കാരണം ഇതാണ്, മറ്റൊന്നുമല്ല. കുട്ടികൾ ഏതെങ്കിലും പ്രോഗ്രാം നടക്കണമെങ്കിൽ എൽഡേഴ്സും എന്ത് ചെയ്യണം? ആക്റ്റീവ് ആയാൽ മാത്രമേ എന്ത് നടക്കുള്ളൂ? കുട്ടികളുടെ പ്രോഗ്രാം. അപ്പൊ കുട്ടികൾ ആവശ്യപ്പെട്ടാലും നിങ്ങളിപ്പോൾ ആക്റ്റീവ് ആയാൽ നിങ്ങളുടെ ദേശത്ത്